Hello dear students, welcome to Target Learning app and good morning to all. Yes, അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്കറിയാം നമ്മൾ ഇന്നലെ രാത്രി അല്ലേ പിന്നെ ഏകദേശം 8ഓളം ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നലെ രാത്രി എടുത്തു. ഈ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെ എക്സാം ഇന്നാണ് നിങ്ങൾക്കറിയാം. അപ്പം നമ്മൾ പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആയ mechanical properties of solids, fluids, thermal properties, thermodynamics, kind theory of gas, oscillations, waves. ഇത്രയും ചാപ്റ്റേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയാസ്, പ്രധാനപ്പെട്ട മീൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ഏരിയാസും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കവർ ചെയ്യാൻ പോവാണ്. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്, എക്സാം സർ എക്സാം വെറുതെ പറഞ്ഞു തരുമോ ചോദിക്കുന്നുണ്ട്, ഷുവറായിട്ടും പറഞ്ഞു തരും കേട്ടോ. യെസ് 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 ഓക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഇനി നമുക്ക് സമയമല്ല, വളരെ കുറഞ്ഞ സമയമുള്ളൂ. നല്ല കോൺഷ്യസ് ആയിരിക്കുക, ശ്രദ്ധയോടുകൂടി ക്ലാസ്സിൽ എന്ത് ചെയ്യുക, പറയുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, വൃത്തിക്ക് മനസ്സിലാക്കി അത് ഇന്ന് എക്സാം എഴുതാനുള്ളതാണ്, ഇന്ന് എക്സാമിന് വരുന്ന കാര്യങ്ങളാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടി കറക്റ്റായിട്ട് ക്ലാസ്സിൽ ഇരുന്നാൽ മതി. ബാക്കി നമ്മൾ പൊളിച്ചടക്കും കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ നല്ലതുപോലെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. റൈറ്റ്, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ? എല്ലാവരും ഒരു ഫയർ ഇമോജി ഇട്ടേ. എല്ലാവരും ഒന്ന് ഫയർ ഇമോജി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ട് റെഡി ആയിട്ടില്ല, തുടങ്ങി വരുന്നേ ഉള്ളൂ. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? എല്ലാവരും ഒന്ന് കത്തിച്ചേ ചാറ്റ് ബോക്സ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമാൺ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. യെസ് യെസ് യെസ്, നല്ല നല്ല എനർജിയോട് കൂടി ഒരു ഫയർ ഇമോജി അങ്ങട്ടെ. നോക്കട്ടെ, നിങ്ങൾ ആ എനർജി കൂടി കാണിക്കും. നോക്കട്ടെ. യെസ് യെസ് യെസ്, ദാ എല്ലാവരും നേരത്തെ വന്ന് നല്ല അടിപൊളിയായിട്ട് നേരത്തെ എണീറ്റ് നല്ല ഉഷാറായി പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന മക്കളാണ്. ഓക്കെ, സോ യെസ് 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 യെസ്, ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സ്റ്റാർട്ട് നൗ. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാ മക്കളെ, വൈകിപ്പിക്കുന്നില്ല, തുടങ്ങാൻ പോവാണ്. ശ്രദ്ധിക്കാം കേട്ടോ. ലിസൺ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ ആദ്യം എന്തൊക്കെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, ലിസൺ, എന്താണ് സ്ട്രെസ്? ഓക്കെ. രണ്ട്, എന്താണ് സ്ട്രെയിന്? സ്ട്രെസ്സും സ്ട്രെയിനും എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ്. ഓക്കെ, നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് അല്ലെങ്കിൽ ലീനിയർ സ്ട്രെസ് എന്ന് പറയും. ഷിയർ സ്ട്രെസ്, പിന്നെന്താണ് ഹൈഡ്രോളിക് ഓർ വോളിമെട്രിക് സ്ട്രെസ്, പിന്നെ കറസ്പോണ്ടിങ് സ്ട്രെയിൻ എന്താണ്, പിന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്താണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിന്റെ ടൈപ്സ് ഏതൊക്കെ, യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ്, ബൾക്ക് മോഡുലസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ ഒക്കെ പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണം. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ കർവിലെ ഓരോ പോയിന്റ്സും എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ആ ഗ്രാഫിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ട്. ഹുക്സ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഹുക്സ് ലോ. പ്രധാനമായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസിന്റെ ഏരിയാസ് ഒന്നും ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. റെഡി അല്ലേ? യെസ്, നോക്കാം നമുക്ക്. ലിസൺ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഒന്നാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കണം. എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? നോക്കിക്കേ. ഫോർ സ്മോൾ ഡിഫോർമേഷൻസ് ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. സ്മോൾ ഡിഫോർമേഷൻസിന് സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓഫ് എന്താ? ആ സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേര് പാസ്കൽ ലോ ആണോ? അല്ല. ന്യൂട്ടൺസ് ലോ ആണോ? അല്ല. സ്റ്റോക്സ് ലോ ആണോ? അല്ല. ഹുക്സ് ലോ ആണ്. അപ്പൊ ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? പറ. ഹുക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർ സ്മോൾ ഡിഫോർമേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ വിത്തിൻ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറയാം. ഫോർ സ്മോൾ ഡിഫോർമേഷൻ അല്ലെങ്കിൽ വിത്തിൻ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതാണ് ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഹുക്സ് ലോ എന്താന്ന് ചോദിക്കും. ഹുക്സ് ലോ എന്താ ചോദിച്ചാൽ നിങ്ങൾ ഇതെന്താ? എന്താണ്? ഫോർ സ്മോൾ ഡിഫോർമേഷൻ എന്ന് പറയാം ഒന്നുകിൽ, അല്ലെങ്കിലോ വിത്തിൻ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ, വിത്തിൻ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? സ്ട്രെയിൻ ആണ്. ഓക്കെ, ഈ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഹുക്സ് ലോ ആയി. മക്കളെ ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പോ യെസ്, എല്ലാവരും കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ്. റബ്ബറിന്റെ യങ്സ് മോഡുലസിന്റെ അവസ്ഥ എന്താ? മക്കളെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രീക്വന്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. റബ്ബറിനാണോ സ്റ്റീലിനാണോ യങ്സ് മോഡുലസ് കൂടുതൽ എന്ന്? യങ്സ് മോഡുലസ് ആർക്കാ കൂടുതൽ? റബ്ബറിനാണോ അല്ലെങ്കിൽ സ്റ്റീലിനാണോ?
യങ്സ് മോഡുലസ് കൂടുതൽ, ഒരു സംശയവും വേണ്ട, സ്റ്റീലിനാണ് മക്കളെ. ആർക്കാണ്? സ്റ്റീലിനാണ്. ഓക്കെ, യങ്സ് മോഡുലസ് ആർക്കാ കൂടുതൽ എന്ന് ചോദിച്ചാൽ ആർക്കാണോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതൽ അയാൾക്കാണ് എന്ത് കൂടുതൽ ഉണ്ടാവുക? യങ്സ് മോഡുലസ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? സോ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ കൂടുതലായതുകൊണ്ട് നമുക്ക് പറയാം യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ തെറ്റാണ്, ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ കറക്റ്റ് ആണ്, ഈക്വൽ ടു ദാറ്റ് ഓഫ് സ്റ്റീലും തെറ്റാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത എന്താ നോക്കിക്കേ. യെസ്, the stress strain graph of two materials A and B are shown below. വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ശ്രദ്ധിക്കാം. സ്റ്റേറ്റ് ദ ലോ വിച്ച് റിലേറ്റ്സ് സ്ട്രെസ് വിത്ത് സ്ട്രെയിൻ. ഏത് ലോ ആണ് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? ഹുക്സ് ലോ. ഹുക്സ് ലോ. ഓക്കെ, അടുത്ത് വിച്ച് ഓഫ് ദ ടു മെറ്റീരിയൽ ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ്. ഇങ്ങനെ ഗ്രാഫ് തന്നിട്ട് ഇതിൽ ആർക്കാണ് യങ്സ് മോഡുലസ് കൂടുതൽ എന്ന് ചോദിച്ചാൽ മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സ്ട്രെസ്സും ഇവിടെ സ്ട്രെയിനും ആണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുക എന്താണ്? യങ്സ് മോഡുലസ് ആയിരിക്കും. അപ്പൊ ആർക്കാണ് ഈ ആംഗിൾ കൂടുതൽ എന്ന് നോക്കിയാൽ മതി. ഇവിടെ സ്ട്രെസ്സും ഇവിടെ സ്ട്രെയിനും ആണെങ്കിൽ. തിരിച്ചാണെങ്കിലോ ഇവിടെ സ്ട്രെസ്സും ഇവിടെ സ്ട്രെയിനും ആണെങ്കിലോ അപ്പൊ നിങ്ങൾ ആംഗിൾ കുറവുള്ള എടുക്കണ്ടേ. അപ്പൊ ഈ രണ്ട് ഗ്രാഫും നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെ ആണെന്നാലും ഏകദേശം ഇതാ പറയാ, ഇതാണ് തീറ്റ കൂടുതൽ. ഓക്കെ, അതുകൊണ്ട് എ എന്ന മെറ്റീരിയലിനാണ് കൂടുതൽ എന്തുണ്ടാവുക? യങ്സ് മോഡുലസ് ഉണ്ടാവുക എന്ന് എഴുതിയാൽ ആൻസർ ആയി, മാർക്കായി ട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ടു മെറ്റീരിയൽ ഈസ് വിച്ച് ഓഫ് ദി ടു മെറ്റീരിയൽ ഹാസ് ഗ്രേറ്റ് പറഞ്ഞോ അല്ലേ? ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇല്ല. ഓക്കെ, ഇത് പറഞ്ഞു. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ടു മെറ്റീരിയൽ ഈസ് മോർ ഡക്റ്റൈൽ. ഏതാ കൂടുതൽ ഡക്റ്റിലിറ്റി എന്നുള്ളതാ. അപ്പൊ ഡക്റ്റിലിറ്റി നോക്കാൻ ഈ ഒരു റീജിയൻ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ആ റീജിയൻ ആർക്കാണുള്ളത്? അയാൾ മോർ എന്തായിരിക്കും? ഡക്റ്റൈലാ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ് യെസ് യെസ്. സോ ബി ആണ് ഡക്റ്റൈൽ പ്രോപ്പർട്ടി ഏറ്റവും കൂടുതലുള്ള ആള്. ഇടയല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സോറി, ബി അല്ല സോറി. ഡക്റ്റൈൽ പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ ആർക്കാണ്? എ ആണ്. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? യെസ് ഓർ നോ? ക്ലിയർ ആവുണ്ടോ മക്കളെ? വേഗം പറഞ്ഞേ ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? അപ്പൊ യങ്സ് മോഡുലസ് നോക്കാൻ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് വെലോസിറ്റി ഫ്രം സ്ട്രെസ് സ്ട്രെയിൻ കർവ്, അതുപോലെ ഡക്റ്റൈൽ പ്രോപ്പർട്ടി ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ഈ ഡക്റ്റൈൽ പ്രോപ്പർട്ടി പറഞ്ഞാൽ എന്താ? വലിച്ചു നീട്ടാൻ പറ്റുന്നതെന്നാ. വലിച്ചു നീട്ടാൻ പറ്റുക പറഞ്ഞാൽ എന്താ? അവിടെ പ്ലാസ്റ്റിക് റീജിയനിലേക്ക് എത്തുക. പ്ലാസ്റ്റിക് റീജിയൻ ഏതാ മക്കളെ? ഈ ഭാഗമാണ് പ്ലാസ്റ്റിക് റീജിയൻ. ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പ്ലാസ്റ്റിക് റീജിയൻ ആണ്. അപ്പൊ ആ പ്ലാസ്റ്റിക് റീജിയൻ ആർക്കാണോ കൂടുതൽ ഉള്ളത് അയാളെ മോർ എന്തുണ്ടാവുക? ഡക്റ്റൈൽ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? എക്സാം വളരെ എളുപ്പമായിരിക്കും കേട്ടോ മക്കളെ. ഡോണ്ട് വറി, എക്സാം വളരെ എളുപ്പമായിരിക്കും കേട്ടോ, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് നോക്കടാ. ഫിഗർ ഷോസ് ദ സ്ട്രെയിൻ സ്ട്രെസ് കർവ് ഫോർ എ മെറ്റീരിയൽ. വാട്ട് ഈസ് ദ യങ്സ് മോഡുലസ് ഓഫ് ദി മെറ്റീരിയൽ? അപ്പൊ നിങ്ങൾക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നിട്ട് യങ്സ് മോഡുലസ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടുന്ന് യങ്സ് മോഡുലസ് കാണാൻ പറഞ്ഞാല് ഇവിടെ സ്ട്രെസ് ഇവിടെ സ്ട്രെയിന്. സോ ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ മതി ടാൻ തീറ്റ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഈ ഗ്രാഫിൽ ഇങ്ങനെ പോയാല് ഇവിടുന്ന് എടുക്കണം ഏറ്റവും ബെസ്റ്റ്. അവിടുന്ന് ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റുക. സോ ഇത് എത്ര മക്കളെ വരിക നോക്ക്? അത് 150. ഇവിടെ ശരിക്കും 50 150 പക്ഷേ സ്ട്രെസ്സിന്റെ ബ്രാക്കറ്റിൽ 10⁶ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് 150 ഇൻറ്റു 10⁶ ആയിരിക്കും. അതുപോലെ ഈ ടേം ഉണ്ടാവുക 0.002 തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും മക്കളെ നോക്ക്? അവിടെ നിന്ന് യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 150 ഇൻറ്റു 10⁶ ബൈ എന്താണ്? ബേസ്. സോ 0.002. ഇത് സോൾവ് ചെയ്യുക. 150 ഇൻറ്റു 10⁶ ബൈ 2 ഇൻറ്റു 10⁻³ വരും. ഇത് മുകളിൽ കയറുമ്പോൾ 9 ആവും. സോ 75 ഇൻറ്റു 10⁹ പാസ്കൽ ആണ് എന്ത് മക്കളെ? പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഉണ്ടാവും അല്ലെ? അതാണ് എന്തെന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. റെഡിയല്ലേ? ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മക്കളെ ഈ രീതിയിലേക്ക് സ്ലോപ്പ് കണ്ട് എടുക്കാൻ നിങ്ങൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്ത് യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം ഈസ് 70. യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം ഈസ് 70. അപ്പോ യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം വേഗം എഴുതി വെക്കുക. y is എത്രയാണ്? 70 10⁹ ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് ദാറ്റ് ഓഫ് കോപ്പർ ഈസ് യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ ഈസ് എത്ര? 120 ഇൻറ്റു 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. Same strain is to be produced on an aluminum wire and copper wire of equal cross section. Equal cross section ആണ്. Which wire requires more force?
ആർക്കാണ് കൂടുതൽ ഫോഴ്സ് വേണ്ടത്? അപ്പൊ ഈ രണ്ട് മെറ്റീരിയലും നമ്മൾ സെയിം ഏരിയ ഉണ്ടാക്കിയിട്ട് ചോദിക്കുകയാണ് ആർക്കാണ് കൂടുതൽ ഫോഴ്സ് വേണ്ടത്? എന്തിന്? സെയിം സ്ട്രെയിൻ ഉണ്ടാക്കാൻ. സോ മക്കളെ ഇത് സിമ്പിൾ ആണ്. ഈ കോപ്പറിനായിരിക്കും കൂടുതൽ ഫോഴ്സ് വേണ്ടത്. നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചെയ്യാം. എങ്ങനെ? ലിസൺ. ഡെൽറ്റ എൽ ബൈ എൽ ഇതല്ലേ സ്ട്രെയിൻ. സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെയിൻ എന്താ? സ്ട്രെസ് ബൈ എന്താണ്? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് എന്ന് വരും. ദാറ്റ് ഈസ് എഫ് ബൈ എ വൈ എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇതാണ് സ്ട്രെയിന്റെ ഇക്വേഷൻ. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഡെൽറ്റ എൽ ബൈ എൽ രണ്ടാക്കും സെയിമാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതാണ് ഫോഴ്സ് ഓൺ കോപ്പർ ബൈ ഏരിയ ഓഫ് കോപ്പർ ഇൻറ്റു യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഓൺ അലുമിനിയം ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് അലുമിനിയം ഇൻറ്റു യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം. ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് കട്ടായി പോകും. ഇനി ബാക്കി ആരുള്ളത് നോക്കിക്കേ. എഫ് സി യു ഇസ് ബൈ ഐ സി. അപ്പൊ നമുക്ക് കാര്യം പറയാം. എന്താ? എഫ് സി യു ബൈ എഫ് അലുമിനിയം ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ ബൈ യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം. നമുക്കറിയാം യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ ആണ് കൂടുതൽ. അപ്പൊ യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ കൂടുതലും യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം കുറവുമായതുകൊണ്ട് ഇത് കൂടുതലും ഇത് കുറവുമായതുകൊണ്ട് ഈ ടേം എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് സി യു ബൈ എഫ് എ എൽ, എഫ് സി യു ബൈ എഫ് അലുമിനിയം ഗ്രേറ്റർ ദാൻ 1 ആണ്. ഫ്രം ഹിയർ എഫ് സി യു ഈസ് ഗ്രേറ്റർ ദാൻ എഫ് അലുമിനിയം എന്ന് പറഞ്ഞാൽ ആൻസർ ആയി. വൃത്തിക്ക് ആൻസർ ആയി. ഓക്കെ അല്ലേ? പക്ഷെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള രണ്ട് മെറ്റീരിയൽസ് ഉണ്ട്, കോപ്പറും അലുമിനിയം. രണ്ടാളുടെയും എന്ത് സെയിം ആണ്? സ്ട്രെയിൻ സെയിം ആണെങ്കിൽ പിന്നെ കൊടുക്കേണ്ട ഫോഴ്സ് എന്തായിരിക്കും? ആ കോപ്പറിന് കൂടുതൽ, മറ്റേ ഇതിന് കുറവും അലുമിനിയത്തിന് കുറവായിരിക്കും. കാരണം യങ്സ് മോഡുലസ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതാണ് അതിന്റെ പ്രോപ്പർ വേ ഓഫ് എന്താണ് ആൻസറിലേക്ക് എത്താനുള്ള പ്രോപ്പർ വേ. ഇതാണ് മക്കൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാ. ഇനി നോക്കിയാൽ അടുത്തെന്താ? Stress required to double the length of a wire of Young's modulus Y is. Okay, അപ്പോൾ Young's modulus Y ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വയറിന്റെ Young's modulus Y ഉള്ള വയറിന്റെ എന്ത് ഡബിൾ ആക്കണം? ലെങ്ത് ഡബിൾ ആക്കണം. ലെങ്ത് ഡബിൾ ആക്കാൻ ആവശ്യമായ സ്ട്രെസ് ആ കാണേണ്ടത്. മക്കളെ ശ്രദ്ധിക്ക്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ഇൻറ്റു എന്താണ്? സ്ട്രെയിൻ ആണ്. യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവന്റെ യങ്സ് മോഡുലസ് Y ആണ്. സ്ട്രെയിൻ എത്രയാ പറ? അതുകൊണ്ട് ലെങ്ത് ഡബിൾ ആക്കുക എന്നാ പറഞ്ഞത്. അപ്പൊ ഡെൽറ്റ എൽ ഇപ്പോൾ ലെങ്ത് ഇത് എൽ ആണെങ്കിൽ അടുത്ത കേസിൽ 12 ആക്കണം. 12 പറഞ്ഞാൽ എന്താ? 12 പറഞ്ഞാൽ എൽ പ്ലസ് എൽ. അപ്പൊ ഇവിടുത്തെ ഇലോങ്ങേഷൻ എത്ര? ചേഞ്ച് ഇൻ ലെങ്ത് എത്ര? ചേഞ്ച് ഇൻ ലെങ്ത്തും എൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് സ്ട്രെയിൻ എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ ബൈ എൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സോ യങ്സ് മോഡുലസ് ഇൻറ്റു ചേഞ്ച് ഇൻ ലെങ്ത്തും എൽ ആണ്, ഒറിജിനൽ ലെങ്ത്തും എൽ ആണ്. സോ ആൻസർ ഈസ് വൈ. യങ്സ് മോഡുലസ്. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ സിമ്പിൾ 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 അല്ലേ? എല്ലാവർക്കും ഓക്കെ ആവുന്നുണ്ടോ മക്കളെ? റെഡി ആണോ? ഒന്നാമത് സൗണ്ട് ഇല്ല തീരെ. ഓവർ സ്ട്രെയിൻ എടുത്ത ക്ലാസ് എടുക്കുന്നത് കേട്ടോ. സൗണ്ട് തീരെ ഇല്ല. റെഡി? ഓക്കെ ആണോ മക്കളെ? യെസ്. Yes. Okay. Next. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. വാട്ട് ഈസ് നെക്സ്റ്റ്? എന്താ അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 1.5 മീറ്റർ. സ്റ്റീൽ വയർ ഉണ്ട്, അതിന്റെ നീളം 1.5 മീറ്റർ ആണ്. അടുത്ത് ആൻഡ് ഡയമീറ്റർ 25 സെന്റിമീറ്റർ. ഡയമീറ്റർ 25 ആണെങ്കിൽ റേഡിയസ് എത്ര ഉണ്ടാവുക? 25/2 into 10⁻⁻² മീറ്റർ എന്നുണ്ടാവും. ഈസ് ലോഡ് വിത്ത് എ ഫോഴ്സ് ഓഫ് 98 ന്യൂട്ടൺ. സോ അതിലേക്ക് എത്ര ഫോഴ്സ് കൊടുത്തു? 98 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. ദ ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഓഫ് ദി വയർ ഈസ് ഇത്രയും. സോ ചേഞ്ച് ഇൻ ലെങ്ത് അറിയാം എത്ര? ഇൻക്രീസ് ഇൻ ലെങ്ത് പറയുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് 1.5 10⁻⁴ മീറ്ററോ? 4 ആയിരിക്കില്ല, -4 ആയിരിക്കും മിക്കവാറും കേട്ടോ. -4 ആയിരിക്കും. ഓക്കെ, സോ ലിസൺ. കാൽക്കുലേറ്റ് ദ ടെൻസൈൽ സ്ട്രെസ് ആൻഡ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി വയർ. സോ എന്ത് കാണണം? ടെൻസൈൽ സ്ട്രെസ് കാണാം. സോ സ്ട്രെസ് എങ്ങനെ മക്കളെ കാണാം? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഇസ് ഈക്വൽ ടു ഫോഴ്സ് എത്ര? 98. ഏരിയ എത്ര? πr². പൈ ഇൻറ്റു 6 പറഞ്ഞാൽ അതാണ്. സോ ആറിന്റെ വാല്യൂ കണ്ടെത്തുക. 12.5 ഉണ്ടാവും. 12.5 into 10⁻². 12.5 into 10⁻²ന്റെ എന്ത്? πr² ഏരിയ കണ്ടു. എന്നിട്ട് നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? സ്ട്രെസ് കിട്ടി. ഇനി അടുത്ത കാര്യം കാണുന്നത് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് പറഞ്ഞ ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ ബൈ എൽ നമ്മൾ എങ്ങനെ കാണാം? ഡെൽറ്റ എൽ ബൈ എൽ കാണാൻ മക്കളെ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് അല്ലേ ചെയ്യേണ്ടത്? യെസ്. അപ്പൊ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ടല്ലോ? ഇല്ലല്ലോ, ഇല്ല.
സോ യങ്സ് മോഡുലസ് തന്നിട്ടില്ല. നമുക്ക് സ്ട്രെസ് നമ്മൾ കണ്ടെത്തി, സ്ട്രെസ് അറിയാം. ആവണം, ഇതിന്റെ ആവശ്യമില്ല. ശരി ശരി, നേരെ ചെയ്താൽ മതി. സോറി, നേരെ ചെയ്യുക, കാരണം ഡെൽറ്റ എല്ലും എല്ലും തന്നില്ലേന്ന്. സോ ഡെൽറ്റ എൽ എത്ര? 1.5 into 10⁻⁴ by ലെങ്തോ 1.5. സോ ഇത് കട്ടാവുമ്പോൾ എന്താ? 10⁻⁴ ആണ് മക്കളെ എന്ത്? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് വൈ, ദാറ്റ് മീൻസ് സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ചോദിച്ചാൽ ഇങ്ങനെയാണ് ആൻസർ ചെയ്ത. ഇവിടെ നമുക്ക് യങ്സ് മോഡുലസ് തന്നു, ചേഞ്ച് ഇൻ ലെങ്ത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ കാണുക? ഫ്രാക്ഷണൽ ഡിക്രീസ് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഇൻക്രീസ് ഇൻ ലെങ്ത് അല്ലെങ്കിൽ സ്ട്രെയിൻ എങ്ങനെ കാണാം? യങ്സ് മോഡുലസ് വെച്ചിട്ട് എങ്ങനെ കാണും? അത് സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ശരിക്കും ചേഞ്ച് ഇൻ ലെങ്ത്തും ഒറിജിനൽ ലെങ്ത്തും നേരെ തന്നത് കൊണ്ട് നേരെയിലേക്ക് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ, യെസ്. അപ്പൊ ഈ രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത മക്കളെ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കുക എന്താ? A typical stress strain graph of a metallic wire is shown. This stress strain curve ആണ്. Write the name of the point B labeled in the graph. ഈ ഗ്രാഫിലുള്ള ബി എന്താ? ബി മാത്രം കണ്ട എല്ലോ എന്ന് പറയാം. ഓക്കെ, സോ ദിസ് എ എന്ന പോയിന്റ് എന്താ നോക്ക്. എ എന്ന പോയിന്റ് ആണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. ബി എന്ന പോയിന്റ് ആണ് ഇലാസ്റ്റിക് ലിമിറ്റ്. സി എന്ന പോയിന്റ് ആണ് ഈൽഡ് പോയിന്റ്. ഡി എന്ന പോയിന്റ് ആണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. ഇ എന്ന പോയിന്റ് ആണ് ഫ്രാക്ചർ പോയിന്റ്. ഏത് പോയിന്റും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. റെഡി അല്ലേ? യെസ്. ഇനി നോക്കടാ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് നെക്സ്റ്റ്? For metals like copper, the points D and E are okay. Listen, സാധനം എന്താ? കോപ്പർ ആണ്. കോപ്പറിന്റെ പ്രത്യേകത എന്താ? കോപ്പർ ഡക്റ്റൈൽ മെറ്റീരിയൽ, വലിച്ചു നീട്ടാൻ പറ്റും. അപ്പൊ ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണെങ്കിൽ യെസ്, ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണെങ്കിൽ ഡിയും ഇയും എന്താകും? ഡിയും ഇയും അകന്ന പോയിന്റ് ആണെങ്കിലാണ്, ഡിയും ഇയും അകന്നിരിക്കുകയാണെങ്കിലാണല്ലോ എന്ത്? ഡക്റ്റിലിറ്റി കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഡിയും ഇയും ഫാർ അപ്പാർട്ട് ആണെങ്കിലാണ് മെറ്റീരിയൽ എന്താവുക? കോപ്പർ ആവുക. കാരണം കോപ്പർ എന്താ? ഡക്റ്റൈൽ ആണ്. അപ്പൊ ഡക്റ്റൈൽ മെറ്റീരിയൽസിനൊക്കെ ഡിയും ഇയും അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഫ്രാക്ചർ പോയിന്റും തമ്മിൽ കുറെ ഗ്യാപ്പ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? യെസ്. സോ ആൻസർ ഈസ് ഫാർ അപ്പാർട്ട് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, the stress strain curve of two bodies A and B are given in the figure. എയും ബിയും കൊടുത്തിട്ടുണ്ട് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മെറ്റീരിയൽസ്. വിച്ച് ഓഫ് ദി മെറ്റീരിയൽസ് ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ്? ഇതിൽ ആർക്കാ ഏറ്റവും കൂടുതൽ യങ്സ് മോഡുലസ് എന്ന് മക്കളെ ഇനി പറഞ്ഞേ. എ കാണോ ബി കാണോ? വേഗം പറഞ്ഞേ, ആർക്കാണ് കൂടുതൽ യങ്സ് മോഡുലസ് ഉള്ളത് എന്ന്? ഇതിൽ യങ്സ് മോഡുലസ് ആർക്കാ കൂടുതൽ എന്ന്? എ കാണോ ബി കാണോ? വേഗം പറ. ഫോർ എ, യെസ്, ബിക്കോസ് എക്കാണ് എന്ത് കൂടുതൽ? എക്കാണ് എന്ത് കൂടുതൽ? സ്ലോപ്പ് കൂടുതൽ. ഇവിടെ സ്ട്രെസ്സും ഇവിടെ സ്ട്രെയിനുമാണ്. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട, നേരെ പറഞ്ഞാൽ മതി. ഓക്കെ, എക്കാണ് സ്ട്രെസ് യങ്സ് മോഡുലസ് കൂടുതൽ. നെക്സ്റ്റ്, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. അല്ല സോറി, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദി മെറ്റീരിയൽസ്, ഓക്കെ, വിച്ച് ഓഫ് ദി മെറ്റീരിയൽസ് ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ് പറഞ്ഞു. വിച്ച് ഓഫ് ദി ടു മെറ്റീരിയൽസ് ഈസ് പ്രിഫറബിൾ ടു യൂസ് ആസ് റോപ്പ് ഇൻ എ ക്രെയിൻ? ഓക്കെ, ഇതിൽ ഏത് മെറ്റീരിയൽ ആണ് ക്രെയിനിന്റെ റോപ്പായിട്ട് യൂസ് ചെയ്യാന്ന്? ഒരു സംശയവും വേണ്ട, ക്രെയിനിന്റെ റോപ്പായിട്ട് യൂസ് ചെയ്യുക എ എന്ന മെറ്റീരിയൽ ആണ്. എന്തുകൊണ്ടാ ചോദിച്ചാൽ, ലിസൺ, ക്രെയിനിന്റെ റോപ്പിന് കൂടുതൽ എന്ത് വേണം? യങ്സ് മോഡുലസ് വേണം, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി വേണം. ഓക്കെ, കാരണം എന്താണ്? ഒരുപാട് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് ശരിക്കും ഏത്? ക്രെയിനിന്റെ റോപ്പ്. സോ ദ റോപ്പ് ഓഫ് ക്രെയിൻ ഷുഡ് ഹോൾഡ് മോർ ഇൻ ദ സ്ട്രെസ്, സോ ദാറ്റ് ഇറ്റ്സ് യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഷുഡ് ബി ഗ്രേറ്റർ എന്ന് എഴുതിയാൽ അതിന് ആൻസർ ആയി. റെഡി അല്ലേ? സെറ്റ്. ഈ രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാട്ടോ. പിന്നെ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ മക്കളെ, നോർമൽ സ്ട്രെസ് ടു നോർമൽ സ്ട്രെയിൻ ആണെങ്കിൽ എന്താ? അത് യങ്സ് മോഡുലസാ. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണെങ്കിൽ എന്താ? അത് ഷിയർ മോഡുലസാ, അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസാ. ഇനി ഹൈഡ്രോളിക് സ്ട്രെസ് ബൈ ഹൈഡ്രോളിക് സ്ട്രെയിൻ ആണെങ്കിൽ എന്താ? അത് ബൾക്ക് മോഡുലസാ. അവിടെ ചോദിച്ചത് എന്താ? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ അല്ലേ ചോദിച്ചത്. അതെന്താ മക്കളെ? പോയിസൺസ് റേഷ്യോ അല്ല. എന്താ പോയിസൺസ് റേഷ്യോ? ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിനാ. എന്താണ് യങ്സ് മോഡുലസ്? അത് പിന്നെ നോർമൽ സ്ട്രെസ് ബൈ നോർമൽ സ്ട്രെയിനാ. എന്താണ് ബൾക്ക് മോഡുലസ്? അത് ഹൈഡ്രോളിക് സ്ട്രെസ് ബൈ ഹൈഡ്രോളിക് സ്ട്രെയിനാ. അപ്പൊ റിജിഡിറ്റി മോഡുലസ് എന്താ? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിനാ. സോ ആൻസർ ഈസ് റിജിഡിറ്റി മോഡുലസ് ഓർ ഷിയർ മോഡുലസ് എന്ന് പറയും. റൈറ്റ്, യെസ്. ഇനി അടുത്ത് സ്റ്റേറ്റ് ഹുക്സിലോ നേരത്തെ പറഞ്ഞല്ലോ, ഇനി പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലാത്ത ഒരു ക്വസ്റ്റ്യന് വളരെ ചാൻസ് കുറവാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് എന്താണ്? പിന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട് ലാസ്റ്റിലേക്ക്. അതിൽ മൗണ്ടൈൻ്റെ മാക്സിമം ഹൈറ്റ് എത്ര വരിക? 10 കിലോമീറ്റർ എന്നുള്ള കാര്യം അത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രെയിൻ്റെ പിന്നെ റോപ്പൊക്കെ യൂസ് ചെയ്യുക, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടി മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ദാറ്റ്സ് ഓൾ. റെഡി? അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതോടുകൂടി കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? നമ്മളെ പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന സെക്ഷൻ പെർഫെക്റ്റ്ലി കംപ്ലീറ്റഡ്. ഇനി അടുത്ത ഫ്ലൂയിഡ്സ് മക്കളെ. ഫ്ലൂയിഡ്സിൽ ലിസൺ, ഫ്ലൂയിഡ്സിൽ ഏറ്റവും കൂടുതലായിട്ട് മക്കൾ പഠിച്ചു വെക്കേണ്ട, ലിസൺ, പഠിക്കേണ്ട ഏറ്റവും പ്രയോറിറ്റി നമ്പർ 1 മക്കൾ ശ്രദ്ധിക്കണ, ഒന്ന് ബെർണോളീസ് പ്രിൻസിപ്പിൾ ആണ്. എന്താണ്? ബെർണോളീസ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ കാര്യം പാസ്കൽസ് ലോ, പാസ്കൽസ് ലോ, അത് പഠിച്ചു വെക്കണം. മൂന്നാമത്തെ കാര്യം ലിസൺ, അടുത്തത് ടോറിസെല്ലീസ് തിയറം ഉണ്ട്. അതുപോലെ പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓഫ് എന്താണ് ബെർണോളി പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, അതിൽ വരുന്ന ടോറിസെല്ലീസ് തിയർ ഒക്കെ. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മക്കളെ, ഏത് അറിയോ? പിന്നെ ക്യാപ്പിലാരിറ്റി. എന്താണ്? ക്യാപ്പിലാരിറ്റി, ക്യാപ്പിലാരിറ്റി. അതുപോലെ എക്സസ് പ്രഷർ, എക്സസ് പ്രഷർ, എക്സസ് പ്രഷർ. പിന്നെ വരുന്നതാണ് ടെർമിനൽ വെലോസിറ്റി, ടെർമിനൽ വെലോസിറ്റി. ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് ഫ്രീക്വൻ്റ് ആയി ചോദിക്കുക. ബെർണോളി പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷൻ ഉണ്ട്, പാസ്കൽ ലോ പ്രൂഫ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതുപോലെ എന്താണ് പിന്നെ നമ്മൾ പറഞ്ഞത് ഇത് എന്താ പറയുക, ടെർമിനൽ വെലോസിറ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞു, അതൊക്കെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അടങ്ങിയ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതുപോലെ തന്നെ പാസ്കൽ ലോ ഉണ്ട്. ഓക്കെ, പിന്നെ സർഫസ് ടെൻഷൻ, സോറി വിട്ടുപോയി, സർഫസ് ടെൻഷൻ കേട്ടോ, ഇതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. റൈറ്റ്? ഓക്കെ, സോ ലിസൺ. അപ്പൊ ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെന്നാ ചോദിച്ചേ? എ കാർ ഹാവിംഗ് മാസ് 1350 കിലോഗ്രാം ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹൈഡ്രോളിക് ലിഫ്റ്റ്. സോ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഇടക്കിടക്ക് ചോദിക്കുന്നത് കാണാം. ഇത് പാസ്കൽ ലോന്റെ എന്താണ് അപ്ലിക്കേഷൻ ആണ്. സോ ലിസൺ, ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ കേസിൽ നിങ്ങൾ എങ്ങനെ അത് ട്രീറ്റ് ചെയ്യേണ്ടത് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് F1, ഇവിടുത്തെ പിസ്റ്റൺ ഏരിയ A1, ഇവിടെ കൊടുക്കേണ്ട ഫോഴ്സ് F2, അല്ലെങ്കിൽ ഇവിടെ കിട്ടേണ്ട ഫോഴ്സ് F2, ഇവിടുത്തെ ഏരിയ A2. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്ത ഫോഴ്സ് F1 ബൈ അവിടുത്തെ പിസ്റ്റൺ ഏരിയ A1 ഇസ് ഈക്വൽ ടു അവിടെ കിട്ടിയ ഫോഴ്സ് F2 ബൈ അവിടുത്തെ പിസ്റ്റന്റെ ഏരിയ A2. ഓക്കെ അല്ലേ? A2. ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇതിൽ ചോദിക്കാം എത്ര ഫോഴ്സ് വേണ്ടി വരും. ഇവിടെ ഒരു കാർ വെച്ചിട്ടുണ്ടാവും, ആ കാറാണത് എത്ര 1350 കിലോഗ്രാം. അപ്പൊ ശരിക്കും നിങ്ങൾ F2 എടുക്കേണ്ട, ഇവിടെ വെച്ച കാറിന്റെ മാസമല്ല വെയിറ്റ് എടുക്കേണ്ടത്. സോ F2 ഇസ് ഈക്വൽ ടു 1350 ഇൻറ്റു G 10. സോ 13500 ന്യൂട്ടൺ ആയിരിക്കും ഫോഴ്സ്. പിന്നെ അതുപോലെ എന്താണ് പ്ലേസ് ഇൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇഫ് ദ റേഡിയസ് ഓഫ് സ്മോൾ പിസ്റ്റൺ ഈസ് 5 സെന്റിമീറ്റർ. സോ ഇവിടുത്തെ റേഡിയസ് ഇങ്ങനെ തന്നിട്ടുണ്ട് R1. ആ R1 ഉപയോഗിച്ച് നിങ്ങൾ ഇവിടുന്ന് എന്ത് ഫൈൻഡ് ചെയ്യണം? ഏരിയ ഫൈൻഡ് ചെയ്യണം. ആ റേഡിയസ് സെന്റിമീറ്റർ മീറ്റർ ആക്കിയിട്ട് πr² അടിച്ച് നിങ്ങൾ എന്ത് കാണണം? ഏരിയ കാണണം. പിന്നെന്താ? ആൻഡ് റേഡിയസ് ഓഫ് ലാർജർ പിസ്റ്റൺ ഈസ്, ഇവിടുത്തെ റേഡിയസ് നിങ്ങൾ തരും, ആ റേഡിയസ് ഉപയോഗിച്ച് നിങ്ങൾ A2 കാണണം. എന്നിട്ടോ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് ടു ബി എക്സർട്ടഡ് ഓൺ ദ സ്മോൾ പിസ്റ്റൺ ടു ലിഫ്റ്റ് കാർ. ഓക്കെ, അപ്പൊ ഈ F1 കാണണം. ആ F1 കാണാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? F2 ബൈ A2 ഇൻറ്റു A1 ഉണ്ടാവും. F2 എന്താ? 13500. A2 എന്താ? ഇവിടുത്തെ ഏരിയ πr² വെച്ച് ഇവിടുന്ന് ഏരിയ കാണാം. ഇൻറ്റു A1 എന്താ? ഇവിടുത്തെ ഏരിയ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ കഴിച്ചു കൂട്ടിയാൽ മതി. ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ, സ്റ്റോക്സ് ലോ ഇമ്പോർട്ടൻ്റ് ആട്ടോ മോളെ. സ്റ്റോക്സ് ലോയും അതേപോലെ ടെർമിനൽ വെലോസിറ്റിയും. ടെർമിനൽ വെലോസിറ്റി വരണമെങ്കിൽ അതിലേക്ക് എന്ത് വേണം? സ്റ്റോക്സ് ലോ വേണം. ഓക്കെ, യെസ്. സോ ലിസൺ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലിസൺ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇത് കണ്ടാൽ എങ്ങനെ അറിയാം ആരായിരിക്കും? ബെർണോളി പ്രിൻസിപ്പിൾ അല്ലെ? ആ ഫിഗർ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടതാ ബെർണോളി പ്രിൻസിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കടാ. ലിസൺ, എന്താ ക്വസ്റ്റ്യൻ നോക്ക്. സ്റ്റേറ്റ് ബെർണോളി പ്രിൻസിപ്പിൾ. എന്താ മക്കളെ ബെർണോളി പ്രിൻസിപ്പിൾ? അപ്പോൾ അക്കോർഡിംഗ് ടു ബെർണോളി പ്രിൻസിപ്പിൾ എന്താണ്? ഫോർ ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോ, ഒരു ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോക്ക്, ഓക്കെ, ദ ടോട്ടൽ സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം വിൽ ബി എ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഒരു എന്ത് ഫ്ലോ ആയിരിക്കണം? ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോ ആണെങ്കിൽ ഒരു യൂണിറ്റ് വോളിയത്തിന്റെ പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും, ഈ 3 എനർജികളുടെയും സമ്മ്, ഓക്കെ, ഒരു യൂണിറ്റ് വോളിയത്തിന്റെ പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ഈ 3 എനർജികളുടെ സമ്മ് എല്ലായ്പ്പോഴും അതിന്റെ മൂവ്മെന്റിൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ഏത് തിയറത്തിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളിൽ പറഞ്ഞത്? ബെർണോളി പ്രിൻസിപ്പിളിൽ പറഞ്ഞു. ഓക്കെ, അപ്പൊ ബെർണോളി പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ അതിന്റെ കൂടെ തന്നെ P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് H റോ G ഈസ് എ കോൺസ്റ്റന്റ് എന്ന് എഴുതി വെക്കണം. അപ്പോൾ ആ സാധനം വൃത്തിയാവുള്ളൂ, പെർഫെക്റ്റ് ആവുള്ളൂ. യെസ്, നെക്സ്റ്റ് ഡിറൈവ് ബെർണോളി ഇക്വേഷൻ. ബെർണോളി ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട്
വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറഞ്ഞ സ്റ്റെപ്സിൽ എങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ളത് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പിന്നെ റിവിഷൻ മാരത്തോൺ മീൻസ് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഈ ബെർണോളി പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം. എങ്ങനെ? ഈ രണ്ട് സെക്ഷൻ എടുത്തിട്ട് ഇവിടുത്തെ വർക്ക് ഡൺ പ്ലസ് ഇവിടുത്തെ കൈനറ്റിക് എനർജി പ്ലസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയും അവിടെ വർക്ക് ഡൺ ചെയ്യാനുള്ള കഴിവ് പ്ലസ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അവിടുത്തെ കൈനറ്റിക് എനർജി ഇക്വേറ്റ് ചെയ്യുക. മാസിനൊക്കെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആക്കി മാറ്റുക. നേരെ എല്ലായിടത്തും മാസിനെ അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ പ്രഷറിന് എന്ത് ചെയ്യുക, പ്രഷറിനെ ഫോഴ്സ് ഇൻറ്റു ഏരിയ ആക്കി മാറ്റുക. അങ്ങനെ ആ രീതിയിലേക്ക് സിമ്പിൾ ട്രീറ്റ്മെന്റിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് 3-4 സ്റ്റെപ്പിൽ നമുക്ക് ഈസി ആയിട്ട് ബെർണോളി പ്രിൻസിപ്പിൾ ആയ ഇതിലേക്ക് എത്താൻ പറ്റും. വളരെ 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 സിമ്പിൾ ആണ് മക്കളെ, ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട്, കാരണം അത്ര സിമ്പിൾ ഡെറിവേഷൻ വേറെ ഉണ്ടാവില്ല. ഓക്കെ, സോ ആ ഡെറിവേഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് സ്റ്റോക്സ് ലോ. ലിസൺ, എന്താണ് സ്റ്റോക്സ് ലോന്റെ ഇക്വേഷൻ? ആദ്യം സ്റ്റോക്സ് ലോ എന്താന്നുള്ളത് മനസ്സിലാക്കണം. എന്താ മക്കളെ സ്റ്റോക്സ് ലോ? സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയർ, ഒരു സ്ഫെറിക്കൽ ബോഡി ഒരു ഫ്ലൂയിഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത്, ഒരു സ്ഫെറിക്കൽ ബോഡി ഒരു ഫ്ലൂയിഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ സ്ഫെറിക്കൽ ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന എന്തു മക്കളെ, ഡ്രാഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ്, പിന്നെ കോമ വെലോസിറ്റി ഓഫ് സ്ഫെറിക്കൽ ബോഡി ആൻഡ് റേഡിയസ് ഓഫ് സ്ഫിയർ. ഇത്രയുമാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക, ഡ്രാഗ് ഫോഴ്സിനെ. അപ്പൊ ലിസൺ, അപ്പൊ എഫ് ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഈറ്റ ആർ വി എന്ന് എഴുതാം. ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്, ആർ റേഡിയസ് ഓഫ് സോളിഡ് സ്ഫിയർ ആണ്, വി എന്താ വെലോസിറ്റി ഓഫ് സ്ഫിയർ ആണ്. സോ ഫ്രം ഹിയർ ഡ്രാഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി എന്ന് എഴുതാം. അപ്പോൾ സ്റ്റോക്സ് ലോ എന്താ നമ്മൾ പറഞ്ഞു? സ്റ്റോക്സ് ലോ ഈ സാധനം അങ്ങ് പറഞ്ഞാൽ മതി വേർഡ്സിൽ. ഓക്കെ, when a solid sphere അല്ലെങ്കിൽ when a spherical body moves through a fluid, then there will be a drag force on it and it is directly proportional to coefficient of viscosity of fluid, radius of the spherical body and its velocity. എന്ന് പറഞ്ഞാൽ എന്താ ഈ സ്റ്റോക്സ് ലോ ആയി. സ്റ്റോക്സ് ലോന്റെ ഇക്വേഷൻ ചോദിച്ചത് ഇത് എഴുതിയാൽ മതി, ഒരു മാർക്ക് കിട്ടും. ഓക്കെ, യെസ് ഓർ നോ? ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അപ്പൊ സ്റ്റോക്സ് ലോ പറഞ്ഞു. ഇനി അടുത്ത്, what do you mean by capillary rise? Capillary rise പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ? Okay, when a narrow tube is immersed in a fluid, then the fluid will rises up. This phenomenon is known as capillary rise. Okay, what is the phenomenon responsible for it? Is our next question. എന്ത് ഫിനോമിനൻ ആണ് ഇതിന്റെ കാരണമായിട്ടുള്ളത് കാപ്പിലറി റൈസിന്? മക്കളെ, രണ്ട് ഫിനോമിനാസ് പറയാറുണ്ട്, രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. അതിന്റെ മെയിൻ സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷനും പിന്നെ എന്താ, പിന്നെ ഒരു ഫോഴ്സും ഉണ്ട്. ആ ഫോഴ്സ് ആണ് അഡ്ഹസീവ് ഫോഴ്സ് ആണോ കോഹസീവ് ഫോഴ്സ് ആണോ? അഡ്ഹസീവ് ഫോഴ്സ് ആണ്. അഡ്ഹസീവ് ഫോഴ്സ്, അഡ്ഹസീവ് ഫോഴ്സ്, അഡ്ഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് പിന്നെ ആരാണ്? ഗ്ലാസ്. ഓക്കെ, കാപ്പിലറി ട്യൂബിന്റെ ആ കാപ്പിലറി ട്യൂബ് ഉണ്ടാക്കിയ മെറ്റീരിയൽ എന്താണോ അതും പിന്നെ വാട്ടറും തമ്മിലുള്ള അഡ്ഹസീവ് ഫോഴ്സ്. ഇത് രണ്ടും എഴുതിയാൽ വളരെ നല്ലതാണ്. ക്ലിയർ അല്ലേ മക്കളെ? എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പോൾ കൃത്യം ആൻസേഴ്സ് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ വേഗം ഡീൽ ചെയ്യാണ്. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്കറിയാം 5-6 മണിക്കൂർ കൊണ്ടാണ് 15 ചാപ്റ്റേഴ്സ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെയധികം തന്നെ A+ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് തന്നെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്, ബിക്കോസ് ഓപ്ഷനും കൂടി ഉള്ളത് കൊണ്ട്. ക്ലിയർ അല്ലേ? കാരണം അത്രയധികം പഠിക്കാണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഹെവിയാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ശരിക്കും 6 മണിക്കൂർ കൊണ്ട് ശരിക്കും നമ്മളിപ്പോൾ ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്യുന്നു. ഈ 6 മണിക്കൂർ പോലെ ശരിക്കും ഒരു ചാപ്റ്റർ എന്ത് ചെയ്യാൻ, ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വേണം. അപ്പൊ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള മാക്സിമം ടോപ്പിക്സ് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് മക്കളെ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത്രയാണ് ഫിസിക്സ് ഉള്ളത്, ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഫിസിക്സ് ഇത്ര അല്ല ഉള്ളത്, ഒരുപാട് പഠിക്കാണ്ട്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എക്സാമിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാണ്, നമ്മളിങ്ങനെ ചെകഞ്ഞെടുക്കുകയാണ്. എക്സാമിൽ മാർക്ക് കിട്ടാനുള്ള ലക്ഷ്യം മാത്രമാണ്. ഓക്കെ അല്ലേ? സോ ലിസൺ, what do you mean by capillary? നമ്മൾ പറഞ്ഞു അല്ലേ? നെക്സ്റ്റ്, when a metallic sphere falls through castor oil, ഒരു spherical body ഒരു കാസ്റ്റർ ഓയിലിലൂടെ ഫോൾ ചെയ്യുന്ന സമയത്ത് its velocity become uniform. കുറച്ച് കഴിയുമ്പോൾ വെലോസിറ്റി എന്താവും, യൂണിഫോം ആകും. called terminal velocity. Okay, write the expression for terminal velocity. മക്കളെ, നമുക്കറിയാം ഒരു ഓയിലിലൂടെ, ഒരു കാസ്റ്റർ ഓയിലിലൂടെ ഒരു ബോഡി, ഒരു സ്ഫെറിക്കൽ ബോഡി ഇങ്ങനെ താഴേക്ക് വീഴുമ്പോൾ
ആദ്യമൊക്കെ അതിന്റെ വെലോസിറ്റി ഇങ്ങനെ കൂടി വരും. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി പിന്നെ എന്തായിട്ട് മാറും? കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിട്ട് മാറും. കോൺസ്റ്റന്റ് വെലോസിറ്റി ആയി മാറും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ഈ ടെർമിനൽ വെലോസിറ്റി എപ്പോൾ അറ്റൈൻ ചെയ്യാൻ ചോദിച്ചാൽ ഇയാൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീഴും തോറും അവന്റെ വെലോസിറ്റി കൂടും. വെലോസിറ്റി ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഡ്രാഗ് ഫോഴ്സ് ഇങ്ങനെ കൂടും. അങ്ങനെ ഏതോ ഒരു ഡ്രാഗ് ഫോഴ്സിൽ എത്തുമ്പോൾ മുകളിലേക്കുള്ള ബോയിന്റ് ഫോഴ്സിന്റെയും ഡ്രാഗ് ഫോഴ്സിന്റെയും സമ്മ് ഈ ബോർഡിന്റെ വെയിറ്റിന് ഈക്വൽ ആകും. ആ സമയത്ത് നമ്മുടെ ഈ സ്ഫെറിക്കൽ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആകും. നെറ്റ് ഫോഴ്സ് 0 ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ലോ പ്രകാരം, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ഈ ബോഡിക്ക് പിന്നെ എന്തുണ്ടാവില്ല? ആക്സലറേഷൻ ഉണ്ടാവില്ല. ആക്സലറേഷൻ ഉണ്ടാവില്ല പറഞ്ഞാൽ എന്താ? അതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവില്ല. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ബോഡി ഇങ്ങനെ പോകും. ക്ലിയർ അല്ലേ? ഓക്കെ, ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. സോ എന്താണ് ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ? അതായത് ഈ വെലോസിറ്റി ഇക്വേഷൻ Vt is equal to 2/9 eta into r square g into rho s minus rho f. ഇതിൽ ഓരോ ടേമും എന്താന്നുള്ളത് മനസ്സിലാക്കണം. ഇതിൽ ഈറ്റ എന്ന് പറഞ്ഞാൽ അറിയാം കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, r എന്ന് പറഞ്ഞാൽ അറിയാം റേഡിയസ് ഓഫ് സോളിഡ് സ്ഫിയർ, g എന്താ 9.8, rho s പറഞ്ഞാൽ എന്താ ഡെൻസിറ്റി ഓഫ് സ്ഫിയർ, rho f എന്ന് പറഞ്ഞാൽ എന്താ ഡെൻസിറ്റി ഓഫ് കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ഇവിടുന്ന് ഫ്ലൂയിഡ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇത് പറഞ്ഞു the terminal velocity of copper ball of radius 2 millimeter അല്ലേ? അപ്പോൾ റേഡിയസ് എത്രയാണ്? 2 mm ആണ്. സോ 2 × 10⁻³ മീറ്റർ ആണ്. falling through a tank of oil at 20 degrees Celsius is 6.5 centimeter per second. So ഇത് terminal velocity. So Vt is equal to 6.5 × 10⁻² meter per second എഴുതാം. ഇനി അടുത്ത് compute the viscosity of the oil at 20 degrees Celsius. So viscosity, coefficient of viscosity കാണണം. Density of oil, oil means fluid ആണ്. So rho f is equal to 1.5 10⁻³ ആണ്. പിന്നെ ഡെൻസിറ്റി ഓഫ് കോപ്പർ റോ സോൾഡ് ആണ്. എത്രയാണ്? 8.9 × 10⁻³ ആണ്. ഓക്കെ, അപ്പൊ കാണാൻ പറഞ്ഞ എന്താ? ഈറ്റ. സോ നേരെ ഇക്വേഷനിൽ കൊടുക്കുക. Vt is equal to 2/9 eta into r square g into rho s minus rho f ആണ്. വേഗം ഈറ്റ അങ്ങോട്ടേക്ക് എടുക്കുക. സോ ഈറ്റ is equal to, listen, ഈറ്റ is equal to എന്താ? 2/9 Vt into r square g into rho s minus rho f. ഇനി ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ മക്കളെ, സിമ്പിളാ. 2/9 into Vt ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 6.5 into 10⁻² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക into r square എന്നുള്ള 2 into 10⁻³ ഹോൾ സ്ക്വയർ ചെയ്യുക into g ക്ക് 9.8 കൊടുക്കുക into rho s എന്താ? ഇതാണ്. ഇത് മൈനസ് ഇത് ചെയ്യുക. ഓക്കെ അല്ലേ? 8.9 into 10⁻³ minus 1.5 into 10⁻³ ചെയ്യുക. ഇത് ചെയ്യുക, സോൾവ് ചെയ്യുക, ആ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ ഉണ്ടാവുക. റൈറ്റ്? ഈ രീതിയിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനെയും എന്ത് ചെയ്യാം? ഡീൽ ചെയ്യാം. എല്ലാവർക്കും ഓക്കെ ആണോ? യെസ് ഓർ നോ? റെഡി? ഓക്കെ ഓക്കെ, റെഡി? വളരെ 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 പെട്ടെന്ന് നമ്മൾ എല്ലാ ഏരിയാസും ഒന്ന് ഓടിച്ച് കവർ ചെയ്യാം കേട്ടോ. യെസ് 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 യെസ്, ഓക്കെ, ഗുഡ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നോക്കടാ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ? സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ആദ്യം നമുക്ക് ടർബുലന്റ് സ്ട്രീം ലൈൻ ഫ്ലോ പറയാം. എന്താ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ? എ ഫ്ലൂയിഡ് ഫ്ലോ ഈസ് സെഡ് ടു ബി സ്ട്രീം ലൈൻ if each and every particle passing through a point has the same velocity and it should follow the exact path of its predecessor. അതായത് ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിലെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന് തൊട്ട് മുൻപത്തെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അതിലെ കടന്നുപോയ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന്റെ സെയിം വെലോസിറ്റി ഉണ്ടാവണം. കൂടാതെ തൊട്ട് മുൻപത്തെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എങ്ങനെയാണോ അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണോ പോയത് അങ്ങോട്ടേക്ക് തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യണം? പോവുകയും വേണം. ഒന്നുമില്ല, ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് കടന്നു പോകുന്ന ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ തൊട്ട് മുൻപ് അതിലൂടെ കടന്നു പോയ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ അതേ വെലോസിറ്റിയിലായിരിക്കണം, കൂടാതെ അവന്റെ അതേ ഡയറക്ഷനിലുമായിരിക്കണം. അത് പറഞ്ഞ ആ ടൈപ്പ് ഫ്ലോ എന്താണ്? സ്ട്രീം ലൈൻ ഫ്ലോ ആണ്, ലാമിനാർ ഫ്ലോ എന്നൊക്കെ പറയാം. When the streamline flow അല്ലെങ്കിൽ laminar flow, a fluid flow is said to be streamline flow if each and every particle passing through a point has the same velocity and a particle passing through it should follow the exact path of its
predecessor or preceding particle എന്നൊക്കെ പറയാം. ക്ലിയർ? ഈ രീതിയിലേക്ക് പറഞ്ഞാൽ എന്തായി മക്കളെ? സ്ട്രീംലൈൻ ഫ്ലോ ആയി. If a fluid does not follow, if a fluid particle passing through a point does not follow the exact path of its predecessor എന്ന് പറഞ്ഞാൽ എന്ത് ഫ്ലോ ആയി? turbulent flow ആയി. അല്ലെങ്കിൽ if the fluid flow is not laminar, then such type of flow is known as turbulent flow എന്ന് പറഞ്ഞാലും എന്തായി? turbulent flow ആയി മാറി. സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത് പിന്നെ ഈ ലാമിനാർ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? റെയ്നോൾഡ്സ് നമ്പർ വെച്ചാ പറയാം കേട്ടോ. റെയ്നോൾഡ്സ് നമ്പർ എന്താ? റോ വി ഡി ബൈ ഈറ്റ. ഇതാ റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, ഈ റെയ്നോൾഡ്സ് നമ്പർ നോക്കി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഫ്ലൂയിഡ് ഫ്ലോ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ 1000 താഴെയാണെങ്കിൽ അതെന്താ? ലാമിനാർ ഫ്ലോ ആയിരിക്കും. റെയ്നോൾഡ്സ് നമ്പർ 2000 മുകളിലാണെങ്കിൽ ആ ഫ്ലോ എന്താ? ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. സോ എപ്പോൾ കൊണ്ട് ചോദിക്കും? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് തരും, പിന്നെ എന്തൊരു വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് തരും, ഡയമീറ്റർ ഓഫ് പൈപ്പ് തരും, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ത് ചെയ്യും? ഫ്ലൂയിഡിന്റെ ആവും തരും. ഈ 4 ഡാറ്റാസ് നിങ്ങൾ തന്നിട്ട് ചോദിക്കുകയാണ് ഈ ഫ്ലൂയിഡ് ഫ്ലോ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ ചോദിക്കും. അപ്പൊ നിങ്ങൾ വേഗം എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ റോ വി ഡി ബൈ ഈറ്റ കാണാം, റെയ്നോൾഡ്സ് നമ്പർ കാണാം, ആറിന്ന് കൊടുക്കാം. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ കാണാം. ഈ റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ എന്തിന് കുറവാണോ നോക്കുക? 1000 കുറവാണോ നോക്കുക. കുറവാണെങ്കിൽ ലാമിനാർ ഫ്ലോ ആയിരിക്കും. 2000 മുകളിലാണ് ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. 1000 2000 ഇടയിലാണെങ്കിൽ അൺസ്റ്റഡി ഫ്ലോ ആയിരിക്കും. എന്ത് ഫ്ലോ ആണ്? അൺസ്റ്റഡി ഫ്ലോ ആയിരിക്കും. അൺസ്റ്റഡി ഫ്ലോ ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? അത് ലാമിനാർ ആയിരിക്കും ഇനീഷ്യലി, പക്ഷെ അതിൽ ഒരു ഡിസ്റ്റർബൻസ് വന്നാൽ പിന്നെ എന്തായിട്ട് മാറും? ടർബുലന്റ് ആയി മാറും. റൈറ്റ്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ സ്ട്രീം ലൈൻ ഫ്ലോ ടർബുലന്റ് ഫ്ലോയിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി സ്റ്റേറ്റ് ആൻഡ് ട്രൂ ബെർണോളി പ്രിൻസിപ്പിൾ അത് ഇതിനെ നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാ, പഠിച്ചു വെക്കുക. റെഡി? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് പറഞ്ഞാൽ എന്താ? ആംഗിൾ ഓഫ് കോണ്ടാക്ട് പറഞ്ഞാൽ എന്താ? മക്കളോട് നോക്ക്. ഒരു ലിക്വിഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊരു ലിക്വിഡാ. ഒരു സോളിഡ് സർഫസിൽ ഒരു ലിക്വിഡ് നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ലിക്വിഡിന്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളേതാ? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇതാ ഇവിടുന്ന് ഒരു ലൈൻ വരക്കണം, സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഇനി ഇത് ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കുക? ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ വിളിക്കുക. സോ വാട്ട് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്? ഇറ്റ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ എ സ്ട്രേറ്റ് ലൈൻ ഡ്രോൺ അറ്റ് ദ curved liquid surface. എന്താണ്? ഈ ലിക്വിഡ് സർഫസിന്റെ ഈ വളഞ്ഞു വരുന്ന ഈ ഭാഗം അതാണ് curved liquid surface in contact with the solid. സോളിഡുമായി കോണ്ടാക്റ്റിൽ വരുന്ന കർവ്ഡ് ലിക്വിഡ് സർഫസിൽ വരക്കുന്ന സ്ട്രേറ്റ് ലൈനും. ഓക്കെ അല്ലേ? ഓക്കെ, സോളിഡ് സർഫസുമായി കോണ്ടാക്റ്റിൽ വരുന്ന കർവ്ഡ് ലിക്വിഡ് സർഫസിൽ വരക്കുന്ന സ്ട്രേറ്റ് ലൈനും. പിന്നെ ഇതെന്താ? ഇത് പറഞ്ഞ സോളിഡ് ഇൻസൈഡ് ലിക്വിഡാ. അപ്പൊ സോളിഡ് ഇൻസൈഡ് ലിക്വിഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. സോ വാട്ട് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ സ്ട്രേറ്റ് ലൈൻ ഡ്രോൺ അറ്റ് ദ curved liquid surface in contact with the solid and the solid inside the liquid. Okay, അപ്പോൾ ഈ രണ്ട് ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ന് പറഞ്ഞാൽ മതി വേർഡ്സിൽ. സോ വാട്ട് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ സ്ട്രേറ്റ് ലൈൻ ഡ്രോൺ അറ്റ് ദ curved liquid surface in contact with the solid and the solid inside the liquid. This angle is known as angle of contact. Definition പഠിച്ചു വെക്കണം. ഇനി മക്കളെ അടുത്ത എന്താ? നെക്സ്റ്റ്, വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് ആർ. അപ്പൊ അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം മക്കളെ, ശ്രദ്ധിക്കുക. അതിന് മുമ്പ് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? അതായത് നമ്മളെ ഒരു ലിക്വിഡ് ഒരു സോളിഡ് സർഫസിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് വെറ്റിംഗ് കേസാ. വെറ്റിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് നോക്കിയാൽ അങ്ങ് മനസ്സിലാക്കാം, തീറ്റ ലെസ് ദാൻ 90 ആ. ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90നേക്കാൾ കുറവാണെങ്കിൽ ഈ ലിക്വിഡ് ഈ സോളിഡിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ ഈ സോളിഡ് സർഫസ് ഇങ്ങനെ ചെരിച്ചു ആയാൽ ഈ വെള്ളം പോവും, പക്ഷെ ഫുള്ളായിട്ട് പോവില്ല, കുറച്ച് വെള്ളം അവിടെ പറ്റി പിടിച്ചിരിക്കും. ഓക്കെ, അതിനെ വെറ്റിംഗ് എന്നാ പറയാ. അവിടെ വെറ്റ് ചെയ്യും എപ്പോഴും ആ സർഫസിന്. എന്നാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എങ്ങനെയാണെങ്കിൽ, സോറി, ലിക്വിഡ് ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇതാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇതാ ഇത്രയും ഉണ്ട് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. സോ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90നേക്കാൾ കൂടുതലാ. അപ്പൊ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90നേക്കാൾ കൂടും. 90നേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ഇതിനെ നോൺ വെറ്റിംഗ് എന്നാ പറയാ. നോൺ വെറ്റിംഗ് എന്താണ്? നോൺ വെറ്റിംഗ്. ഇതെന്താ? വെറ്റിംഗ് ആണ്. നോൺ വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നോൺ വെറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇതൊരു ഒട്ടി പിടിക്കൂലെന്ന്, ഈ സർഫസ് ചെരിച്ചാങ് ഉരുണ്ടു പോയിക്കോളും. ഓക്കെ, എന്ന് പറയുമ്പോൾ ഇത് വെറ്റ് ചെയ്യാത്ത കണ്ടീഷൻ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അപ്പൊ ഇതാണ് എന്ത്? ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റുമായി വെച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ക്വസ്റ്റ്യൻ എന്താ? വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് ആർ ആഡ് ടു ക്രിയേറ്റ് എ ഡാഷ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഫൈബേഴ്സ്. വാട്ടറും ഫൈബേഴ്സും. അപ്പം വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ?
വാട്ടർ പ്രൂഫ് ചെയ്യണം. വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലരുത്. ഓക്കെ, അതായത് വെള്ളം ഒട്ടിപ്പിടിക്കരുത് ആ സ്ഥലത്ത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഒരു സ്ഥലം ഇവിടെ ഇതിപ്പോ ഒരു എന്താ പറയാ ഒരു സീലിംഗ് ആണ്. അപ്പൊ ആ സീലിംഗിൽ വാട്ടർ പ്രൂഫിംഗ് ഏജൻസി ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്, അതിന്റെ മുകളിൽ വെള്ളം വന്ന് വീഴുമ്പോൾ ആ വെള്ളം സാധാരണ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക ചെയ്യുക. അപ്പൊ അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എങ്ങനെ ആയിരിക്കും മക്കളതാ, ഇങ്ങനെ അത് അക്യൂട്ട് ആയിരിക്കും. അക്യൂട്ട് ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക, കുറഞ്ഞ ആംഗിൾ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ പ്രൂഫിംഗ് ഏജൻസി ആഡ് ചെയ്യുമ്പോൾ ഒരു വാട്ടർ പ്രൂഫിംഗ് ഏജൻസിന്റെ മുകളിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ വന്ന് വീഴുന്ന വെള്ളം പിന്നെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങും. ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താ അവിടെ 90നേക്കാൾ കൂടുതലാവും. ഓക്കെ, അപ്പൊ അവിടെ വെറ്റിംഗ് ഉണ്ടാവില്ല, നോൺ വെറ്റിംഗ് ഉണ്ടാവുക, നനക്കൂല. അപ്പോൾ വാട്ടർ പ്രൂഫിംഗ് എന്ന ആ ഒരു പ്രോസസ് നടന്നു. അപ്പോൾ വാട്ടർ പ്രൂഫിംഗ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കുറഞ്ഞ ആംഗിളിൽ നിന്ന് കൂടിയ ആംഗിൾ ഓഫ് കോണ്ടാക്ടിലേക്ക് മാറ്റുക ചെയ്യുന്നത്, അക്യൂട്ടിൽ നിന്ന് ഒബ്റ്റ്യൂസിലേക്ക് മാറ്റുക ചെയ്യുന്നത്. അക്യൂട്ടിൽ 90നേക്കാൾ കുറവുള്ള ആംഗിളിൽ നിന്ന് 90നേക്കാൾ കൂടിയ ആംഗിളിലേക്ക് മാറ്റും. സോ അക്യൂട്ടിൽ നിന്ന് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ അവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ലാർജ് ആവുകയാണോ സ്മോൾ ആവണോ ചെയ്യുന്നത്, ലാർജ് ആവുക ചെയ്യുന്നത്. സോ ആംഗിൾ ഈസ് ലാർജ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അടുത്ത്, വാട്ട് ഈസ് നെക്സ്റ്റ്? കാൽക്കുലേറ്റ് ദ എക്സസ് പ്രഷർ ഇൻസൈഡ് എ എയർ ബബിൾ. ഒരു എയർ ബബിളിന്റെ ഉള്ളിലുള്ള എക്സസ് പ്രഷർ ഫൈൻഡ് ചെയ്യണം. മക്കളെ, എക്സസ് പ്രഷർ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി നമ്മൾ പ്രീവിയസ് ഡെറിവേഷൻ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എക്സസ് പ്രഷർ രണ്ട് കേസ് ഉണ്ട്. എക്സസ് പ്രഷറിന്റെ ഇക്വേഷന് 2s/r ഉണ്ട്, പിന്നെ എക്സസ് പ്രഷറിന്റെ 4s/r ഉണ്ട്. 4s/r. ഓക്കെ, ഇതാർക്കാ യൂസ് ചെയ്യുക ചോദിച്ചാൽ ഇത് ബബിൾസിനാ യൂസ് ചെയ്യുക. ബബിൾ അല്ല, ഡ്രോപ്പിന്റെ കേസിലാണ് എന്ത് ചെയ്യുക, 2s/r യൂസ് ചെയ്യുക. കൂടാതെ ബബിളിനും യൂസ് ചെയ്യും. എപ്പം ചോദിച്ചാൽ ബബിൾ ഇൻ ലിക്വിഡ്. ഒരു ലിക്വിഡിന്റെ ഉള്ളിലുള്ള ബബിളിനും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്നാൽ ഇത് യൂസ് ചെയ്യുക ഏതിനാണ്, ബബിൾ എയറിലാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4s/r എക്സസ് പ്രഷറിന് യൂസ് ചെയ്യാം. ഓർത്തു വെക്കുക, മറന്നു പോകരുത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്ക്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് എക്സസ് പ്രഷർ ഇൻസൈഡ് ആൻ എയർ ബബിൾ. ഒരു എയർ ബബിളിന്റെ ഉള്ളിൽ എക്സസ് പ്രഷർ യൂസ് ചെയ്യണം. റേഡിയസ് 1 mm ആണ്, ഫോംഡ് ജസ്റ്റ് ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. സോ ഫ്രീ സർഫസ് ഓഫ് വാട്ടറിന്റെ അടിയിലെ ബബിളില് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഉള്ളിലാ ബബിൾ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രഷറിന്റെ ഇക്വേഷൻ 2s/r, 4s/r അല്ല. ഓക്കെ, ബബിൾ ഇൻസൈഡ് ലിക്വിഡ് ആയതുകൊണ്ട് 2s/r യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ്. മക്കളെ, എസ് തന്നിട്ടുണ്ട് എത്ര, അപ്പൊ 2 into s എത്ര, 72 × 10⁻³ ആണ്. ബൈ റേഡിയസ് എത്ര, 1 mm. 1 mm 10⁻³ ആണ്. നേരെ കൊടുത്ത ആൻസർ ആയി. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഈ രണ്ട് സാധനം കട്ടായി പോകും. സോ ആൻസർ ഈസ് 2 × 72 എന്നുണ്ടാവും അല്ലെ. 2 × 72 ഈ വാല്യൂ വെച്ചാണെങ്കിൽ 2 × 72 ഉണ്ടാവും. എക്സസ് പ്രഷറിന്റെ വാല്യൂ നമുക്ക് കിട്ടി. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്ക്. ഫോർ എ ലിക്വിഡ് ഗ്യാസ് ഇന്റർഫേസ്, ഒരു ലിക്വിഡ് ഗ്യാസ് ഇന്റർഫേസിൽ ശ്രദ്ധിക്കാം, ഒരു ലിക്വിഡ് ഗ്യാസ് ഇന്റർഫേസിൽ ദ കോൺവെക്സ് സൈഡ് ഹാസ് ഹൈ പ്രഷർ ദാൻ ദ കോൺകേവ് സൈഡ്. ഓക്കെ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. ഒരു ഡ്രോപ്പിന്റെ ഉള്ളിലുള്ള എക്സസ് പ്രഷർ എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്യണം. മക്കളെ പഠിച്ചിട്ടുണ്ട്, രണ്ട് രീതിയിൽ വർക്ക് ഡൺ കണ്ടിട്ട് രണ്ട് വർക്കും എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, അവിടെ നിന്ന് എക്സസ് പ്രഷർ കിട്ടും. ഓക്കെ, ഡെറിവേഷനിലേക്ക് അപ്പൊ കടക്കുന്നില്ല, ബിക്കോസ് സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. സോ ആ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സസ് പ്രഷർ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. അത് ഡ്രോപ്പിന്റെ പഠിച്ചാൽ മതി. അതിന് രണ്ടോട് മൾട്ടിപ്ലൈ എന്ത് വരും, മീൻസ് ഡ്രോപ്പിന്റെ കേസിന്റെ ഡബിൾ ആയിരിക്കും എന്ത്, പിന്നെ ബബിളിന്റെ കേസ് ഉണ്ടാവുക. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക, സിമ്പിൾ ആയി നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഈസ് ബെറ്റർ, വാഷിംഗ് ഓഫ് ക്ലോത്ത് ഇൻ കൂൾ സോപ്പ് വാട്ടർ ഓർ വാം സോപ്പി വാട്ടർ? എടാ, നമ്മൾ വാഷ് ചെയ്യാം, പിന്നെ ക്ലോത്ത് തുണികളൊക്കെ അലക്കുന്നത് ഹോട്ട് സോപ്പി വാട്ടറിലാണോ നല്ലത്, അല്ലെങ്കിൽ കോൾഡ് ആണോ നല്ലത്? ഒരു സംശയവുമില്ല, ഹോട്ടാണ്, വാമാണ് അല്ലെ, ഹോട്ടാണ്. കാരണം ചൂടാവുന്ന സമയത്ത് വെള്ളത്തിന്റെ എന്ത് കുറയും, വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കുറയും. അപ്പോൾ ചൂടാവുന്ന സമയത്ത് വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കുറയും. സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് ഈസി ആയിട്ട് എല്ലാ സ്ഥലത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പരമാവധി നമുക്ക് എന്ത് ചെയ്യാം, ക്ലീനിങ് ആക്ഷൻ നടത്താൻ പറ്റും. ഓക്കെ അല്ലേ? സോ വാം വാട്ടറിലാണ് എന്ത് ക്ലീനിങ് എപ്പോഴും നല്ലത് കേട്ടോ. യെസ്, നെക്സ്റ്റ്, the flow of an ideal fluid in a pipe of a varying cross section is shown below. Okay, ഇതില് write Bernoulli's equation. Bernoulli equation ഇനി ഞാൻ പറയില്ല, നേരത്തെ പറഞ്ഞു. ഓക്കെ, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് എഫ്ലക്സ് യൂസിങ് Bernoulli പ്രിൻസിപ്പിൾ. അപ്പോൾ സ്പീഡ് ഓഫ് എഫ്ലക്സ് നമ്മോട് കാണാൻ പറഞ്ഞാൽ നമ്മൾ ടോറിസെല്ലിസ് തിയറം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും. ഇവിടെ അടിയിൽ ഒരു ഹോളൊക്കെ ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ ലിക്വിഡ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ചാടുന്ന കേസ് പഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ഇവിടുത്തെ വെലോസിറ്റി ആണ്. ആ വെലോസിറ്റി നിങ്ങൾക്ക് കിട്ടും √2gh എന്ന് കിട്ടും. ക്ലിയർ? ആ ഇക്വേഷനിലേക്ക് നിങ്ങൾ എത്തിക്കാം. അപ്പോൾ
വെലോസിറ്റി ഓഫ് എഫ്ലക്സ് അല്ലെങ്കിൽ ടോറിസെല്ലീസ് തിയറം എന്ന് പറഞ്ഞാൽ ഈ റിലേഷനിലേക്ക് എത്തണം. ഈ സെക്ഷനിലും ബെർണോളി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്യാണ് വേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. Now listen, next അടുത്തത് സ്റ്റേറ്റ് ടോറിസെല്ലീസ് ലോ. ടോറിസെല്ലീസ് ലോ എന്താണ്? The velocity of efflux, the velocity of efflux is, okay, velocity of efflux is same as the velocity of a freely falling body through the same height. ഈ സെയിം ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി ഫ്രീ ഫോൾ ചെയ്താൽ ആ ബോഡി ഇവിടെ എത്തുമ്പോൾ എത്ര വെലോസിറ്റി ഉണ്ടാവോ ആ വെലോസിറ്റി തന്നെയായിരിക്കും എന്ത്, വെലോസിറ്റി ഓഫ് എഫ്ലക്സിന് ഉണ്ടാവുക. അതാണ് മക്കളെ എന്ത്, ടോറിസെല്ലീസ് തിയറം. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? യെസ്. ഓക്കെ, അപ്പൊ ഇതാണ് ടോറിസെല്ലീസ് തിയറം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ മക്കളെ? വേഗം പറഞ്ഞേ, വേഗം കമന്റ് ചെയ്തേ. യെസ് ഓർ നോ? കമന്റ്. വേഗം സ്പീഡിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ടോ? ഓരോ ടോപ്പിക്കിലും എൻ്റെ കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ്. നിങ്ങൾ എക്സാം എഴുതാൻ ഓക്കെ ആണ്. നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടിയിരിക്കും, ഒരു സംശയവുമില്ല. ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ടൈം റിവിഷൻ ആണ്. ഈ റിവിഷനിൽ നിങ്ങൾക്ക് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 0.5% പോലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ നല്ല മാർക്കുമായിട്ട് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങും, സംശയമില്ല കാര്യത്തിൽ. റെഡി? ഓക്കെ അല്ലേ? യെസ് വെരി ഗുഡ്. എല്ലാവരും ഓൾമോസ്റ്റ് ഓൾ സ്റ്റുഡൻസ് ഇതാ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. അതാണ് വേണ്ടത് കേട്ടോ. ഗ്രേറ്റ്. യെസ്. സോ വി ക്യാൻ മൂവ് ഓൺ ടു തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ടെമ്പറേച്ചർ സ്കെയിലിനെ കുറിച്ച് ധാരണ വേണം. ഒന്ന്, ഓക്കെ, ടെമ്പറേച്ചർ സ്കെയിലിനെ കുറിച്ച് നമുക്ക് എന്ത് വേണ്ടത്, ധാരണ വേണ്ടത്. പിന്നെ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, ഓക്കെ, പിന്നെ തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ഇത്രയും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിന്റെ കേസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ വേണം. ക്ലിയർ മക്കളെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ചാപ്റ്ററിൽ വൃത്തിയായിട്ട് നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും. എവറിബഡി ക്ലിയർ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഓക്കെ, എല്ലാരും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? തുടങ്ങല്ലേ? റെഡിയാണ്? തുടങ്ങാണ്. റെഡി? തുടങ്ങാം. യെസ്. ഓക്കെ. Now listen. അപ്പൊ നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ഹീറ്റ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓർത്ത് വെക്കുക, അതായത് എപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ ഒക്യൂർ ചെയ്യുക എവിടുന്ന മക്കളെ? ഹൈ ടെമ്പറേച്ചറിന് ലോ ടെമ്പറേച്ചറിലാണ്. അപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ശരിക്കും എന്തിന്റെ കാരണം? ഹീറ്റ് ട്രാൻസ്ഫറിന്റെ കാരണം. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാനുള്ള റീസൺ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെന്നുള്ള ഓർത്ത് വെക്കുക. അത് കണ്ടക്ഷൻ എന്ന മോഡിലാണെങ്കിലും കൺവെക്ഷൻ എന്ന മോഡിലാണെങ്കിലും റേഡിയേഷൻ എന്ന മോഡിലാണെങ്കിലും ഏത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണെങ്കിലും മക്കൾ ഓർത്ത് വെക്കുക, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. റൈറ്റ്? നൗ വാട്ട് ആർ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ? നമ്മൾ പറഞ്ഞു കണ്ടക്ഷൻ ഉണ്ട്, കൺവെക്ഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. 3 മോഡ്സ് ഉണ്ട് അല്ലെ? എക്സ്പ്ലെയിൻ ഹൗ സീ ബ്രീസ് ഒക്കേഴ്സ്. മക്കളെ, ശരിക്കും സീ ബ്രീസിന്റെ കാരണമായാലും ലാൻഡ് ബ്രീസിന്റെ കാരണമായാലും അതൊക്കെ കൺവെക്ഷൻ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. എന്താണ്? കൺവെക്ഷൻ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ശരിക്കും എന്തിനു കാരണം? സീ ബ്രീസിനും ലാൻഡ് ബ്രീസിനും ഒക്കെ കാരണം. അപ്പൊ സീ ബ്രീസ് നമുക്ക് നോക്കാം. ഓക്കെ, സീ ബ്രീസ് ഏത് സമയത്താണ് ഉണ്ടാവുക? ആർക്കെ പറയാൻ പറ്റുമോ? സീ ബ്രീസ് മോർണിംഗ് ആണോ അല്ലെങ്കിൽ നൈറ്റ് ടൈം ആണോ? വേഗം പറഞ്ഞേ. കടൽക്കാറ്റ് എന്ന് പറയും സീ ബ്രീസ്. സീ ബ്രീസ് എപ്പോഴാണ് ഉണ്ടാവുക? പറ. മോർണിംഗ് ടൈമിലോ അല്ലെങ്കിൽ ഈ നൈറ്റ് ടൈമിലോ? നോക്കട്ടെ. യെസ്, വെരി ഗുഡ്. MRYM പറഞ്ഞു ഡേ ടൈമിലാണ്. ഗുഡ്. നൗ ലിസൺ. ശ്രദ്ധിക്കുക. അപ്പൊ ഡേ ടൈമിലാണ് എന്തൊക്യൂർ ചെയ്യുക? സീ ബ്രീസ് ഒക്യൂർ ചെയ്യുക. ക്ലിയർ? എങ്ങനെ നമുക്ക് നോക്കാം. ലിസൺ. ഇത് സീ ആണ്, ഇത് ലാൻഡ് ആണ്. ഓക്കെ, ഇവിടെ എന്താണ്? സീ ആണ്. സീ. അപ്പോ എന്താ സംഭവിക്കുക?
മോർണിംഗ് ടൈം ആവണ സമയത്ത് മോർണിംഗ് ടൈമിൽ സൺ ഉണ്ടാവും അല്ലെ? യെസ്, സൺ ഉണ്ടാവും. ഈ മോർണിംഗ് ടൈമിൽ ലിസൺ, നമ്മൾ ലാൻഡും സീയും കമ്പയർ ചെയ്യുമ്പോൾ ലാൻഡിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താ മക്കളെ? കുറവാണ്. അതുകൊണ്ട് ലാൻഡിന്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. ലാൻഡ് ടെമ്പറേച്ചർ എന്താവും? പെട്ടെന്ന് ഇൻക്രീസ് ആവും. ലാൻഡ് ടെമ്പറേച്ചർ പെട്ടെന്ന് ഇൻക്രീസ് ആകുമ്പോൾ ഈ ലാൻഡിന്റെ മുകളിലുള്ള എയർ ഒക്കെ എന്താവും? ഹോട്ട് എയർ ആവും. ഹോട്ട് എയർ ആയിട്ട് ഈ ഹോട്ട് എയർ കംപ്ലീറ്റ് ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഈ ഹോട്ട് എയർ മുകളിലേക്ക് എന്ത് ചെയ്യും? പൊങ്ങും. ഹോട്ട് എയർ മുകളിലേക്ക് പൊങ്ങുന്ന സമയത്ത് സീന്റെ മുകളിലുള്ള എയർ മക്കളെ, ഇവിടെ ഈ ഹോട്ട് എയർ മുകളിലേക്ക് പൊങ്ങുമ്പോൾ ഇവിടെ വാക്വം ആകും. ഇവിടെ പ്രഷർ എന്ത് ചെയ്യും? കുറയും. പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ പ്രഷർ അത്യാവശ്യം ഉണ്ട്. നോർമൽ അറ്റ്മോസ്ഫിയർ മീൻസ് 180 പ്രഷർ ഉണ്ട്. അവിടെ 180 പ്രഷർ കുറയും. അപ്പൊ അവിടെ പ്രഷർ കുറയുന്ന സമയത്ത് സീന്റെ മുകളിൽ നിന്ന് എയർ എന്ത് ചെയ്യും? പ്രഷർ കുറവുള്ള ലാൻഡിലേക്ക് എന്ത് ചെയ്യും? വീശും. ദിസ് വിൻഡ് ഈസ് നോൺ ആസ് സീ ബ്രീസ്. എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് സീ ബ്രീസ്. അപ്പൊ സീ ബ്രീസിന്റെ റീസൺ എന്താ മക്കളെ? ഇവിടുന്ന് ഹീറ്റ് മീൻസ് ടെമ്പറേച്ചർ കൂടിയ ഈ ഒരു എയർ എന്ത് ചെയ്യാണ്? മുകളിലേക്ക് പൊങ്ങുന്നതാണ് അതിന്റെ കാരണം. അപ്പൊ ശരിക്കും ഇത് എന്ത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറാ? കൺവെക്ഷൻ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറാ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യെസ് ഓർ നോ? ഓക്കെ. അപ്പൊ സീ ബ്രീസിൽ മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട ആദ്യത്തെ പോയിന്റ്, ലാൻഡിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവും വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലുമാണ്. അതുകൊണ്ട് ലാൻഡിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ലാൻഡിന്റെ ടെമ്പറേച്ചർ സഡൻ ആയി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ലാൻഡിന്റെ മുകളിലെ എയർ ഒക്കെ എന്താവും? ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ലാൻഡിന്റെ മുകളിലത്തെ എയറിന്റെ എന്ത് കുറയും? ഡെൻസിറ്റി കുറയും. അങ്ങനെ ഡെൻസിറ്റി കുറയുമ്പോൾ ഈ എയർ എന്ത് ചെയ്യും? മുകളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഹോട്ട് എയർ മുകളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രഷർ അറ്റ് ദ ലാൻഡ് സൈഡ് എന്ത് ചെയ്യും? കുറയും. അറ്റ്മോസ്ഫിയർ പ്രഷർ അറ്റ് ലാൻഡ് സൈഡ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ എയർ ഫ്രം above the sea, ഓക്കെ അല്ലേ, എന്ത് ചെയ്യും? റഷസ് ടു ദ ലാൻഡ്. അപ്പൊ ലാൻഡിലേക്ക് എന്ത് വീശും? എയർ എവിടുന്ന് റഷ് ചെയ്യും? സീന്ന് റഷ് ചെയ്യും. സീന്റെ മുകളിൽ നിന്ന് റഷ് ചെയ്യും. ഈ ഒരു കാര്യം മക്കള് സിമ്പിൾ ആയിട്ട് വേർഡ്സിൽ അങ്ങ് എഴുതിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തായി? സീ ബ്രീസിന്റെ കാര്യമായി. ഇനി ഇതേപോലെ ലാൻഡ് ബ്രീസ് ചോദിക്കുകയാണെങ്കിൽ മക്കൾ എന്താ പറയേണ്ടത്? സീ ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്? ലാൻഡ് ഉണ്ട്. നൈറ്റ് ആവണ സമയത്ത് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും മക്കളതാ? ഇവിടുത്തെ എയറിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യടാ? ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടുതലും. ഇവിടുത്തെ എന്തുമായിരിക്കും? കുറവുമായിരിക്കും. കാരണം ഈവനിങ് ആവുമ്പോഴേക്കും സീ നന്നായി ചൂടായി ഉണ്ടാവും, പക്ഷെ ലാൻഡും ചൂടായിട്ടുണ്ടാവും. പക്ഷെ ഈവനിങ് ആകുമ്പോൾ സണ്ണ് പോയി തന്നെ അറ്റ്മോസ്ഫിയർ കൂളാവും. അറ്റ്മോസ്ഫിയർ കൂളാകുമ്പോൾ വേഗം ചൂടായ ആൾ വേഗം തണുക്കുകയും ചെയ്യും. അപ്പൊ ഈ ലാൻഡ് വേഗം ചൂടായതല്ലേ, അതുകൊണ്ട് ലാൻഡ് വേഗം എന്ത് ചെയ്യും? തണുക്കും. കാരണം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവായതുകൊണ്ട്. അപ്പൊ ഇത് വേഗം എന്ത് ചെയ്യും? കൂളാവും. സോ ടെമ്പറേച്ചർ നൈറ്റ് ടൈമിൽ എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷെ വാട്ടർ പതുക്കെ എന്ത് ചെയ്യുള്ളൂ? തണുക്കുള്ളൂ. അതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പൊ ഈ എയർ എന്ത് ചെയ്യും? ഹോട്ട് എയർ മുകളിലേക്ക് എന്ത് ചെയ്യും? ലിഫ്റ്റ് ആവും. സോ ഇവിടെ പ്രഷർ കുറയും. ഇവിടെ പ്രഷർ കുറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? എയർ എന്ത് ചെയ്യും? എയർ കറന്റ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് വിൻഡ്. എന്ത്? ലാൻഡ് ബ്രീസ് ഉണ്ടാവും. റെഡി? ഈ ഒരു സംഭവം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലാൻഡ് ബ്രീസുമായി സീ ബ്രീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നൗ ലിസൺ, അടുത്ത ക്വസ്റ്റ്യൻ. എന്താ അടുത്തത്? Temperature of a normal human body is 98.6 degree Fahrenheit. What is the corresponding temperature in the Celsius scale? Listen മക്കളെ, അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. C-0/100 is equal to F-32/180 is equal to K-273/100. ഈ ഇക്വേഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ടെമ്പറേച്ചർ കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷനാ. ഇതിൽ നിങ്ങോട്ട് പറഞ്ഞത് ഫാരൻഹീറ്റ് സെൽഷ്യസിൽ കൺവേർട്ട് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ രണ്ട് സാധനം എടുക്കുക, ഫാരൻഹീറ്റും സെൽഷ്യസിന്റെ കൊടുക്കുക. അപ്പൊ C/100 എന്ന് കൊടുത്താൽ മതി ഇസ് ഈക്വൽ ടു F-32/180 എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്, എന്ത് കാണണം? അതിന്റെ കറസ്പോണ്ടിങ് സെൽഷ്യസ് സ്കെയിലത്തെ കാണണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വാല്യൂ എഫിന് എന്ത് കൊടുക്കുക? 98.6 എന്ന് കൊടുക്കുക. എന്നിട്ട് സോൾവ് ചെയ്യുക. എന്നിട്ട് എന്ത് ഫൈൻഡ് ചെയ്യുക? C ഫൈൻഡ് ചെയ്യുക. ആൻസർ ആയി. അപ്പൊ ഇവിടുന്ന് എന്ത് കൺവേർഷൻ ചോദിച്ചാലും ഈ ഇക്വേഷൻ മനസ്സിൽ വെക്കുക. ഈ ഇക്വേഷൻ മനസ്സിലുണ്ടെങ്കിൽ ഈസിയാണ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ്, അപ്പൊ ഈ രീതിയിലേക്ക് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ സോൾവ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയി. നെക്സ്റ്റ്, ഡിഫൈൻ ലേറ്റന്റ് ഹീറ്റ്. മക്കൾ ശ്രദ്ധിക്കും, ലേറ്റന്റ് ഹീറ്റ് രണ്ടെണ്ണം ഉണ്ട്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ഉണ്ട്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും ഉണ്ട്. അവർ കൃത്യമായി പറയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനോ വേപ്പറൈസേഷനോ പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താ ലേറ്റന്റ് ഹീറ്റ്? മക്കൾ ശ്രദ്ധിക്കും, അതായത് 1 കിലോഗ്രാം സോളിഡ് സബ്സ്റ്റൻസ്
1 കിലോഗ്രാം സോളിഡ് സബ്സ്റ്റൻസ് മെൽറ്റിംഗ് പോയിന്റിലായിരിക്കുമ്പോൾ അതിലേക്ക് എത്ര ഹീറ്റ് കൊടുത്താലാണ് ഇവൻ എന്താവുക കംപ്ലീറ്റ് ആയിട്ട് എന്തായി മാറുക ലിക്വിഡായി മാറുക നോക്കാം. അപ്പോൾ 1 കിലോഗ്രാം സോളിഡ് സബ്സ്റ്റൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് ആക്കി മാറ്റാൻ നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കണം? ഏത് ടെമ്പറേച്ചറിൽ വെച്ചിട്ട്? മെൽറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ട്. അപ്പോൾ 1 കിലോഗ്രാം സോളിഡ് സബ്സ്റ്റൻസിനെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ട് എത്ര ഹീറ്റ് കൊടുത്താലാണ് ഇയാൾ കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറുക? ലിക്വിഡ് ആയിട്ട് മാറുക. ആ ഹീറ്റിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം. So what is latent heat? നമുക്ക് എന്ത് പറയാം? Latent heat നമുക്ക് എങ്ങനെ പറയാം? It is the amount of heat energy required to convert 1 kilogram of solid substance in its melting point completely into liquid without change in its temperature എന്ന് പറഞ്ഞാൽ എന്തായി? പെർഫെക്റ്റ് ഡെഫിനിഷൻ ആയി. പഠിക്കണം, നിർബന്ധമാണ്. ഓക്കെ അല്ലേ? സോ latent heat of vaporization ഉണ്ട്. എന്താ latent heat of vaporization എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ലിക്വിഡ് സബ്സ്റ്റൻസ് അതിന്റെ ബോയിലിംഗ് പോയിന്റിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്താക്കി മാറ്റാൻ? ഗ്യാസ് ആക്കി മാറ്റാൻ ആവശ്യമായ ഹീറ്റിന്റെ അളവാണ് എന്ത്? latent heat of vaporization. So it is the amount of heat energy required to convert 1 kilogram of liquid substance in its boiling point without change in its temperature completely into gas is known as latent heat of vaporization എന്ന് പറയാം. അപ്പോൾ അത് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായി ഡിഫൈൻ ചെയ്തു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, why a brass tumbler feels much colder than a wooden tray on a chilly day? എടാ, തണുപ്പുള്ള ഒരു ദിവസം അല്ലെ, ചില്ലി ഡേയിൽ നമ്മൾ ഒരു വുഡൻ എന്ത് നോക്കുക? ടെംബ്ലർ നോക്കുക. അതുപോലെ കോപ്പറിന്റെ ഒരു എന്ത് നോക്കുക, അല്ലെങ്കിൽ ബ്രാസിന്റെ എന്ത് നോക്കുക? ഒരു ടെംബ്ലർ നോക്കുക. ആ രണ്ട് സാധനം എടുത്ത് നോക്കുന്ന സമയത്ത് കൂടുതൽ തണുപ്പാർക്കാണ്ടാവുക ബ്രാസിന്. എന്താ കാരണം മക്കളെ? കാരണം ഒന്നുമില്ല, ഒറ്റ ആൻസർ. ബ്രാസിനാണ് തെർമൽ കണ്ടക്ടിവിറ്റി കുറവ്. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന ടേം മീൻസ് വാല്യൂ കുറവുള്ള ബ്രാസിനും കൂടുതൽ ആർക്കാണ്? നമ്മളുടെ വുഡിനുമാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കൂല. വുഡില് ഹീറ്റ് കണ്ടക്ഷൻ മോഡിൽ ഹീറ്റ് ട്രാൻസ്ഫർ വേഗം നടക്കുക ആർക്കാ? തെർമൽ കണ്ടക്ടിവിറ്റി കുറവുള്ള ആൾക്ക് വേഗം ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു ബ്രാസ് ടംബ്ലറിന്റെ കേസിൽ മക്കളെ അവിടെ ഈ അറ്റ്മോസ്ഫിയർ തണുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു ടംബ്ലറും എന്ത് ചെയ്യും? തണുക്കും. എന്നാൽ വുഡൻ ട്രേ എന്ത് ചെയ്യൂല? പെട്ടെന്ന് എന്ത് ചെയ്യൂല? തണുക്കൂല. ബിക്കോസ് അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്? കൂടുതലാ. ആരെ? വുഡൻ ട്രേന്റെ. അപ്പൊ നിങ്ങൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന ടേം വെച്ചാണ് നിങ്ങൾ ആൻസർ കൃത്യമായിട്ട് പറയേണ്ടത്. ഓക്കെ അല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ തെർമൽ കണ്ടക്ടിവിറ്റി ടേം വെച്ച് നിങ്ങൾ പറയണം. തെർമൽ കണ്ടക്ടിവിറ്റി ആർക്ക് കൂടുതലാണ്? നമ്മുടെ വുഡൻ ട്രേക്ക്. വുഡിന് കൂടുതലാണ്, ബ്രാസിന് എന്താ? കുറവാണ്. അതുകൊണ്ട് ചില്ലി ഡേയ്സിൽ ബ്രാസ് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ? നല്ല തണുപ്പുണ്ടാവും. മറ്റെന്താ? അത്ര തണുപ്പ് ഉണ്ടാവില്ല. സാവധാനേ തണുക്കുള്ളൂ. ഇത് പെട്ടെന്ന് തണുക്കും. ബിക്കോസ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രാസ് ഈസ് വെരി ലോ. ഓക്കെ, യെസ്. നെക്സ്റ്റ്, എ ബോഡി കൂൾസ് ഫ്രം. മക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രധാനപ്പെട്ട എന്താ? എ ബോഡി കൂൾസ് ഫ്രം 80 ഡിഗ്രി ടു 50 ഡിഗ്രി ഇൻ 5 മിനിറ്റ്സ്. മക്കൾ നോക്ക്, ഒരു ബോഡി 80 ഡിഗ്രി എന്ന് 50 ഡിഗ്രിയിലേക്ക് കൂളാവുന്നു. എത്ര സമയം കൊണ്ട്? 5 മിനിറ്റ് കൊണ്ട്. ഇങ്ങനെ എഴുതി വെക്കുക. ഈ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, നോക്കിക്കോ. കാൽക്കുലേറ്റ് ദ ടൈം ഇറ്റ് ടേക്കൺ ടു കൂൾ ഫ്രം 60 to 30 ഡിഗ്രി. അപ്പൊ 60 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രിയിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ചില കുട്ടികൾ ഇങ്ങനെ വിചാരിക്കും, എന്ത്? 80 നിന്ന് 50ലേക്ക് എത്താൻ 5 അല്ലേ, അപ്പൊ 60 നിന്ന് 30ലേക്ക് എത്താനും 5 അല്ലേ എന്ന് വിചാരിക്കും. അത് തെറ്റാണ്, 5 അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടൈം എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം? ഇത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഒരു സാധനം 80 നിന്ന് 50ലേക്ക് എത്താൻ 5 മിനിറ്റ് എടുത്താൽ 60 നിന്ന് 30ലേക്ക് എത്താൻ എത്ര സമയം എടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതൊരു ഇക്വേഷൻ മക്കളെ, ഇതൊന്ന് പഠിച്ചോ. dt/dt is proportional to T2 minus T1. ഈ റിലേഷൻ പഠിച്ചു നോക്കുക. ഇത് വെച്ച് നമ്മൾ സോൾവ് ചെയ്യാം. ഈ dt എന്ന് പറഞ്ഞാൽ എന്താ? dt എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുന്നു. ഫസ്റ്റ് കേസിൽ ടെമ്പറേച്ചർ ചേഞ്ച് എത്ര? 30 ഡിഗ്രി അല്ലേ? ബൈ ഈ dt പറഞ്ഞ ടൈം ടേക്കൺ എത്ര സമയം എടുത്തു? 5 മിനിറ്റ്. സോ ഞാൻ 5 മിനിറ്റ് എന്ന് കൊടുത്തു. 5 മിനിറ്റ്. ഓക്കെ, ഈസ് പ്രപ്പോർഷണൽ ടു എഴുതി. ഇനി അടുത്ത് എന്താ? T2 minus T1. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ല. T2 minus T1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആവറേജ് ടെമ്പറേച്ചറാണ്.
അതായത് 80 പ്ലസ് 50 എത്ര ഉണ്ടാവും? 130. അതിന്റെ പകുതി. അപ്പൊ 80 പ്ലസ് 50 by 2 ആണ് എന്ത്? T2 എന്ന് പറഞ്ഞ ടേം. ഇതിന്റെ ആവറേജ് ടെമ്പറേച്ചറാണ്. അത് എത്ര മക്കളെ ഉണ്ടാവുക? 130/2 എന്ന് പറഞ്ഞാൽ 65 ഉണ്ടാകും. സോ അതാണ് T2. സോ 65 കൊടുത്തു T2ക്ക് മൈനസ് T1 എന്ന് പറഞ്ഞാൽ എന്താ? സറൗണ്ടിങ്സ് ടെമ്പറേച്ചറാ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? സറൗണ്ടിങ്സ് 20 ആണ്. അപ്പൊ 20 എന്ന് കൊടുക്കുന്നു. റെഡി? അതൊന്ന് വൃത്തിയാക്കി എഴുതുമ്പോൾ 30/5 അങ്ങനെ തന്നെ നിന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഈസ് പ്രപ്പോർഷണൽ ടു 65 20 പോയാൽ 45. പുട്ട് ദിസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത കാര്യം, ഇനി നമുക്ക് ഇതിലേക്കും അതന്നെ അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് എത്ര? 30 തന്നെയാണ്. ടൈം ടേക്കൺ അറിയില്ല, T ആണ്. പ്രപ്പോർഷണൽ ടു. ഇനി ഇതിന്റെ ആവറേജ് വാല്യൂ 60 90 45 ഉണ്ടാവും. 45 മൈനസ് 20 ഉണ്ടാകും. ക്ലിയർ അല്ലേ? യെസ്. സോ ഇത് നമ്മളൊന്ന് വാല്യൂ ആക്കി എഴുതുമ്പോൾ എത്ര ഉണ്ടാവും? 30/T ഈസ് പ്രപ്പോർഷണൽ ടു 25 എന്നുണ്ടാവും ആൻസർ. Put this equation number 2. നമ്മൾ ചെയ്യേണ്ടത് 1/2 ചെയ്യാം. 1ഉം 2ഉം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രപ്പോർഷണാലിറ്റി എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. സോ മക്കൾ എന്താ വരിക? പറ 30/5/30/T is equal to ഇവിടെ 45/25 എന്നുണ്ടാകും. 30 ക്യാൻസൽ, T മുകളിൽ കയറും, 5 താഴെ. സോ T/5 is equal to 45/25. 45-ൽ എത്ര 5 ഉണ്ട്? 9. 25-ൽ എത്ര 5 ഉണ്ട്? 5. So the answer is time taken is equal to 9/5 into 5. So the answer is 9 minutes. അപ്പൊ എത്ര മിനിറ്റ്സാ മക്കളെ എടുക്കുക? പറ. 9 മിനിറ്റ് എടുക്കും അല്ലെ? ഫസ്റ്റ് കേസിൽ എത്ര എടുത്തു? 5 മിനിറ്റ് എടുത്തു. എന്നാൽ ഇവിടെ എത്ര എടുക്കും? 9 മിനിറ്റ് ടൈം എടുക്കുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മക്കൾക്ക് എല്ലാവർക്കും ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത രീതി എല്ലാവർക്കും ഓക്കെ ആണോ? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഓക്കെ ആണോ? വേഗം നോക്കി, വേഗം പറഞ്ഞേ. ഓക്കെ, യെസ്, ഗുഡ്. ബ്രാസിനല്ലേ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതൽ? യെസ്. ഞാൻ എന്താ പറഞ്ഞിരുന്നത്? ബ്രാസിനാണ്. ഞാൻ എന്താ പറഞ്ഞ മക്കളെ? ഞാൻ ബ്രാസിന് കുറവ് എന്നാണോ പറഞ്ഞത്? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രാസ് കുറവ് എന്നാണോ മക്കളെ പറഞ്ഞത്? ഞാൻ പറഞ്ഞേ MRY ഞാൻ എന്താ പറഞ്ഞിരുന്നത്? ബ്രാസിന് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതൽ എന്നാണോ കുറവെന്നാണോ പറഞ്ഞത്? വേം പറ. മീൻസ് ബ്രാസിന് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതൽ എന്നാണോ പറഞ്ഞത്, കുറവെന്നാണോ പറഞ്ഞത്? ശരിക്കും തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ് ആർക്ക്? ബ്രാസിന്. വുഡിന് എന്താണ്? കുറവ് കേട്ടോ. ഞാൻ പറഞ്ഞത് തിരിച്ചാണോ മക്കളെ? ശരിക്കും ബ്രാസിന് കൂടുതലും വുഡിന് കുറവുമാണ്. തിരിച്ചായിരുന്നോ പറഞ്ഞത്? ഓക്കെ. അതാണ് സോറി കേട്ടോ. ബ്രാസിന് കൂടുതലും വുഡിന് എന്തുവാണ്? കുറവുമാണ്. ഓക്കെ. സോ ബ്രാസിന് തെർമൽ കണ്ടക്ടിവിറ്റി K വാല്യൂ കൂടുതലായതുകൊണ്ട് വേഗം ചെയ്യും, ഫാസ്റ്റ് ആയി ഹീറ്റ് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഇതിന് കുറവായതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിരിക്കും? കുറവായിരിക്കും കേട്ടോ. യെസ്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞോടത്ത് വ്യത്യാസം വന്നു പോയായിരിക്കും. ഓക്കെ. യെസ്. താങ്ക് യു MRYM. ഓർമ്മിച്ചു കേട്ടോ. ഞാൻ അങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേ മാറിപ്പോയതായിരിക്കും. ഓക്കെ, താങ്ക് യു. യെസ്. ഇനി നോക്ക്. ലിസൺ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ അല്ലടാ? ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണോ? വേഗം പറഞ്ഞേ. റെഡി ആണോ? സെറ്റ് ആണോ? ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇത് ഈ ഒരു സംഭവം എന്തായാലും പഠിച്ചു വെക്കണം. ബിക്കോസ് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആയിട്ട് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വളരെയധികം ചാൻസ് ഉണ്ട്. റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ് മക്കളെ. നോക്കണം അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്ക്. വാട്ട് ഈസ് നെക്സ്റ്റ്? പറ. വിച്ച് among the following possesses the highest specific heat capacity? മക്കളെ ഒരു സംശയം വേണ്ട. ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആർക്കാണ്? വാട്ടറിനാ. ചില ആൾക്കാർ വിചാരിക്കും മെറ്റൽസിനാന്ന് വിചാരിക്കും. അത് തെറ്റാ. ഓക്കെ, അത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ എന്താ?
1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് ആണ് എന്ത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ് ആർക്ക് വാട്ടറിന്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ പിന്നെ ഇതില്ല എന്താ പറയുക റേഡിയേറ്ററിലൊക്കെ നമ്മൾ വെള്ളമാണ് യൂസ് ചെയ്യുക, എഞ്ചിൻ തണുപ്പിക്കാൻ യൂസ് ചെയ്യുക, വെള്ളം യൂസ് ചെയ്യുക. അതിന്റെ ഒക്കെ റീസൺ എന്താ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ കൂടുതലായതാ. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ആണ് എന്ത് മക്കളെ ഏറ്റവും കൂടുതൽ കേട്ടോ, സംശയിക്കല്ല. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. വാട്ട് ഈസ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാ ഒരു സബ്സ്റ്റൻസ് സോളിഡ് ഫോമിന്ന് നേരിട്ട് ഗ്യാസ് ഫോമിലേക്ക് മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. നമ്മൾ ഈ അഗർബത്തീസ് ഒക്കെ അല്ലേ, ഓക്കെ, ക്യാംഫർ അല്ലെ, അതൊക്കെ ശരിക്കും എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? സബ്ലിമേഷൻ നടക്കുന്ന സബ്സ്റ്റൻസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ അല്ലേ? സോ എ സബ്സ്റ്റൻസ് വിച്ച് കൺവേർട്സ് ഫ്രം സോളിഡ് ടു ഗ്യാസ് ഈസ് നോൺ ആസ് എന്താണ് സബ്ലിമേഷൻ. അപ്പൊ സബ്ലിമേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കാം. റൈറ്റ്? യെസ്. അപ്പൊ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, draw a graph showing the variation of volume of a given mass of water with temperature from 0 degree Celsius. മക്കൾ ശ്രദ്ധിക്കുക, അത് പിന്നെ വോളിയത്തിന്റെ മാത്രമല്ല ഡെൻസിറ്റിന്റെ കാര്യം കൂടി നമ്മൾ നോക്കണം. ഓക്കെ, സോ ലിസൺ. വോളിയത്തിന്റെ കേസ് ആണെങ്കിൽ നോക്കിക്കേ, വോളിയം 0. വാട്ടറിന്റെ കേസ് ആണെങ്കിൽ വാട്ടറിന്റെ കേസ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്നുണ്ട്. അപ്പൊ നിങ്ങൾ വോളിയം ഓഫ് വാട്ടറിന്റെ കേസിൽ ആദ്യം വോളിയം കുറഞ്ഞു പിന്നെ കൂടുകയാണ് ചെയ്യുക. അത് 4 ഡിഗ്രി സെൽഷ്യസ് വരെ വോളിയം എന്ത് ചെയ്യും മക്കളെ? കുറയും. പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യും? കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ വാട്ടറിന്റെ കേസിൽ 0 ഡിഗ്രി എന്ന് 4 ഡിഗ്രി വരെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വാട്ടറിന്റെ വോളിയം കുറയാണ് ചെയ്യുക, കൂടല്ല ചെയ്യുക. പക്ഷെ ഏതൊരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലും ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം എന്താ ചെയ്യല്? കൂടുക ചെയ്യല്. എന്നാൽ വാട്ടറിന്റെ കേസിൽ 0 മുതൽ 4 വരെ വാട്ടറിന്റെ വോളിയം എന്ത് ചെയ്യൂല? കൂടൂല, കുറയാ ചെയ്യാം. ഓക്കെ അല്ലേ? അത് ദൈവം കണ്ടറിഞ്ഞ് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ശരിക്കും മറൈൻ ലൈഫുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. തണുപ്പുള്ള രാജ്യങ്ങളിലെ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെ എന്താണ്? ഈ ഒരു അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അപ്പം മക്കളെ 0 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ 0 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വോളിയം ഓഫ് എന്താണ് വാട്ടർ ഡിക്രീസ് ചെയ്യും. പിന്നെ അങ്ങോട്ട് സാധാ എല്ലാ സബ്സ്റ്റൻസിന്റെയും മാതിരി എന്ത് ചെയ്യും? വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ഡെൻസിറ്റി ഗ്രാഫ് വരക്കുകയാണെങ്കിലോ മക്കളെ നോക്ക്, കറസ്പോണ്ടിങ് ഡെൻസിറ്റി ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഇവിടെ ഡെൻസിറ്റി കൊടുക്കുന്നു, ഇവിടെ എന്ത് കൊടുക്കുന്നു? ടെമ്പറേച്ചർ കൊടുക്കുന്നു. ഇവിടെ 4 ഡിഗ്രി ആണെങ്കിൽ മക്കളെ ശ്രദ്ധിക്ക്, 4 ഡിഗ്രി വരെ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ത് ചെയ്യും? കൂടും, പിന്നെ എന്ത് ചെയ്യും? കുറയും. ഈ ഗ്രാഫും ഓർത്തു വെക്കുക. അപ്പൊ 4 ഡിഗ്രി വരെ ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. ലിസൺ, 4 ഡിഗ്രി വരെ കൂടിയിട്ട് പിന്നെ എന്ത് ചെയ്യും? പിന്നെ കുറയാ ചെയ്യേണ്ടത് കേട്ടോ. സോ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോ ഡെൻസിറ്റി ടെമ്പറേച്ചർ ഗ്രാഫ് ഓഫ് വാട്ടർ ഇതാണ്, വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് എന്താണ്? അതാണ്. രണ്ടും ഒന്ന് ഓർത്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത്, write the equation for the coefficient of linear expansion. Coefficient of linear expansion ന്റെ ഇക്വേഷൻ ഏതാ? ആൽഫ എൽ. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. എന്താ മക്കളെ? ഡെൽറ്റ എൽ ബൈ എൽ 0 ഡെൽറ്റ ടി ആണ് എന്ത്? ആൽഫ എല്ലിന്റെ ഇക്വേഷൻ. സോ ഇതാണ് എന്ത്? ഇക്വേഷൻ ഫോർ coefficient of linear expansion or linear expansivity. Next, show that the coefficient of volume expansion is thrice its coefficient of linear expansion. അറിയില്ലേ നമ്മള് Vt is equal to V0 into 1 plus alpha V delta T എന്ന ഇക്വേഷൻ എഴുതിയായിട്ട് അവിടെ നിന്നാണല്ലോ നമ്മൾ മൂവ് ചെയ്തിരുന്നത്. അതിൽ V0 പറഞ്ഞാൽ L0 ക്യൂബ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി പോയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ആൽഫ V is equal to എന്താണ്? 3 ആൽഫ L എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും അല്ലെ? ഈ ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? അല്ലെങ്കിൽ VT നമുക്ക് ഇങ്ങനെ എഴുതാം. ലിസൺ, VT is equal to LT ക്യൂബ് എന്ന് പറഞ്ഞിട്ട് LT ക്യൂബിനെ മാറ്റിയാലും മതി. എന്താ? LT ക്യൂബ് is equal to L0 into 1 plus alpha L delta T ഹോൾ ക്യൂബ് എന്ന് എഴുതും. ശരിയല്ലേ? എന്നിട്ട് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യും, ഇതിനെ ക്യൂബ് വെച്ച് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എഴുതി വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? L0 ക്യൂബ് V0 ആക്കും. VT മൈനസ് V0 ബൈ V0 ചെയ്യുമ്പോൾ ഡെൽറ്റ V ബൈ ഡെൽറ്റ V0 കിട്ടും. എന്ത് കിട്ടും? 3 ആൽഫ എന്ന് കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ മതി. പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യുന്നില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട്. സോ ആ ഒരു റിലേഷൻ മക്കളെ, ആൽഫ V is equal to 3 ആൽഫ L എന്നുള്ള റിലേഷനും ആൽഫ A is equal to 2 ആൽഫ L എന്നുള്ള റിലേഷനും മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The absolute zero is മക്കളെ absolute zero പറഞ്ഞാൽ എന്താ? absolute zero എന്ന് പറഞ്ഞാൽ 0 കെൽവിൻ ആണ്. അത് -273.15 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ absolute zero is yes
മൈനസ് 223.15 ആണ്. ഇതല്ല, ഇതല്ല, ഇതുമല്ല. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, when 0.15 kilogram of ice, okay, so ice ആണ് എത്ര? 0.15 kilogram at 0 degree Celsius is mixed with 0.3 kilogram of water. So ഇതുമായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് ആര്? 0.3 kilogram ആരെ? വാട്ടറിനെ. ഓക്കെ അല്ലേ? at 50 degree Celsius. Now in a container the resulting temperature is 6.7 degree. Resulting എത്ര? 6.7 degree ആയി മാറും resulting temperature. Now calculate latent heat of fusion of ice when given specific capacity of water is. Okay, fine. Now listen, ശ്രദ്ധിക്കുക. കാണാൻ പറഞ്ഞത് latent heat of fusion of ice ആ പറഞ്ഞത്. So ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഹീറ്റ് കൊടുത്തിട്ട് രണ്ടാളെയും എന്ത് ചെയ്യും? ടെമ്പറേച്ചർ 6.7 ആക്കണം. So listen, 0.3 kilogram water, 0.3 kilogram water at 50 degree Celsius ഉള്ള ആള് എന്തായിട്ട് മാറണം? 6.7 degree Celsiusലേക്ക് എത്തണം. ഓക്കെ, അതുപോലെ 0.15 കിലോഗ്രാം ഐസ് എത്രയുള്ള 0 ഡിഗ്രി ഉള്ള ആള് എന്തിലേക്കും എത്തണം? 6.7 ഡിഗ്രിയിലേക്ക് എത്തണം. അപ്പൊ ഈ ഒരു കൺവെർഷൻ ആവശ്യമായ ഹീറ്റ്, ഓക്കെ, ഈ ഒരു കൺവെർഷൻ ആവശ്യമായ ഹീറ്റും ഈ ഒരു കൺവെർഷൻ ആവശ്യമായ ഹീറ്റും എന്താണ്? സെയിം ആയിരിക്കണം. കാരണം ഇവന് ഹീറ്റ് കൊടുക്കും. ഇയാൾ എന്ത് ചെയ്യും? ഇവന് ഹീറ്റ് കൊടുത്തിട്ട്, അപ്പോൾ ഇവന് ഹീറ്റ് കൊടുക്കുമ്പോൾ ഇവൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇയാൾക്ക് ഹീറ്റ് കൊടുക്കുമ്പോൾ ഇയാൾ ടെമ്പറേച്ചർ കുറയും, ഇയാൾ ടെമ്പറേച്ചർ കൂടും. അപ്പൊ ഇവന് എത്ര ഹീറ്റ് കൊടുത്തോ ആ ഹീറ്റ് കൊണ്ട് ഇവന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു, ആ ഹീറ്റ് കൊണ്ട് ഇവൻ ടെമ്പറേച്ചർ കൂടി എന്ന് പറഞ്ഞാൽ ഇയാൾ കൊടുത്ത ഹീറ്റാണ് ഇയാൾക്ക് കിട്ടുക. ഇയാൾ അത്രയും ഹീറ്റ് കൊടുത്തത് കൊണ്ടാണ് ഇത്രയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായത്. അയാൾക്ക് അത്രയും ഹീറ്റ് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും ടെമ്പറേച്ചർ റൈസ് ഉണ്ടായത്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഓഫ് മിക്സ്ചേഴ്സ്. ഓക്കെ, ആ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ കൺവെർഷൻ ആവശ്യമായ ഹീറ്റ്, മക്കളെ നോക്ക്, ഈ കൺവെർഷൻ ആവശ്യമായ ഹീറ്റ് Q is equal to, Q1 എന്ന് കൊടുത്തോ, Q1 is equal to മാസ് ms ഡെൽറ്റ ടി എന്ന് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ m എത്ര? 0.3, s എത്ര? 4186 യൂസ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഡിഫറൻസ് 50 മൈനസ് 6.7. ഓക്കെ, ഇതൊരു ആൻസർ കിട്ടും. അവിടെ വെച്ചോ. ഇനി അടുത്ത് ഈ ഒരു ചേഞ്ചിനുള്ള ഇക്വേഷൻ Q2 is equal to, ഓക്കെ, ആദ്യം ഇവനെ എന്ത് ചെയ്യണം? 0.15 കിലോഗ്രാം ഐസിനെ, 0 ഡിഗ്രി ഉള്ള ഐസിനെ വെള്ളാക്കി മാറ്റണം. നമ്മൾ എന്താ യൂസ് ചെയ്യാം? m ഇൻറ്റു LF എന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം. ഐസ് വെള്ളാക്കാൻ മെൽറ്റിംഗ് പോയിന്റ് വെച്ച്, ഇപ്പോൾ മെൽറ്റിംഗ് പോയിന്റിലുള്ളത് നേരെ വെള്ളാക്കിയാൽ മതി, വാട്ടർ ആക്കി മാറ്റിയാൽ മതി. സോ MLF യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തായി മാറി? ഈ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്തായി മാറി? അയാൾ 0 ഡിഗ്രി ഉള്ള വാട്ടറായി മാറി. ഇനി 0 ഡിഗ്രി ഉള്ള വാട്ടറിന് എന്ത് ചെയ്യണം? 6.7 എന്താക്കി മാറ്റണം? പിന്നെ വാട്ടർ ആക്കി മാറ്റണം. നമ്മൾ എന്താ യൂസ് ചെയ്യാം? ms ഡെൽറ്റ ടി എന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും. സോ ഫ്രം ഹിയർ ദാറ്റ് ഈസ് ഈക്വൽ ടു Q, m എത്ര? m 0.15 ആണ്. LF അറിയില്ല, അത് കണ്ടുപിടിക്കണം. പ്ലസ് അടുത്ത് m എത്ര? 0.15 ഇൻറ്റു s എത്ര? 4186 യൂസ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ 4186 ഇൻറ്റു എന്താ മക്കളെ? ഇൻറ്റു എന്താണ്? ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ടെമ്പറേച്ചർ ഡിഫറൻസ് 6.7 ഉണ്ടാവും. ഓക്കെ, ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് സോൾവ് ചെയ്തിട്ട് ഇതുമായി ഇക്വേറ്റ് ചെയ്യുക, അവിടെ നിന്ന് എല്ലാം ഫൈൻഡ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പരിപാടി. എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? വേഗം പറഞ്ഞേ. എല്ലാവർക്കും ഓക്കെ ആണോ? വേഗം പറഞ്ഞേ. ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ചെയ്ത മെത്തേഡ് പെർഫെക്റ്റ്. റെഡി? യെസ് യെസ് യെസ്. അപ്പൊ ഈ ഒരു കാര്യം ക്വസ്റ്റ്യൻ, ഈ ഒരു ന്യൂമെറിക്കൽ പ്രോബ്ലം ആണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ കേട്ടോ. പിന്നെ the change in temperature of a substance when a given quantity of heat is absorbed or rejected by it is characterized by the heat capacity. Okay, ഒരു ഇതാണ് എന്താ പറയാ, ഒരു പിന്നെ സ്റ്റേറ്റ്മെന്റ് ആണ്. Now define specific heat capacity. എന്താ മക്കളെ specific heat capacity? It is the amount of heat energy required to rise the temperature of 1 kilogram of a substance എന്താണ് by 1 degree Celsius. 1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റ് ആണ് മക്കളെ എന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇനി എന്താ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ
the amount of heat energy required to rise the temperature of 1 mole of substance by 1 degree Celsius ആണ് മക്കളെ എന്ത് molar specific heat capacity at constant pressure ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ എന്താ പറയേണ്ടത് molar specific heat capacity at constant pressure ആണെങ്കിൽ it is the amount of heat energy required to rise the temperature of 1 mole of substance by 1 degree Celsius at constant pressure എന്ന് പറഞ്ഞാൽ മതി കഴിഞ്ഞു ഇനി അടുത്ത എന്താ molar specific heat capacity at constant volume എന്താണെന്ന് molar specific heat capacity at constant volume എന്താണെന്ന് ചോദിച്ചാൽ എന്താ it is the amount of heat energy required to rise the temperature of 1 mole of substance by 1 degree Celsius at constant volume. Specific heat capacity ആണെങ്കിൽ 1 kilogram എന്ന് യൂസ് ചെയ്യുക molar ആണെങ്കിൽ 1 mole എന്ന് യൂസ് ചെയ്യുക that's all okay അല്ലേ yes ഇനി അടുത്ത് give the reason for using water as a coolant in automobile radiators. Automobile radiators coolant ആയി water യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് because വാട്ടറിനാണ് highest in the specific heat capacity. Specific heat capacity കൂടുതലും വാട്ടറിനായതുകൊണ്ടാണ് വാട്ടർ റേഡിയേറ്ററിൽ എന്തായിട്ട് യൂസ് ചെയ്യുന്നത് കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് at what temperature water has minimum volume വെള്ളത്തിന് മിനിമം വോളിയം ഉണ്ടാകുന്ന ടെമ്പറേച്ചർ മക്കളെ 0 ഡിഗ്രി മിനിമം വോളിയം മാത്രമല്ല മാക്സിമം ഡെൻസിറ്റിയും സോ മിനിമം വോളിയവും മാക്സിമം ഡെൻസിറ്റിയും വാട്ടറിന് കിട്ടുക 4 ഡിഗ്രി മക്കളെ എന്താണ് 4 ഡിഗ്രി ഇതാണ് എന്ത് മിനിമം വോളിയവും പിന്നെന്തും മാക്സിമം ഡെൻസിറ്റി കേട്ടോ സോറി സോ 4 ഡിഗ്രിയിലാണ് മക്കളെ എന്ത് വാട്ടറിന് മാക്സിമം ഡെൻസിറ്റിയും മിനിമം എന്തുണ്ടാവുക വോളിയം ഉണ്ടാവുക കേട്ടോ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് what is next here the below graph represents temperature versus heat for water at 1 atm pressure നോക്കിക്കേ ഇതൊരു ഗ്രാഫ് എന്താണ് ടെമ്പറേച്ചറും ഹീറ്റും തമ്മിലുള്ള ഗ്രാഫാണ് ആയിക്കോട്ടെ നെക്സ്റ്റ് match the following using the above graph ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സാധനം മാച്ച് ചെയ്യണം സോ ലിസൺ നോക്കിക്കേ ഇവിടെ എന്താണ് ലിസൺ BC എന്ന് പറയുന്ന ഈ ഒരു സംഭവം ശരിക്കും BC എന്താ മെൽറ്റിംഗ് ആണ് DE എന്താ ബോയിലിംഗ് ആണ് സോ BC എന്താ മെൽറ്റിംഗ് കറക്റ്റ് ആണല്ലോ മെൽറ്റിംഗ് സോ മെൽറ്റിംഗില് പാർഷ്യലി ലിക്വിഡ് അല്ല പാർഷ്യലി ഓക്കെ ഇത് കറക്റ്റ് ആണ് ഇതാ പാർഷ്യലി സോൾഡും ലിക്വിഡും ഉണ്ടാവും സോ ഈ മെൽറ്റിംഗിൽ BC എന്ന റീജിയനിൽ ലിക്വിഡും പ്ലസ് സോളിഡും ഉണ്ടാവും ഈ AB എന്ന റീജിയനിൽ സോൾഡ് മാത്രമേ ഉണ്ടാവുള്ളൂ BCയിൽ രണ്ടും ഉണ്ടാവും എന്നാൽ ബിയിലും സോൾഡേ ഉണ്ടാവുള്ളൂ സിയിലും സോൾഡേ ഉണ്ടാവുള്ളൂ ബിന്റെയും സിന്റെയും ഇടയ്ക്കൊക്കെ രണ്ടും ഉണ്ടാവും സോൾഡും ലിക്വിഡും ഉണ്ടാവും ഇനി സി മുതൽ ഡി വരെ എന്ത് മാത്രം ലിക്വിഡ് മാത്രം ഡിയിലും എന്ത് മാത്രം ലിക്വിഡ് മാത്രം എന്നാൽ DEയിൽ ലിക്വിഡും ഉണ്ടാവും ഗ്യാസും ഉണ്ടാവും ഇയിലാണെങ്കിൽ ഗ്യാസ് മാത്രം EFൽ ഗ്യാസ് മാത്രം ഇതാണ് അതിൻ്റെ ഒരു മാറ്റം അപ്പൊ നോക്ക് മെൽറ്റിംഗ് ആണ് BCയിൽ അവിടെ പാർഷ്യലി സോൾഡ് ഉണ്ടാവും ലിക്വിഡ് ഉണ്ടാവും ഇനി DE എന്താ DE എന്ന് പറഞ്ഞാൽ വേപ്പറൈസേഷൻ ആണ് വേപ്പറായി മാറുന്ന പ്രോസസ് വേപ്പറൈസേഷൻ അവിടെ എന്തൊക്കെ ഉണ്ടാവുക പാർഷ്യലി ലിക്വിഡും ഉണ്ടാവും വേപ്പറും ഉണ്ടാവും സോ ഇത് കറക്റ്റ് ആണ് ഓക്കെ സോ ഓർത്ത് വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത് the slopes of AB and D are different why okay so AB ന്റെയും CD ന്റെയും സ്ലോപ്പ് ഡിഫറെന്റ് ആണ് എന്തുകൊണ്ട് ലിസൺ അതായത് ഈ സ്ലോപ്പും ഡിഫറെന്റ് ആണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മക്കളെ ഇവിടെ സ്ലോപ്പ് ശരിക്കും കാണിക്കുന്നത് എന്താ ചോദിച്ചാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് ഓക്കെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി റെസിപ്രോക്കൽ ശരിക്കും കാണിക്കുക എന്തോ ആവട്ടെ അപ്പൊ ഈ സ്ലോപ്പിനനുസരിച്ചാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടാവുക അപ്പൊ ഇവിടുത്തെയും സ്ലോപ്പ് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞാൽ ഈ സബ്സ്റ്റൻസ് സോളിഡ് ആയിരിക്കുമ്പോൾ ഇതെന്താ ലിക്വിഡ് ആണ് സോളിഡ് ആയിരിക്കുമ്പോഴുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ല ലിക്വിഡ് ആയിരിക്കുമ്പോൾ ഉണ്ടാവുക അതുകൊണ്ടാണ് സോളിഡിന്റെയും ലിക്വിഡിന്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ ഡിഫറൻസ് ഉള്ളത് കാരണമാണ് എന്ത് മാറാൻ കാരണം ഇവിടുത്തെ സ്ലോപ്പ് മാറാനുള്ള കാരണം ദാറ്റ്സ് ഓൾ ഓക്കെ അല്ലേ മക്കളെ സെറ്റ് റെഡി അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മക്കളെ പറഞ്ഞേ തെർമൽ പ്രോപ്പർട്ടീസ് എല്ലാവർക്കും ഓക്കെ ആണോ വേഗം പറഞ്ഞേ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ റീജിയൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ എല്ലാവരും ഒന്ന് കമന്റ് ഓക്കെ ആണോ മക്കളെ
Thermal properties of matter എല്ലാവർക്കും ഓക്കെ ആണോ? വേഗം പറഞ്ഞേ, വേഗം പറ. Thermal properties of matter എല്ലാവർക്കും ഓക്കെ ആണോ? Yes or no? Perfect. Yes. കമന്റ് കമന്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. യെസ്, എല്ലാവർക്കും ഓക്കെ ആണ്. വെരി ഗുഡ്. Perfect. Okay. Yes. So നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാൽ തെർമോഡൈനാമിക്സ് നമുക്ക് 3 ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. 3 ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ലിസൺ, തെർമോഡൈനാമിക്സ് ഉണ്ട്, കൈൻഡ് തിയറി ഓഫ് ഗ്യാസ് ഉണ്ട്, പിന്നെ ഓസിലേഷൻ വേവ്സ്. 4 ചാപ്റ്റേഴ്സ് അല്ലേ, 12 മുതലുണ്ട്. ഓക്കെ, അപ്പൊ നോക്ക്. അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററിലെ കാര്യങ്ങളിലേക്ക്, ഇത് ചെറിയ ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ട് മാർക്ക് ഇടും കേട്ടോ. നോക്കിക്കോ. ദ PV ഡയഗ്രാം ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ഈസ് ഗിവൺ ബിലോ. ഇതാണ് PV ഡയഗ്രാം. ഓക്കെ, പ്രഷർ വോളിയം ഡയഗ്രാം ആണ്. വിച്ച് ആർ ദ 4 തെർമോഡൈനാമിക് പ്രോസസ് റെപ്രസെന്റഡ് ഇൻ ദ എബവ് PV ഡയഗ്രാം. മക്കളെ, ഇത് ഇടക്കിടക്ക് ചോദിക്കുന്ന കാര്യമാണ്. ഇവിടെ 4 പ്രോസസ് ഉണ്ടാവും കാർനോട്ട് എഞ്ചിൻ അല്ലെ. ഇത് കാർനോട്ട് എഞ്ചിന്റെ PV ഡയഗ്രാം ആണ്. 4 പ്രോസസ്. ഫസ്റ്റ് പ്രോസസ് ഈസ് AB, isothermal expansion, BC, adiabatic expansion, CD, isothermal compression, DA, adiabatic compression. കഴിഞ്ഞു. അടുത്ത്, write an equation to calculate the efficiency of a Carnot engine. Eta is equal to 1 minus T2 by T1 ആണ് Carnot engine efficiency measure ചെയ്യാനുള്ള equation. It's very simple. Ready? Yes. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്താൽ മതി ഈ ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. നോക്കാം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. മക്കളെ ഓർമ്മ ഉണ്ടോ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ V1 to V2 PdV എന്ന് എഴുതിയായിട്ട് പീനെ ഐസോതെർമൽ അല്ലേ, പീനെ നമ്മൾ എന്താക്കി മാറ്റി, പിന്നെ NRT ബൈ എന്തെന്ന് എഴുതി, V എന്ന് എഴുതി DV ആക്കി. ഇതൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് ലോഗ് V ഒക്കെ എഴുതി, ഓർമ്മ അല്ലേ? യെസ്. അപ്പൊ അത് എഴുതാം. അപ്പോൾ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസും പഠിക്കണം, വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസും പഠിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്. നൗ ലിസൺ, വാട്ട് ഈസ് എ വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്? മക്കളെ, ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്താ ചോദിച്ചാൽ വേഗം എഴുതിക്കൊള്ളുക, 0. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ എന്ത് 0 ആയിരിക്കും? വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും, സംശയമല്ല. നെക്സ്റ്റ് വൺ, അടുത്ത മക്കളെ, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. ഈ ഫിഗർ ഒബ്സർവ് ചെയ്യാം. ക്വസ്റ്റ്യൻ, ഈസ് ദിസ് എ ഹീറ്റ് എഞ്ചിൻ ഓർ റെഫ്രിജറേറ്റർ? ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിയിട്ട് ഹീറ്റ് എഞ്ചിൻ ആണോ റെഫ്രിജറേറ്റർ ആണോ ചോദിച്ചാൽ മക്കൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? വർക്ക് പുറത്താണോ കിട്ടുന്നത് നോക്കുക, പുറത്തേക്കാണോ വർക്ക് വരുന്നത് നോക്കുക. ഈ സാധനത്തിൽ നിന്ന് പുറത്തേക്കാണ് വർക്ക് എങ്കിൽ അത് എഞ്ചിനാണ്, ഹീറ്റ് എഞ്ചിനാണ്. ഉള്ളിക്ക് വർക്ക് കൊടുക്കുകയാണെങ്കിലോ അത് റെഫ്രിജറേറ്ററാ, അത് അങ്ങോട്ട് നോക്കേണ്ടി. ഓക്കെ അല്ലേ? യെസ്. സോ ദിസ് ഈസ് എ ഹീറ്റ് എഞ്ചിൻ. ഓക്കെ അല്ലേ? എഞ്ചിനാണ്. റൈറ്റ് ദ 4 സ്റ്റെപ്സ് ഓഫ് ഓപ്പറേഷൻ ഇൻ ദ കാർനോട്ട് സൈക്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡിയബാറ്റിക് കംപ്രഷൻ കഴിഞ്ഞു. അടുത്ത്, Carnot cycle for a heat engine with an ideal gas as the working substance is shown below. ഇതാണ് എന്ത് ക്വസ്റ്റ്യൻ ലൈല്. ഓക്കെ, നെയിം ദ 4 processes taking place in Carnot cycle. നേരത്തെ പറഞ്ഞു. അടുത്ത്, can a Carnot engine work if its sink and source are interchanged? Explain. സിങ്കും സോഴ്സും കാർനോട്ട് എഞ്ചിന്റെ സിങ്കും സോഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ ഈ കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ. വർക്ക് ചെയ്യില്ല. ബിക്കോസ് കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യാൻ ആദ്യം കാർനോട്ട് എഞ്ചിനിൽ ഏത് പ്രോസസ് ഒക്യൂർ ചെയ്യണം? ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന പ്രോസസ് ഒക്യൂർ ചെയ്യണം. നമ്മൾ സിങ്കും സോഴ്സും എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് അങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് പ്രോസസ്സ് ഏതാണ് നടക്കേണ്ടത്? അവിടെ ഐസോതെർമൽ കംപ്രഷൻ നടക്കണം എന്നുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ. അപ്പൊ ഐസോതെർമൽ കംപ്രഷൻ
ഒരിക്കലും ഒരു എഞ്ചിന്റെ പ്രോസസ്സിൽ നടക്കാൻ പാടില്ല. അങ്ങനെ നടക്കേണ്ടി വന്നാൽ ആ പ്രോസസ്സ് അവിടെ നടക്കില്ല എന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ വർക്കിംഗ് അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ സോഴ്സും സിങ്കും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് ഫസ്റ്റില് മീൻസ് ആദ്യം തന്നെ എന്തെയില്ല നടക്കില്ല. അതുകൊണ്ട് ഈ ഒരു വർക്കിംഗ് മീൻസ് ഈ ഹീറ്റ് എഞ്ചിന് വർക്ക് ചെയ്യില്ല എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് കാർനോട്ട് സൈക്കിൾ ഫോർ എ ഹീറ്റ് എഞ്ചിൻ വിത്ത് ഐഡിയൽ ഗ്യാസ് നമ്മൾ പറഞ്ഞേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ഡിറൈവ് ദ റിലേഷൻ CP - CV = R. മേയേഴ്സ് റിലേഷൻ മക്കളെ, മേയേഴ്സ് റിലേഷൻ CP - CV = R എന്ന മേയേഴ്സ് റിലേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇത് ഡിറൈവ് ചെയ്യൽ എങ്ങനെ നമുക്കറിയാം? ആദ്യം നമുക്കറിയാം CV എന്താ, ഡെൽറ്റ Q ബൈ എന്താണ് N ഡെൽറ്റ T. N 1 ആവുമ്പോൾ ബൈ ഡെൽറ്റ T എന്ന് വരും. സോ ഒരു കോൺസ്റ്റന്റ് വോളിയം ആണ്. ഈ സാധനം എന്താ, ഡെൽറ്റ U ബൈ എന്താ ഡെൽറ്റ T. അപ്പൊ CV എന്താന്നുള്ളത് മനസ്സിലായി. ഇനി CP എന്താ മക്കളെ? CP എന്ന് പറഞ്ഞാൽ എന്താ? CP എന്ന് പറഞ്ഞാൽ ഡെൽറ്റ Q ബൈ ഡെൽറ്റ T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഡെൽറ്റ Q എന്ത് വരും? ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ P ഡെൽറ്റ V. P ഡെൽറ്റ V എന്ന് വരും ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ T ഉണ്ടാവും. അത് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് കൊടുക്കാം. ഈ സാധനം എന്താ, ഡെൽറ്റ U ബൈ ഡെൽറ്റ T പ്ലസ് P ഡെൽറ്റ V ബൈ എന്ത് വരും? ഡെൽറ്റ T എന്ന് വരും. സോ ഡെൽറ്റ U ബൈ ഡെൽറ്റ എന്താ മക്കളെ? CV എന്ന് കൊടുക്കാം. സോ CP = CV പ്ലസ് P ഡെൽറ്റ V ബൈ ഡെൽറ്റ T. PV ഇങ്ങനെ PV = nRT എന്ന് ഉപയോഗിക്കുമ്പോൾ പ്രഷർ എന്താ? കോൺസ്റ്റന്റ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ചേഞ്ച് ചെയ്യാം. സോ P ഡെൽറ്റ V = nR ഡെൽറ്റ T എന്ന് എഴുതാം. N 1 ആയതുകൊണ്ട് 1 ആക്കി. സോ ഇവിടുന്ന് P = എന്താ, അല്ലെങ്കിൽ P അല്ല, P ഡെൽറ്റ V ബൈ ഡെൽറ്റ T എന്തെഴുതാം? R എന്ന് എഴുതാം. സോ P ഡെൽറ്റ V ബൈ ഡെൽറ്റ T നമുക്ക് R എന്ന് എഴുതാം. അത് R എഴുതിയാൽ CP മൈനസ് എന്താണ്, CP - CV = R എന്ന് വന്നു. ദിസ് ഇസ് റിലേഷൻ, മേയേഴ്സ് റിലേഷൻ. ഓക്കെ, നൗ അലോഷൻ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ നോക്കടാ. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ഈസ് ഷോൺ ബിലോ. ഇത് ഹീറ്റ് എഞ്ചിൻ അവർ പറഞ്ഞു, വർക്ക് പുറത്തേക്ക് അപ്പൊ എഞ്ചിനാ. മോഡിഫൈ ദ ഗിവൺ ഡയഗ്രാം ഫോർ എ റെഫ്രിജറേറ്റർ. ഈ ഡയഗ്രാം നിങ്ങൾ റെഫ്രിജറേറ്ററിന് മോഡിഫൈ ചെയ്യാൻ പറഞ്ഞാൽ മക്കൾ എന്താ ചെയ്യേണ്ടത് പറ. ഇതെങ്ങനെ റെഫ്രിജറേറ്റർ ആവുക പറ. റെഫ്രിജറേറ്റർ ആവുമ്പോൾ ദിസ് ഈസ് കോൾഡ് ബോഡി, കോൾഡ് ബോഡി. ഇതെന്താ, ഹോട്ട് ബോഡി, ഹോട്ട് ബോഡി. ഓക്കെ അല്ലേ? ഇനിയോ ഇവിടുന്ന് Q2 ഹീറ്റ് വലിച്ചെടുക്കുന്നു, Q2 ഹീറ്റ് വലിച്ചെടുക്കുന്നു. ഹീറ്റ് വലിച്ചെടുക്കാൻ Q2 ഹീറ്റ് വലിച്ചെടുക്കാൻ അതിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് Q1 ഹീറ്റ് പുറന്തള്ളുന്നു. ഇതല്ലേ സംഭവം? ഇതാണ് മക്കളെ എന്ത്, റെഫ്രിജറേറ്റർ. ഇനി എന്താ, മോഡിഫൈ ചെയ്തു. Write the equation for the coefficient of performance of a refrigerator. കോപ്പ്. So what is കോപ്പ്? കോപ്പ് ഓഫ് റെഫ്രിജറേറ്റർ എന്താ? COP എന്താ? COP = നമുക്ക് കിട്ടിയ സാധനം ബൈ നമ്മൾ കൊടുത്ത സാധനം. കിട്ടിയ സാധനം എന്താ? Q2 പോയി കിട്ടി എന്നുള്ള നമ്മൾ അല്ലേ. കാരണം റെഫ്രിജറേറ്റർ ആകുമ്പോൾ നമ്മൾ ഉണ്ടാവുക കോൾഡ് ബോഡിയിൽ നമ്മൾ ഉണ്ടാവുക, തണുപ്പുള്ള സ്ഥലത്ത് നമ്മൾ ഉണ്ടാവുക. AC ആലോചിച്ചാൽ മതി. അപ്പൊ തണുപ്പുള്ള സ്ഥലത്ത് നമ്മൾ ഉണ്ടാവും. അപ്പൊ നമുക്കുള്ള ബെനിഫിറ്റ് എന്താ? Q2 എമൗണ്ട് ഹീറ്റ് നമ്മുടെ അടുത്ത് നിന്ന് പോയി കിട്ടി. സോ Q2 ആണെന്ത് നമുക്ക് നമ്മുടെ ബെനിഫിറ്റ്. സോ നമ്മുടെ ബെനിഫിറ്റ് ബൈ ആ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ കൊടുത്ത വർക്ക്. അപ്പൊ നമ്മൾ എന്താ, കറണ്ട് കൊടുക്കുന്നുണ്ട്. സോ കറണ്ട് ത്രൂ വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ, Q2 ബൈ വർക്ക്. അപ്പൊ ഇവിടുത്തെ ഔട്ട്പുട്ട് ശരിക്കും എന്താ, Q2 ആണ്. ഇൻപുട്ട് ശരിക്കും എന്താ, W ആണ്. സോ Q2 ബൈ W, that is Q2 by what is W? Q1 minus Q2, Q1 minus Q2 അല്ലെ. ശരിക്കും കിട്ടിയത് W plus Q2 ആണ്. എന്ത്, Q1 വരിക. സോ W is equal to എന്താണ്, Q1 minus Q2 ആണ്. സോ അങ്ങനെ ഇക്വേഷൻ ഇതിലേക്ക് എത്തി. ഓക്കെ അല്ലെ. COP Q2 by Q1 minus Q2. ഇതാണ് COP ഓഫ് എന്ത്, റെഫ്രിജറേറ്റർ. ഇനി ഹീറ്റ് പമ്പ് ആണെങ്കിലോ, ഹീറ്റ് പമ്പ് ആണെങ്കിൽ COP വരിക എന്താ വരിക, ഹോട്ട് ബോഡി അല്ലേ. അപ്പൊ COP ഓഫ് എന്താ വരിക, Q1 divided by Q1 minus Q2 വരിക അല്ലെ. Q1 divided by Q1 minus Q2 വരും. സോ അതാണ് COP ഓഫ് എന്ത് വരിക, ഹീറ്റ് പമ്പ് വരിക. റെഡി? നെക്സ്റ്റ്. അപ്പൊ ഇതിൽ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത് in the given diagram T1 is equal to 900 Kelvin, T2 is equal to 300 Kelvin, Q1 is equal to 6400 joule per cycle. Calculate the value of Q2. ഇങ്ങനെ രണ്ട് ടെമ്പറേച്ചറും നിങ്ങൾക്ക് ഹീറ്റും തരികയാണെങ്കിൽ നിങ്ങളോട് എന്ത് ചോദിക്കുക, Q2 ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അറിയാം മക്കളെ, ഇവിടെ ശ്രദ്ധിക്കും. ദാറ്റ് ഈസ് T1 by T2 is equal to Q1 by Q2 എന്ന് എഴുതാം. അല്ലെങ്കിൽ T2 by T1 is equal to Q2 by Q1 എന്ന് എഴുതാം.
That becomes മക്കളെ എന്താ പറ that becomes T1 എത്ര 900 T2 എത്ര 300 Q1 എത്ര 6400 Q2 കണ്ടാ പോരേന്ന് Q2 ഫൈൻഡ് ചെയ്യാം ഓക്കെ ഈസി അപ്പോൾ ഈ ഒരു കാര്യങ്ങളും ഓക്കേ ആണോ മക്കളെ സെറ്റ് ആണോ yes or no ഒരു എഞ്ചിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ ready okay yes ആയിക്കോട്ടെ so we can move on to the next question state first law of thermodynamics first law എന്ന് പറഞ്ഞാൽ ഇതല്ലേ മക്കളെ first law ഇതങ്ങടെ എഴുതി വെക്കുക എന്നിട്ട് നേരെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന് കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഇന്റേണൽ എനർജി ചേഞ്ചിന്റെയും പ്രഷർ വോളിയം വർക്കിന്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയേണ്ടത് അല്ലേ സോ എന്താ ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദാറ്റ് സിസ്റ്റം ആൻഡ് പ്രഷർ വോളിയം വർക്ക് ഡൺ കഴിഞ്ഞു അതാണ് എന്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇത് എഴുതി വെക്കണേ ഓക്കെ നെക്സ്റ്റ് ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് എ ഡിവൈസ് are schematically represented in the given figure കണ്ടില്ലല്ലോ ഫിഗർ ഉണ്ടല്ലോ ഓക്കെ which type of device is this ഫിഗർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് the indicator diagram labeled the four process okay അപ്പോൾ എഞ്ചിൻ കാർനോട്ട് എഞ്ചിൻ ആയിരിക്കും കേട്ടോ എഞ്ചിൻ ആവാൻ ചാൻസ് ഉണ്ട് ഫിഗറിൽ അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ വേറെയും ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ about first question draw the indicator diagram and label the four process in the Carnot cycle മക്കളെ Carnot cycle ദാ ഇത് ഈ ഫിഗർ വരക്കണം ഓക്കേ ആ ഫിഗർ വരച്ച് എന്ത് ചെയ്യാ നിങ്ങൾ അതിന്റെ ഓരോ പ്രോസസ്സും എ ബി എന്താ ബി സി എന്താ സി എന്താ ഡി എന്താന്നുള്ള എഴുതി വെക്കുക അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കേട്ടോ ഇതിന്റെ draw the indicator diagram and label the four process in the Carnot cycle ഓക്കേ ഇനി അടുത്ത് a steam engine delivers 5.4 into engine ആണ് 5.4 10 raised to 8 joule of work per minute. So work per minute എന്താ എത്ര 5.4 into 10 raised to 8 joule ആണ് അല്ലേ per minute. ഇനി and services 3.6 10 raised to 9 joule heat per minute. അപ്പോൾ അതിലേക്ക് എത്ര ഹീറ്റ് കൊടുക്കുന്നുണ്ട് എത്ര ഹീറ്റ് അതിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് Q1 per minute എത്ര ഉണ്ട് 3.6 into 10 raised to 9 joule per minute അതിലേക്ക് കൊടുക്കുന്നുണ്ട് so question what is the efficiency of the engine how much heat is wasted per minute okay so efficiency കാണണം എത്ര ഹീറ്റ് വേസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും കാണണം അപ്പോൾ ഒരു എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം മക്കളെ ശ്രദ്ധിക്കുക എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോട്ട് റിസർവോയറിന്ന് Q1 ഹീറ്റ് എടുത്തിട്ട് W വർക്ക് ചെയ്തിട്ട് Q2 ഹീറ്റ് എങ്ങോട്ടേക്ക് വിടും കോൾഡ് റിസർവോയറിലേക്ക് വിടും ശരിയല്ലേ ഇതല്ലേ പരിപാടി ഇതാണ് ഹീറ്റ് എഞ്ചിൻ അപ്പൊ ഈ കേസിൽ മക്കളെ വർക്ക് എത്ര പറഞ്ഞുണ്ട് 5.4 ഇൻഡ്രസ് വെയിറ്റ് Q1 എത്ര പറഞ്ഞു Q1 മീൻസ് അതിനൊക്കെ എത്ര ഹീറ്റ് കൊടുക്കുന്നുണ്ട് അവൻ പറഞ്ഞിട്ട് എത്ര ഉണ്ട് ഇത്രയും പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി ആണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ എഫിഷ്യൻസി പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് ഔട്ട്പുട്ട് ശരിക്കും എന്താ വരിക വർക്ക് ഡൺ വരിക അല്ലെ ബൈ ഇൻപുട്ടോ അത് കൊടുത്ത ഹീറ്റ് അതിന് വേണ്ടി നമ്മൾ കൊടുത്ത ഹീറ്റ് സോ W ബൈ Q1 അടിച്ചാൽ മതി ഇവിടെ പെർ മിനിറ്റ് ഉള്ളത് കൊണ്ട് രണ്ടും കട്ടായി പോയിക്കോളൂ അപ്പൊ നേരത്തെ ചെയ്താൽ മതി ഇപ്പൊ ആൻസർ എത്ര ഉണ്ടാവുക 5.4 10 raised to 8 by 3.6 into 10 raised to 9 ഉണ്ടാകും ഒരു ഇൻറ്റു 100 കൂടി ചെയ്താൽ അത് പെർസെന്റേജിലേക്ക് മാറും ചെയ്യാം ഇനി അടുത്ത് എന്താ പറഞ്ഞത് how much heat is wasted per minute എന്നല്ലേ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ Q2 കാണണം Q2 എങ്ങനെ കാണാം Q2 is equal to മക്കളെ എന്താ Q2 പറഞ്ഞാൽ എന്താ Q1 minus W ആയിരിക്കും Q1 എത്ര ഇത് അല്ലേ W എത്ര ഇത്ര ഓക്കെ അല്ലേ അപ്പൊ ഇതിന്ന് ഇതെന്ത് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക അപ്പൊ എത്ര ഉണ്ടാവും 36 into 10 raised to 8 എന്ന് എഴുതാം Q1 നെ 36 10 raised to 8 എന്ന് എഴുതാം മറ്റേതോ 5.4 into 10 raised to 8 എന്ന് എഴുതാം ഇത് സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ആയി 36 minus 5.4 ചെയ്തിട്ട് അങ്ങ് into 10 raised to 8 അങ്ങ് കഴിച്ചാൽ മതി ഓക്കെ അല്ലേ ഈ രീതിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക ആൻസർ ചെയ്ത് കേട്ടോ ഓക്കെ റെഡി നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നോക്കണം എന്താ സാധനം എഞ്ചിനാണ് റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ എഫിഷ്യൻസി ഓഫ് ദി ഡിവൈസ് സാധനം എഞ്ചിൻ അല്ലേ സോ ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് Q2 by Q1 എന്ന് എഴുതാം നെക്സ്റ്റ് റൈറ്റ് നെയിംസ് ഓഫ് 4 പ്രോസസ് ദ വർക്കിംഗ് ഓഫ് ഡിവൈസ് 4 പ്രോസസ് എന്താണ് ഐസോതെർമൽ എക്സ്പാൻഷൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഐസോതെർമൽ കംപ്രഷൻ അഡിയബാറ്റിക് കംപ്രഷൻ ഈ T1 T2
given. Q1 is given. Q2 കാണണം. മക്കളെ ശ്രദ്ധിക്കാം. Q2 by Q1 is equal to T2 by T1. Q2 is equal to T2 by T1 into Q1 is equal to what is T2? ഇതാണ് T2. ശ്രദ്ധിക്കുക മക്കളെ, പ്ലീസ് ലിസൺ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ടെമ്പറേച്ചറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ടെങ്കിൽ അത് കെൽവിനിലുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എവിടെയെങ്കിലും ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ കെൽവിൻ ആയാലും കുഴപ്പമില്ല, സെൽഷ്യസ് ആയാലും കുഴപ്പമില്ല. അപ്പൊ എവിടെയെങ്കിലും ടെമ്പറേച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ടെങ്കിൽ അത് കെൽവിൻ. ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെങ്കിൽ ഒന്നുകിൽ കെൽവിൻ അല്ലെങ്കിൽ ഡിഗ്രി, രണ്ടായാലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ടെമ്പറേച്ചർ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. ടെമ്പറേച്ചർ അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ സെൽഷ്യസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല, കെൽവിനിലേക്ക് മാറ്റുക. മറന്നു പോകരുതേ മക്കളെ. T2 0 ഡിഗ്രിയാ, അതെന്താ 273 കെൽവിനാ, ബൈ T1 100 ഡിഗ്രിയാ, അതെന്താ 373 കെൽവിനാ, ഇൻറ്റു വാട്ട് ഈസ് Q1 4200. ഇത് സോൾവ് ചെയ്യാം. അത്രയും ജൂൾസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണോ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വാട്ട് ഈസ് നെക്സ്റ്റ്? പടാ. Two systems in the thermal equilibrium with a third system are in thermal equilibrium with each other. ഇതെന്താ സംഭവം? മക്കളെ, ഇത് സാധനം 0th law of thermodynamics. Two systems in thermal equilibrium with the third system. രണ്ട് സിസ്റ്റംസ് ഉണ്ട്, എയും ബിയും. അവർ എന്തിലാണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അവർ മൂന്നാമതൊരു സിസ്റ്റവുമായിട്ട് എന്താ? തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഓക്കെ ആരും തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ എന്താണ്? രണ്ട് സിസ്റ്റംസ് എന്താ? തെർമൽ ഇക്വിലിബ്രിയം ആണ്. കൂടാതെ അവരെന്താണ്? ആ ഒരു ബോഡീസ് മൂന്നാമത് സിസ്റ്റവുമായിട്ട് സെപ്പറേറ്റ്ലി എന്താ? തെർമൽ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇപ്പോ എങ്ങനെ പറയാം? എ സിയുമായി തെർമൽ ഇക്വിലിബ്രിയം, ബി സിയുമായിട്ടും തെർമൽ ഇക്വിലിബ്രിയം. അങ്ങനെ വെച്ചാൽ ഇവർ രണ്ടുപേരും എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇതല്ലേ മക്കളെ 0th law? ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ ഫസ്റ്റ് കോളം thermodynamic process, second and the features, work done, third one. Now isobaric process. Isobaric ആണെങ്കിൽ pressure constant ആണ് അല്ലേ? pressure constant ആണ്. So work in the equation PV2 minus V1 ആ വരിക. Next isothermal process, temperature constant ആണ്. isothermal processൽ work done equation nRT log V2 by V1 അല്ലെങ്കിൽ mu RT log V2 by V1. കുഴപ്പമില്ല. Adiabatic process, no heat exchange. So adiabatic no heat exchange between system and surroundings ആണ്. ഓക്കെ, adiabatic വർക്ക് ഡൺ എന്താണ്? nR by gamma minus 1 T1 minus T2 ആണ്. അത് ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് PV ഡയഗ്രാം ഓഫ് എ ഗ്യാസ് ഈസ് ഷോൺ. PV ഡയഗ്രാം തന്നിട്ട് പ്രഷർ വോളിയം ഡയഗ്രാം ആണ്. In this figure, AB represents isobaric process and AD represents isothermal process. Explain isobaric process and isothermal process. In the isobaric process is the process in which pressure kept constant. The isothermal process is the process in which temperature kept constant. Okay അല്ലേ? ഇനി അടുത്ത് using the above graph, ആ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് find the process in which the work done is maximum. ഓക്കെ മക്കളെ ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ഒരു പ്രോസസ്സിന്റെ PV ഡയഗ്രാം തന്നാൽ ആ ഡയഗ്രത്തിന്റെ അടിയിലേക്കുള്ള ഏരിയ ആയിരിക്കും എന്ത്? വർക്ക് ഡൺ. അപ്പൊ ഈ കേസിൽ AB അത് ഐസോബാറിക് ആണ്, AD അത് ഐസോതെർമൽ ആണ്. അപ്പൊ ഐസോബാറിക്കിലല്ലേ കൂടുതൽ ഏരിയ ഉണ്ടാവുക ഐസോതെർമലിനേക്കാളും. അപ്പൊ ഐസോതെർമൽ ഇത്ര ഏരിയ ഉണ്ടാക്കുള്ളൂ. അപ്പൊ കൂടുതൽ വർക്ക് ഡൺ ഏതാ മക്കളെ ഉണ്ടാവുക? ഐസോബാറിക് ആണ്. അപ്പൊ ഐസോബാറിക് ആണോ ഐസോതെർമൽ ആണോ ഈ കേസിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, ഐസോബാറിക് തന്നെയാണ്. ഗിവ് ദ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? വർക്ക് ഡൺ അണ്ടർ PV ഡയഗ്രാം, സോറി വർക്ക് ഡൺ അല്ല,
വർക്ക് ഡൺ ഈസ് ദ ഏരിയ അണ്ടർ PV ഡയഗ്രാം ആണ്. സോ ഈ ഫിഗറിൽ AB എന്ന ഗ്രാഫിൻ അണ്ടറിൽ വരുന്ന ഏരിയ ആയിരിക്കും എന്തുണ്ടാവുക, കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് ഐസോബാറിക്കിലായിരിക്കും എന്തുണ്ടാവുക, കൂടുതൽ വർക്ക് ഡൺ ഉണ്ടാവുക കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഓക്കെ ആണോ? തെർമോഡൈനാമിക്സും നമ്മൾ ഫാസ്റ്റ് ആയിട്ട് എല്ലാ ഏരിയാസും കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണോ? റെഡി? യെസ്. ഇനി നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. നൗ ലിസൺ. കൈനറ്റിക് തിയറിയിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ലിസൺ, ഡെറിവേഷൻസ് ഉണ്ട് പഠിക്കാനുള്ള. ഒന്ന് പ്രഷർ എക്സേർട്ടഡ് ബൈ ആൻ ഐഡിയൽ ഗ്യാസ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കുറെ ചെയ്യാണ്ട്. ഓക്കെ. സോ പ്രഷർ എക്സേർട്ടഡ് ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ 1/3 nm VRMS സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിലേക്ക് നിങ്ങൾ എത്തണം. വേർ n നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, m ഒരു മോളിക്യൂളിന്റെ മാസ്, VRMS റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് എന്താണ് ഗ്യാസ് മോളിക്യൂൾ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനും. ഡിറൈവ് an expression for the pressure exerted by an ideal gas. മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒരു 3 മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. 3 മാർക്സ് പഠിച്ചു വെക്കുക. ഓക്കെ. അടുത്ത, prove that the average kinetic energy of a molecule is proportional to the absolute temperature of the gas. അത് പഠിച്ചു വെക്കണം മക്കളെ. kinetic energy Tക്ക് പ്രപ്പോർഷണൽ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് P is equal to 1/3 nm VRMS സ്ക്വയർ എന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ടോ P is equal to 1/3 into n എന്താ n/v ആ, m into VRMS സ്ക്വയർ എന്ന് എഴുതാം. വീൽ ലെഫ്റ്റ് എടുക്കുമ്പോൾ PV is equal to എഴുതാം. സോ 1/3 2/3 ആക്കുക, ക്യാപിറ്റൽ n into ഹാഫും കൊടുക്കുക. ഈ 2ഉം 2ഉം കട്ടാകുമ്പോൾ പിന്നെ പ്രശ്നമല്ല. ഓക്കെ. ഇൻറ്റു m VRMS സ്ക്വയർ എന്ന് വരും. ഓക്കെ. ഫ്രം ഹിയർ PV എന്ന് പറഞ്ഞാൽ NKBT അല്ലേ മക്കളെ? സോ NKBT is equal to 2/3 into n into what is this? Kinetic energy. സോ n ക്യാൻസൽ, 3 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 3 kBT, 3 kBT by 2 ആണ് എന്ത്? കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി കിട്ടി. ഓക്കെ. ഇവിടുന്ന് kBയും 3ഉം 2 ഒക്കെ കോൺസ്റ്റൻസ് ആ. സോ കൈനറ്റിക് എനർജി ഈസ് പ്രപ്പോർഷണൽ ടു T എന്ന് പറയാം. ഇറ്റ്സ് വെരി സിമ്പിൾ ഡെറിവേഷൻ. അപ്പൊ ഈ ഡെറിവേഷൻ മക്കള് പഠിച്ചു വെക്കൽ നിർബന്ധം കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ മീൻ ഫ്രീ പാത്ത്? ഗിവ് ആൻ ഇക്വേഷൻ ഫോർ മീൻ ഫ്രീ പാത്ത്. എന്താ മീൻ ഫ്രീ പാത്ത്? Between collisions of molecule will travel some distance. Okay, that distance is known as free path, and the average value of free path is known as mean free path. Okay, so mean free path എന്താ നമ്മൾ പറഞ്ഞു? അതായത് മോളിക്യൂൾസ് ഇങ്ങനെ റാൻഡം മോഷനിലാവുമ്പോൾ മോളിക്യൂളുകൾ പരസ്പരം എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. അങ്ങനെ രണ്ട് അടുത്തടുത്ത കൂട്ടിമുട്ടലിനിടയ്ക്ക് മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രീ പാത്ത്. അതിന്റെ ആവറേജ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഇത് മെയിൻ ഫ്രീ പാത്ത്. ക്ലിയർ അല്ലേ? യെസ് 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 യെസ്. സോ മെയിൻ ഫ്രീ പാത്ത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, അതിന്റെ ഇക്വേഷൻ മെയിൻ ഫ്രീ പാത്ത്. മെയിൻ ഫ്രീ പാത്ത് ഇസ് ഈക്വൽ ടു 1/√2 n pi d square, where n number of molecules per unit volume, what is d? Diameter of molecule. കഴിഞ്ഞു. അടുത്ത്, by using law of equipartition of energy, derive the value of ratio of specific heats of a monoatomic gas. മക്കളെ, monoatomic gasന്റെ DOF എത്ര? 3. സോ എനർജി പെർ മോളിക്യൂൾ എത്ര? 3 into half kBT. എനർജി പെർ മോളിക്യൂൾ ഇത്. അടുത്ത്, എനർജി പെർ മോൾ എത്ര? ഒരു മോളിന്റെ എനർജി എത്ര? 3/2 kBT into അവഗാഡ്രോ നമ്പർ. That is 3/2. kB പറഞ്ഞാൽ എന്താ? R/Na into T into Na. Na കട്ടാവും. 3/2 RT. ഇനി ഇവിടുന്ന് നിങ്ങൾ CV കാണണം. എന്താ CV? du/dt. That is equal to U. ഇതാണ് ശരിക്കും U. ഓക്കെ. സോ du/dt ചെയ്യുമ്പോൾ ഒരു മോളിന്റെ കാണണം കേട്ടോ. ഡിവൈഡ് ചെയ്യുമ്പോൾ 3/2 R എന്ന് വരും. സോ ഫ്രം ഹിയർ CP minus CV is equal to R ആണ്. CP is equal to R plus CV ആണ്. CV 3/2 R. So 3/2 R. It becomes 5R/2. CP കിട്ടി, CV കിട്ടി, എന്ത് ചെയ്യുക? ഗാമ കാണാം.
So gamma is equal to Cp by Cv, that is equal to Cp 5r by 2, Cv r, 3r by 2, 2 r answer 5 by 3. So gamma value will be 5 by 3 is the right answer. Simple. ഇതേപോലെ ഡയറ്റോമിക് ചോദിക്കുന്നതെങ്കിൽ ഈ 3 എന്നുള്ളത് മാറും. എത്ര ആവും? 5 ആവും. ഡയറ്റോമിക് ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇത് 5 ആകും, ഇത് 5 ആകും, 5 by 2 ആവും, 5 by 2 ആവും, 5 by 2 ആവും. സോ ഇവിടെ 5 by 2 പ്ലസ് r ആവുമ്പോൾ 7 by 2 r ആവും. സോ ആൻസർ ബിക്കം 7 by 5 എന്ന് വരും. ഓക്കെ, ഇനി ഡയറ്റോമിക് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ DOF 7 വരും. അപ്പോൾ 7 വരുമ്പോൾ ഇത് 7 ആവും, 7 by 2, 7 by 2, 7 by 2 ആവും. ഇത് 9 by 2 ആവും. ആൻസർ 9 by 7 ആവും. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. സിമ്പിൾ ആട്ടോ. സെറ്റ് അല്ലേ മക്കളെ? യെസ്, ഒക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. According to Kinetic theory of gas molecules are always in random motion. State the law of equipartition of energy. എന്താ മക്കളെ law of equipartition of energy എന്താ? The total energy of a thermodynamic system is distributed among all equally all of its degrees of freedom. ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ മൊത്തം എനർജിയും അതിന്റെ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലേക്കും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? എനർജി എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് എന്ത്? ലോ ഓഫ് equipartition of energy. That is very important. പഠിച്ചു വെക്കണം. Next, write the average value of energy of a molecule for each vibrational mode. ഓരോ വൈബ്രേഷണൽ മോഡിലും എത്ര എനർജി വരുന്നുണ്ട്? സോ എനർജി പെർ വൈബ്രേഷണൽ മോഡ് ഈസ് ഈക്വൽ ടു മക്കളെ ഒരു ഫുൾ KBT അല്ലെങ്കിൽ KBT 2 times half KBT ആണ്. അതായത് KBT എന്ന് വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത്. എ മിക്സ്ചർ ഓഫ് ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് 2 moles ഓഫ് ഓക്സിജൻ. 2 moles എന്തുണ്ട്? ഓക്സിജൻ. പിന്നെ 4 moles എന്തുണ്ട്? ആർഗൺ. അറ്റ് ടെമ്പറേച്ചർ 27 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 300 കെൽവിൻ. ഫൈൻഡ് ദ ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം. ഓക്കെ, ടോട്ടൽ ഇന്റേണൽ എനർജി കാണണം മക്കളെ. ലിസൺ, ഒരു ഓക്സിജൻ മോളിക്യൂളിന്റെ ഇന്റേണൽ എനർജി ടോട്ടൽ എനർജി എത്ര വരിക ചോദിച്ചാൽ ഡയറ്റോമിക് ആണ്. ലോ ടെമ്പറേച്ചറും ആണ്. സോ ഡയറ്റോമിക്കിന്റെ കേസിൽ മക്കളെ എത്രയാ DOF? അവന്റെ ഡയറ്റോമിക്കിന്റെ DOF എത്ര? ഓക്കെ, 5 ഉണ്ടാവും. സോ 5 times half KBT ആണ് ശരിക്കും എന്ത്? ഈ ഒരു ഓക്സിജൻ മോളിക്യൂളിന്റെ എന്ത് എനർജി, ടോട്ടൽ എനർജി. അപ്പൊ അതില് 1 mol ഓക്സിജന്റെ എനർജി എന്ന് പറഞ്ഞാൽ 5 times half RT, 5 by 2 RT വരിക. അപ്പൊ കൊടുക്കുകയാണ് 5 by 2 RT ആണ് 1 mol ഓക്സിജൻ മോളിക്യൂളിന്റെ എന്ത്? 1 mol ഓക്സിജൻ മോളിക്യൂളിന്റെ ടോട്ടൽ എനർജി എത്ര ഉണ്ടാവുക? 5 by 2 RT എന്നാണ്ടാവുക. ക്ലിയർ? നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ എന്താ? മോണോറ്റോമിക് ആണെങ്കിൽ എത്ര വരിക? ടോട്ടൽ എനർജി എത്ര വരിക? 3 by 2 RT വരിക. ഡയറ്റോമിക് അപ്പോൾ DOF 5 ആവും. അപ്പൊ 5 ആവും. 5 by 2 RT ഉണ്ടാവും. 1 mol ഉണ്ട് കേട്ടോ. ലിസൺ, ഇവിടെ 2 mol ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇരട്ടി ഉണ്ടാവും. ശരിയല്ലേ എന്ന്? പ്ലസ് ഇനി അടുത്ത് ആർഗൺ. മോണോറ്റോമിക്കാ. മോണോറ്റോമിക് നേരത്തെ കണ്ടല്ലോ 3 by 2 RT അല്ലേ വരികയെന്ന്. അങ്ങനത്തെ 4 mol ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാൻസൽ ഔട്ടോ 5 RT പ്ലസ് കട്ട് 2 2 3 6. സോ 6 RT. ആൻസർ 11 RT. 11 into 8.314 into ടി എത്ര? 300. ഇത് സോൾവ് ചെയ്യാം. അത്രയും ജൂള് കഴിഞ്ഞു. അടുത്ത് ഇത് ഓക്കെ അല്ലേ മക്കളെ? നല്ല ക്വസ്റ്റ്യനാ, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആട്ടോ. ക്ലിയർ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. എസ്റ്റിമേറ്റ് ദ ആവറേജ് തെർമൽ എനർജി ഓഫ് ദി ഹീലിയം ആറ്റം അറ്റ് ടെമ്പറേച്ചർ 27. അപ്പോൾ നിങ്ങൾ തെർമൽ എനർജിയാ കാണണ്ടേ? കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എത്ര? 27 അല്ലേ? സോ 3 times half KBT. That is equal to 3 times half into ബോൾസ്മാൻ കോൺസ്റ്റന്റ് നമുക്കറിയാം. തന്നിട്ടുണ്ട് അല്ലേ? 1.38 10⁻³ നമുക്കറിയാം. നെക്സ്റ്റ് ടെമ്പറേച്ചർ ഈസ് എത്ര? 27. 300 കെൽവിൻ ഉണ്ടാവും. സോ ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ടെമ്പറേച്ചർ നേരത്തെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഡിഗ്രി ലെവലില് ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ല. സോ ആ ടെമ്പറേച്ചറിനെ കെൽവിനിലാക്കി യൂസ് ചെയ്യണം. ഓക്കെ, ഇത് ചെയ്യാം. ആൻസർ ആയി. ഓക്കെ, അത്രയും ജൂൾസ് ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം മീൻ ഫ്രീ പാത്ത് ഓഫ് എ മോളിക്യൂൾ? ഒരു മോളിക്യൂളിന്റെ മീൻ ഫ്രീ പാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ,
Name the factors on which it depends. Okay, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, MFD മെയിൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/√2 n pi d square. n പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം അല്ലേ? അത് എന്ത് എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ വോളിയം എഴുതാം. അപ്പൊ എന്ത് വരും? 1/√2 into n pi d square ബൈ വോളിയം. ആ വോളിയം മുകളിൽ കയറുമ്പോൾ v ബൈ എന്ന് വരും അല്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? മെയിൻ ഫ്രീ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഒന്ന് വോളിയം, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, പിന്നെ ഡയമീറ്റർ ഓഫ് മോളിക്യൂൾ. ഓക്കെ, അപ്പം വോളിയം ഓഫ് ദി കണ്ടെയ്നർ, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ, മൂന്നാമത്തെ എന്താണ്? ഡയമീറ്റർ ഓഫ് ദി കണ്ടെയ്നർ. അങ്ങനെ ഓരോന്നും ഈ പറഞ്ഞ ഓരോന്നും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. നൗ ലിസൺ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഈസ് നെക്സ്റ്റ്? റൈറ്റ് 4 postulates of kind theory of gas. Kind theory of gasന്റെ 4 postulates നമുക്ക് പറയണം. മക്കളെ, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 7 postulates ഉണ്ട്. അത് ഞാൻ വേഗം അങ്ങ് പറയാണ്. 7 postulates. ഓക്കെ, അതിൽ 4 അങ്ങ് എടുത്താൽ മതി. ഒന്ന്, every gas is made up of small particles called molecules. ഒന്നാമത്തെ. രണ്ടാമത്തെ, every molecules are in random motion. They collide with each other and collide with the walls of container also. The collision of molecule with the walls of container provides pressure. രണ്ടാമത്തായി. ഇനി മൂന്നാമത്തെ, the size of molecule is very small when compared with the intermolecular distance. മൂന്നാമത്തായി. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, there is no attraction or repulsion between gas molecules. നാലാമത്തതായി. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, between two successive collision, molecule will travel some distance, that is known as free path, and the average free path is known as mean free path. അടുത്ത, the time of collision is very small when compared with the free path journey. Okay അല്ലേ? അപ്പോൾ ടൈം ഓഫ് കൊളീഷൻ വളരെ ചെറുതാണ് ഫ്രീ പാത്ത് ജേർണി ടൈമുമായി കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എന്താണ്? the average kinetic energy of molecule is directly proportional to temperature in Kelvin scale. Okay, ഇത്രയുമാണ് നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിന്റെ പോസ്റ്റുലേറ്റ്സുമായി ഡിസ്കസ് ചെയ്യാനുള്ളത്. മക്കളെ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടി. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തില്ലായിരുന്നോ? അവിടെ ഇത് പ്രൂവ് ചെയ്തില്ലായിരുന്നോ? ഈ പ്രൂഫ് കൊടുത്താൽ മതി. എന്തിന്റെ പ്രൂഫിന്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിന്റെ പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ ഈ പ്രൂഫ് കൊടുത്താൽ മതി. ധാരാളം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. മെൻഷൻ 2 conditions under which the real gas obey the ideal gas equation. റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നത് എപ്പോഴാ മക്കളെ? ഹൈ ടെമ്പറേച്ചറിലും ആൻഡ് ലോ പ്രഷർ. ഓക്കെ, ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുക കേട്ടോ. അടുത്ത്, നോ റിയൽ ഗ്യാസ് ഈസ് ട്രൂലി ഐഡിയൽ. ഒരു റിയൽ ഗ്യാസും എന്തല്ല? ഐഡിയൽ അല്ല. വെൻ ഡസ് എ റിയൽ ഗ്യാസ് അപ്രോച്ച് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ? നമ്മൾ പറഞ്ഞു ഹൈ ടെമ്പറേച്ചർ, ലോ പ്രഷർ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, ഡിഫൈൻ ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്, എ ഗ്യാസ് ഈസ് മേഡ് അപ്പ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ മോളിക്യൂൾ. വിച്ച് മോളിക്യൂൾ മൂവ്സ് ഫാസ്റ്റർ? മക്കളെ, ഏത് മോളിക്യൂളാണ് നല്ലോണം ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യുക? അത് ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ? സോ RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾ എടുത്താൽ എന്താ? √3/m. ലിസൺ, രണ്ട് ഗ്യാസും ഒരേ ടെമ്പറേച്ചറിലായിരിക്കും. സോ ഈ ടേംസ് രണ്ടാക്കും എന്താ? സെയിം. പിന്നെ എന്താ? മോളിക്കുലർ മാസ് ആണ് നോക്കേണ്ടത്. സോ RMS വെലോസിറ്റി ഓഫ് എ മോളിക്യൂൾ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താ? ഇറ്റ്സ് മോളാർ മാസ്. അപ്പൊ മോളാർ മാസ് ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? മോളാർ മാസ് കൂടുതൽ ഓക്സിജനാ. സോ VRMS of oxygen will be less than VRMS of എന്തായിരിക്കും? ഹൈഡ്രജൻ. കാരണം RMS വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുക മോളാർ മാസിന് ഇൻവേഴ്സ്ലി ആണ്. മോളാർ മാസ് കൂടിയാക്ക് RMS വെലോസിറ്റി കുറവായിരിക്കും. നെക്സ്റ്റ്, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ മോളിക്യൂൾസ്. അപ്പൊ രണ്ടാളെയും റേഷ്യോ ഓഫ് വെലോസിറ്റീസ് കാണണം. സോ VRMS ഓഫ് ആദ്യം ആരാ പറഞ്ഞത്? ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ ആൻഡ് VRMS ഓഫ് എന്ത് കാണണം? ഓക്സിജൻ. മക്കളെ, എന്താ ഇക്വേഷൻ? √3RT divided by molar mass of hydrogen by √3RT divided by molar mass of oxygen. 3RT പോയി. ഇത് മുകളിൽ കയറുമ്പോൾ
molar mass of oxygen by molar mass of hydrogen is equal to molar mass of oxygen 32 molar mass of hydrogen 2. So answer is root 16, that is 4. Ratio ആക്കി പറയുമ്പോൾ എന്താ 4:1 is the right answer. Simple question. Okay അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇതൊക്കെ നിങ്ങൾ വേഗം വേഗം എന്നിലൂടെ കടന്നു പോവുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും വേഗം വേഗം ഞാൻ പറയുന്നതിലൂടെ നിങ്ങൾ കടന്നു പോവുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് സക്സസ് ആവുക. റൈറ്റ്? ഓക്കെ, യെസ്. നൗ ലിസൺ. നെക്സ്റ്റ് കഴിഞ്ഞു. യെസ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ള മക്കളെ പറ. നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ മക്കളെ? യെസ് ഓർ നോ? So we have to move on next chapter. അടുത്ത ചാപ്റ്ററും കൂടി നമുക്ക് കവർ ചെയ്തിട്ട് നമുക്ക് വിശ്രമമുള്ളൂ മക്കളെ. എന്നിട്ടേ ഞാൻ ചായ കുടിക്കാൻ പോകുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററോട് കൂടി നമ്മൾ അടുത്ത 2 ചാപ്റ്റേഴ്സ് ലിസൺ. ഞാൻ ഓപ്പൺ ചെയ്യട്ടെ. ചായ കുടിച്ചില്ല മക്കളെ, ചായ കുടിക്കാൻ പോണേ ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ചായ കുടിയൊക്കെ. ഓക്കെ, നിങ്ങളെ പരിപാടി കഴിഞ്ഞിട്ടാണ് ചായ കുടി. ആദ്യം നിങ്ങളെ കാര്യം. ലിസൺ. യെസ്. അപ്പൊ നമ്മള് ഓസിലേഷനും വേവ്സും കൂടെ കംപ്ലീറ്റ് ആയാൽ ഈ ഏരിയ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ എന്റെ ടാസ്കും കംപ്ലീറ്റ് ആവും, നിങ്ങള് പഠിപ്പും അവിടെ കംപ്ലീറ്റ് ആവണം. റൈറ്റ്? സോ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ഓസിലേഷൻ. മക്കളെ നോക്കടാ, ഒരു ഡിപ്പാർട്ട്മെന്റ്, സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ് ഓസിലേഷൻ. വാട്ട് ഈസ് ഓസിലേഷൻ? നോക്കാം. എ സിമ്പിൾ പെൻഡുലം ഇൻ ഓസിലേറ്ററി മോഷൻ ഈസ് ഷോൺ ഇൻ ഫിഗർ. മക്കളെ ഇവിടെ നിങ്ങൾ മെയിൻ ആയി ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ടൈം പീരീഡ് ഓഫ് പെൻഡുലം, സിമ്പിൾ പെൻഡുലം, പിന്നെ സ്പ്രിംഗ് മാസ് സിസ്റ്റം. ഈ രണ്ടാളുടെയും ടൈം പീരീഡിന്റെ ഇക്വേഷൻ കാണുന്നത് നിർബന്ധമായിട്ട് പഠിക്കണം. ചോദിക്കും. ഓക്കെ, ഓസിലേഷനിൽ. പിന്നെ അതിന്റെ എനർജിന്റെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി, ആ റിലേഷൻസ്. പിന്നെ എന്താണ് പീരിയോഡിക് മോഷൻ, എന്താണ് ഓസിലേറ്ററി മോഷൻ, എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകുമ്പോൾ ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബന്ധം എങ്ങനെയാണ്? ഓക്കെ, ആ ബന്ധം അല്ലെങ്കിൽ A is equal to minus omega square into x. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ചാപ്റ്ററിൽ സിമ്പിൾ ചാപ്റ്ററാ, വളരെ സിമ്പിൾ ചാപ്റ്റർ ആട്ടോ. ലിസൺ, വേഗം തീരും ചെയ്യും. ഇവിടെ നോക്കിക്കോ. A simple pendulum in oscillatory motion is shown. Okay, mark the different forces acting on bob. Listen, ബോബിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫോഴ്സാ. ഒന്ന് ഇങ്ങനെ mg കാണിക്കുക, 2 ഇങ്ങനെ ടെൻഷനും കാണിക്കുക. പരിപാടി കഴിഞ്ഞു. ക്ലിയർ? ഇതാണ് സംഭവം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2 identical springs, listen, 2 identical springs are attached to the block of mass m and to fixed supports as shown below. Shown that the masses is displaced from its equilibrium position on either side. It executes a simple harmonic motion. അപ്പോൾ ഇങ്ങനെ simple harmonic motion execute ചെയ്യും. Right? Now listen. Okay. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് അപ്പോൾ കാണാൻ പറഞ്ഞ എന്താ അറിയോ മക്കളെ? ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ കാണാൻ പറഞ്ഞ ഇവിടുത്തെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കാണണം, ടി കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. ടി കാണണം. ടി കാണാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ദാ മെയിൻ പൊസിഷൻ കുറച്ച് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഇങ്ങനെ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ മെയിൻ പൊസിഷൻ ഇയാൾ എക്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് എത്ര കംപ്രസ്ഡ് ആയി? എക്സ്. ഈ സ്പ്രിങ് എത്ര ഇലോങ്ങേറ്റ് ആയി? എക്സ്. അപ്പൊ ഈ ഒരു ബ്ലോക്കിലേക്ക് എത്ര ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും? ഈ സ്പ്രിംഗിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു കെ എക്സ് എന്ന ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഈ സ്പ്രിംഗിലും ലെഫ്റ്റിലേക്ക് ഒരു കെ എക്സ് എന്ന ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി മൈനസ് കെ എക്സ് ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് പ്ലസ് മൈനസ് കെ എക്സ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കേട്ടോ, ദാറ്റ് ഈസ് ഈക്വൽ ടു -2 kx എന്ന് വരും. അപ്പൊ ഇതാണ് ടോട്ടൽ ഫോഴ്സ് ഓൺ ദിസ് ബ്ലോക്ക്. ഈ ടോട്ടൽ ഫോഴ്സ് ഓൺ ദിസ് ബ്ലോക്ക് ഇവന്റെ മാസ് എം ആയതുകൊണ്ട് ടോട്ടൽ ഫോഴ്സ് ഓൺ ദിസ് ബ്ലോക്ക് നമുക്ക് എം എ എന്ന് എഴുതാം. സോ എം എ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? -2 kx എന്ന് എഴുതാം. From here A is equal to എന്തെഴുതാം? -2 kx by m എന്നെഴുതാം. So from here
A is proportional to minus x ആണ്. ഓക്കെ അല്ലേ? A proportional to minus x ആണെങ്കിൽ ഇയാൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലാന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്ര ഇരിച്ചാൽ മതി. ഇങ്ങനെ ഇരിച്ചാൽ പ്രൂഫായി. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ്. ഇനി ഇവിടുന്ന് നമുക്കറിയാം A is equal to minus omega square x ആണ് ജനറൽ ഇക്വേഷൻ ഫോർ എൻ പിന്നെ എന്താ പറയാ എ ബോഡി വിച്ച് എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ജനറൽ ഇക്വേഷൻ അതിന്റെ ആക്സലറേഷൻ എന്തായിരിക്കണം? മൈനസ് ഒമേഗ സ്ക്വയർ ടൈംസ് എക്സ് ആയിരിക്കണം. ഓക്കെ, സോ ഇത് പ്രകാരം ഈ ടേമിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒമേഗ സ്ക്വയർ എന്ന് വിളിക്കാം. സോ ലിസൺ, മൈനസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2k by m എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കുമ്പോൾ ഈ മൈനസും പ്ലസ് ആവും. ഒമേഗ എന്താ? റൂട്ട് ഓഫ് 2k by m എന്നാകും. From here, what is omega? 2pi by t. 2pi by t is equal to root of 2k by m nagum. Big ivarnu what is t? T is equal to 2pi root of m by 2k nundagum. So we got the expression for time periods in this case. ഇനി ഒരു സ്പ്രിംഗ് മാത്രമായിരുന്നുവെങ്കിലോ, ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ആയിരുന്നെങ്കിലോ അവ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് എന്താ? kx മാത്രം. അപ്പൊ ഇവിടെ എന്താവും? എഫെക്ഷണൽ മൈനസ് kx എന്ന് മാത്രമാകും. ഇവിടെ 2 പോകും, ഇവിടെ 2 പോകും, ഈ 2 പോകും, ഈ 2 പോകും, ഈ 2 പോകും. 2pi root of m by k എന്നാവും. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, ഇതാണ് അതിന്റെ ആൻസർ. അത് NCERT ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത്, ഡിറൈവ് an expression for period of oscillation of a loaded spring. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എന്താ ചെയ്യേണ്ടത്? ഒരു ലോഡ് സ്പ്രിംഗിന്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്താ ചെയ്യേണ്ടത് അറിയില്ല മക്കളെ? എഫ് എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, എം എ ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, എ ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ബൈ എം. ഇതാണ് ഒമേഗ സ്ക്വയർ. നേരെ ചാകുമ്പോൾ ഒമേഗ റൂട്ട് ഓഫ് കെ ബൈ എം, 2pi root of m by k ആയിരിക്കും ടി. കഴിഞ്ഞ അത്രയേ ഉള്ളൂ. അടുത്ത നെക്സ്റ്റ്, a particle executes simple harmonic motion of amplitude a at one distance from the mean position is its kinetic energy equal to potential energy. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡി ഉണ്ട്. അവിടുന്ന് മെയിൻ പൊസിഷന് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴാണ് അവന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുക? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. മക്കളെ ശ്രദ്ധിക്കുക. അപ്പൊ കൈനറ്റിക് എനർജി, അപ്പൊ ആദ്യം ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്താ? a sin kx, സോറി kx അല്ല, a sin omega t. ശരിയല്ലേ ഇക്വേഷൻ? യെസ്. ഇനി പൊട്ടൻഷ്യൽ എനർജി പറയുകയാണെങ്കിൽ എന്താ മക്കളെ? ഹാഫ് k a സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. കൈനറ്റിക് എനർജി പറയുകയാണെങ്കിലോ ഹാഫ് k a സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി. റിലേഷൻസ് ഇത് രണ്ടും ഈക്വൽ ആകുന്ന സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ച് എപ്പോഴാണ് ഈക്വൽ ആവുക? രണ്ടും ഈക്വൽ ആവുക പറഞ്ഞാൽ എന്താ? ഹാഫ് കെ എ സ്ക്വയറും സൈൻ സ്ക്വയർ ഒമേഗ ടി, ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി. ഈ രണ്ട് സാധനങ്ങളും ഈക്വൽ ആകണം. സോ ഈ ടേമും ക്യാൻസൽ. സൈൻ സ്ക്വയർ ഒമേഗ ടി എന്താ? കോസ് സ്ക്വയർ ഒമേഗ ടിയാ. അപ്പൊ സൈൻ ഒമേഗ ടി എന്താ? സൈൻ ഒമേഗ ടി എന്താ? കോസ് ഒമേഗ ടിയാ. അപ്പൊ ഒമേഗ ടി എന്താ? 45 ഡിഗ്രി അല്ലേ? 45 ഡിഗ്രി എന്ന് കൊടുക്കാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ കാണാൻ പറഞ്ഞത്? അപ്പൊ ഒരു കാര്യം ചെയ്യ്, എക്സിന് കൊടുക്ക്. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി അല്ലേ? ഒമേഗ ടി 45 ഡിഗ്രി അല്ലേ? സോ എ ഇൻറ്റു സൈൻ 45, സൈൻ 45 1 by root 2. സോ ബിക്കംസ് എ ബൈ റൂട്ട് 2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതായിരിക്കും എന്ത്? ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ ഉണ്ടാവുക. സോ ഇതിന് ആൻസർ ആയി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത്. Prove that the oscillations of a pendulum are simple harmonic and hence derive an expression for the time period of a simple pendulum. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ലിസൺ, ഇവിടെ നോക്കിക്കേ. സിമ്പിൾ പെൻഡുലം ഇങ്ങനെയുള്ളത്, ഇവന്റെ വെയിറ്റ് താഴേക്ക് രണ്ട് കമ്പൗണ്ട്സ് ആക്കുന്നു, ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയും. സോ ഈ ആംഗിൾ തീറ്റയാണ്. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണ്. ദിസ് ബിക്കംസ് mg cos തീറ്റ ആൻഡ് ദിസ് ബിക്കംസ് mg sin തീറ്റ. ഓക്കെ, ഫ്രം ഹിയർ ടോർക്ക്, ഈ സ്ട്രിംഗ് ലെങ്ത് L ആണ്. സോ ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ഹിയർ ഇസ് ഈക്വൽ ടു mg, നെഗറ്റീവ് ഉണ്ടാവും, mg sin തീറ്റ ഇൻറ്റു L എന്ന് വരും. ടോർക്ക് പറഞ്ഞാൽ എന്താ? ഐ ആൽഫ ആണ്. ഐ ആൽഫ ഇസ് ഈക്വൽ ടു mg sin തീറ്റ ഇൻറ്റു L. തീറ്റ വളരെ ചെറുതാ നമ്മൾ പറയുന്നു. തീറ്റ ഈസ് വെരി സ്മോൾ. തീറ്റ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് പറയാം. സോ ഐ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് mg തീറ്റ L എന്ന് എഴുതുന്നു. ഫ്രം ഹിയർ what is alpha? Minus mg by I into theta. mg by I L into theta എന്ന് വരും. This is a constant. അപ്പൊ നമുക്ക് പറയാം, ഇവിടുന്ന് എന്ത് പറയാം? ആൽഫ ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്? മൈനസ് തീറ്റ. ആൽഫ മൈനസ് തീറ്റയ്ക്ക് പ്രപ്പോർഷണൽ അല്ല. ആൽഫ എന്താ? ആംഗുലാർ ആക്സിലറേഷൻ.
theta എന്താ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ലീനിയർ ആക്സിലറേഷൻ ലീനിയർ ഡിസ്പ്ലേസ്മെന്റിന്റെ പ്രൊപ്പോർഷണൽ ആവണം. ഇനി റൊട്ടേഷൻ മോഷനിൽ വരികയാണെങ്കിലോ ആംഗുലർ ആക്സിലറേഷൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതെന്താ സിമ്പിൾ ഹാർമോണിക്ക. അപ്പോൾ ഇത് ഇത്ര എഴുതി വെക്കുക, എന്നിട്ട് പറയാം അത് സിമ്പിൾ ഹാർമോണിക്ക എന്ന് പറഞ്ഞാൽ മതി. ദാറ്റ്സ് ഓൾ. ഓക്കെ അല്ലേ? ഇനി മക്കളെ നോക്ക്, ഇവിടെ നമുക്ക് എന്ത് കാണണം? ടൈം പീരീഡ് കാണണം. അപ്പൊ എന്താ നിങ്ങൾ പറയേണ്ടത്? ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു തീറ്റ ആണ്. അപ്പൊ ഈ ടേം എന്താ? ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. സോ മൈനസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ ബൈ ഐ എന്ന് എഴുതാം. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ബോംബിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ ഇത് പ്ലസ് ആവും. സോ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എൽ ബൈ ഐ എന്താ? എം എൽ സ്ക്വയർ. എൽ ക്യാൻസൽ, m cancel. So what is omega square? G by L. What is omega? Root of G by L. Now what is 2 pi by t? 2 pi by t is equal to root of G by L. തിരിച്ചിടുക. അപ്പോൾ t എന്താ? 2 pi root of L by G. Okay, this is the expression. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത് സോൾവ് ചെയ്യാൻ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കും. നെക്സ്റ്റ്, what is the length of simple pendulum which takes seconds? അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇതെന്താ? ഇത് ശരിക്കും എന്താ മക്കളെ? ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള എന്താണ്? പെൻഡിലാണ്. അപ്പൊ ആ കേസിൽ ലിസൺ, t is equal to 2 seconds എന്ന് കൊടുക്കുക. t is equal to എന്താ? 2 pi root of L by G. സെക്കൻഡ്സ് പെൻഡിൽ അല്ലേ മക്കളെ? ടൈം പീരീഡ് 2 സെക്കൻഡ് ഉണ്ടാവും അല്ലേ? സോ ടിക്ക് 2 കൊടുക്കുക, അതുപോലെ ജിക്ക് 9.8 കൊടുക്കുക. സോ ഇത് സ്ക്വയർ ചെയ്യുക. അവിടുന്ന് എല്ലിന് എന്ത് ചെയ്യുക? എടുക്കുക. എൽ ഇസ് ഈക്വൽ ടു എന്താ? എൽ ഇസ് ഈക്വൽ വരിക ടി സ്ക്വയർ ജി ബൈ 4 പൈ സ്ക്വയർ എന്നുണ്ടോ? അത് ചെയ്താൽ മതി. ഇത് സ്ക്വയർ ചെയ്യുക. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ ഇൻറ്റു എൽ ബൈ ജി. എൽ ഇസ് ഈക്വൽ ടി സ്ക്വയർ ജി ബൈ 4 പൈ സ്ക്വയർ എന്നുണ്ടാവും. ദാറ്റ്സ് ഓൾ. ചെയ്താൽ മതി ട്ടാ. അടുത്ത് നെക്സ്റ്റ്, which one of the following relationships between the acceleration a and displacement x of a particle involve simple harmonic motion? ഈ കൊടുത്തതിൽ ഏതാ സിമ്പിൾ ഹാർമോണിക് മോഷൻ? എ വേണം, ഇസ് ഈക്വൽ ടു ഒരു നെഗറ്റീവ് വേണം, എക്സും വേണം, ഒരു കോൺസ്റ്റന്റ് നമ്പറും വേണം. ദാറ്റ്സ് ഓൾ. ഏതാണുള്ള മക്കളെ? സി. സോ സി ഇസ് ദ റൈറ്റ് ആൻസർ. എ ഇസ് ഈക്വൽ മൈനസ് 5x. അടുത്ത്, the simplest example of simple harmonic motion is the oscillations of simple pendulum. Derive an expression for the period of oscillation of a simple pendulum. നമ്മൾ പറഞ്ഞു t is equal to 2 pi root of L by G. Next, in a simple pendulum made of metallic wire, what will happen to period when the temperature increases? മക്കളെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൽറ്റ ചേഞ്ച് ഇൻ ലെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ലെങ്ത് കൂടും. സോ ടി ഇസ് ഈക്വൽ ടു 2 pi root of L by G ടൈം പീരീഡ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ലെങ്ത് കൂടും, ലെങ്ത് കൂടുമ്പോൾ ടൈം പീരീഡ് എന്ത് ചെയ്യും? കൂടും. സോ എന്താ ആൻസർ? In a simple pendulum made of metallic wire, what will happen to the period when the temperature increases? Temperature increase ചെയ്യുമ്പോൾ length of metallic wire increase ചെയ്യും. Length of metallic wire increase ചെയ്യുമ്പോൾ time period എന്ത് ചെയ്യും? increase ചെയ്യും. ഈ ഇക്വേഷൻ എഴുതി വെക്കണം, അത് വെച്ച് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കേട്ടോ. സിമ്പിൾ. റെഡി? നെക്സ്റ്റ്, അടുത്ത്, what is the time period of a second pendulum? നേരത്തെ പറഞ്ഞു ഏതാ? ഈ കേസ്. ഓക്കെ, ചെയ്താൽ മതി. ടിക്ക് 2 കൊടുത്താൽ മതി. റൈറ്റ്. ലെങ്ത് കാണാം, approximately 1 meter എന്നുണ്ടാവും കേട്ടോ. ഇനി അടുത്ത്, which one of the following relationship between the acceleration and the displacement of a particle involves simple harmonic motion? ഏതാണ് ഇതിൽ? ഏതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഫോളോ ചെയ്യാന്നാണ്. അപ്പൊ ഇത് കൊടുത്തതിൽ a is equal to 0.7x, a is equal to 200x, a is equal to 10x, a is equal to 100x. ഇതിൽ ശരിക്കും ഒരു മൈനസ് എവിടെയെങ്കിലും ഒന്ന് വരണം. ഓക്കെ, a is equal to നെഗറ്റീവ് വരണം, ഒരു നമ്പർ വരണം, എക്സും വന്നാലേ അത് എന്തിന്റെ ഇക്വേഷൻ ആവുള്ളൂ? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവുള്ളൂ. സോ ഇതിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഉണ്ടാവും എന്തായാലും എവിടെയെങ്കിലും ഒന്ന്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, a simple harmonic motion is represented as x equal to a cos omega t. Obtain the expression for velocity acceleration of object and hence prove that acceleration is directly proportional to displacement. Okay, so listen, x is equal to എന്താ? a cos omega t. when velocity കാണാം, v എന്താ? dx by dt. what is that? That is equal to d by dt of x എന്താ? a cos omega t. that is equal to a പുറത്തേക്ക് വരുമ്പോൾ a into cos ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ. സോ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും. എന്ത്? എക്സ്. ക്ലിയർ? സോറി, എക്സ് അല്ല, വി. വെലോസിറ്റി നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് എ അല്ലേ കാണേണ്ടത്. സോ വാട്ട് ഈസ് എ? എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വാട്ട് ഈസ് വി? മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി എന്നുണ്ടാകും. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മൈനസ് എ ഒമേഗ പുറത്തേക്ക് വരും. ഇൻറ്റു ഡെറിവേറ്റീവ് സൈൻ ഒമേഗ ടി എന്താ?
ഒരു ഒമേഗ ഉണ്ടാവും, പിന്നെ ഒരു കോസ് ഒമേഗ ടി ഉണ്ടാവും. ശരിയല്ലേ? കോസ് ഒമേഗ ടി. സോ ബിക്കംസ് എ ഇസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ എന്ത് വരും? കോസ് ഒമേഗ ടി എന്ന് വരും. Ready? That is acceleration is equal to minus omega square into a cos omega t എന്ന് എഴുതാം. So a is equal to minus omega square into a cos omega t x അല്ലേ എന്ന്? x. So എന്ത് മനസ്സിലായി? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞോ അത് തന്നെയാണ് എന്ത്? അത് രണ്ടിന്റെയും എക്സ്പ്രഷൻസ് ചെയ്തിട്ട് എന്താ പറഞ്ഞു നോക്കിയാ? And hence prove that acceleration is directly proportional to displacement. So ഇവിടെ നമുക്ക് എന്ത് പറയാം? A is proportional to minus x എന്ന് പറയാം. That's all. Okay. Next. Settle മക്കളെ. All types of simple harmonic motion are periodic in nature. Derive the mathematical expression for kinetic and potential energies of a particle executing simple harmonic motion. ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ എന്തൊക്കെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. സോ എക്സ് ഇസ് ഈക്വൽ ടു മക്കളെ എ സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. എന്നിട്ട് പൊട്ടൻഷ്യൽ എനർജി കാണണമെങ്കിൽ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഹാഫ് കെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് എന്താ? എ സൈൻ ഒമേഗ ടി കൊടുക്കുക, അതിന്റെ സ്ക്വയർ ഉണ്ടാവും. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി വരും. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഇനി അടുത്ത കൈനറ്റിക് എനർജി അല്ലേ കണ്ടി? സോ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എന്തായിരുന്നു? വി. വി നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി ആ വരിക, അത് കൊടുക്കും. എ ഒമേഗ കോസ് ഒമേഗ ടി വിക്ക് കൊടുത്താൽ അതിന്റെ സ്ക്വയർ ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഉണ്ട്, എം ഉണ്ട്, എ സ്ക്വയർ, ഹാഫ് ഉണ്ട്, എം ഉണ്ട്, എ സ്ക്വയർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? കെ ആണ്. സോ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ ടി വരും. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി. ഇനി ടോട്ടൽ എനർജി കാണാൻ പറഞ്ഞാൽ അത് രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ ഹാഫ് കെ എ സ്ക്വയർ പുറത്ത് വരും, ബ്രാക്കറ്റിലോ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി ഉണ്ടാവും, 1 ആവും. സോ ടോട്ടൽ എനർജി എന്താ മക്കളെ വേറെ നിങ്ങൾക്ക്? ടോട്ടൽ എനർജി ബിക്കംസ് ഹാഫ് കെ എ സ്ക്വയർ, ഹാഫ് കെ എ സ്ക്വയർ. ദാറ്റ്സ് ഓൾ. ഓക്കെ, അവർ പറഞ്ഞ് കംപ്ലീറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. മക്കളെ ഓക്കെ ആണോ? സെറ്റ് ആണോ? ഈ കാര്യങ്ങളൊക്കെ മക്കൾ മനസ്സിൽ വെക്കണം. അങ്ങനെ ഈ ചാപ്റ്റർ ഫിനിഷ് ആയി. എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഓക്കെ. അപ്പൊ നമ്മളെ ഇംപ്രൂവ്മെന്റിന്റെ ആ ഒരു എക്സാമിൽ, ആ ഒരു ഉദ്യമത്തിലേക്കുള്ള അവസാനത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. that is the last chapter is waves. ഓക്കെ, അപ്പൊ വേവ്സ് എന്ന ചാപ്റ്ററിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണു. വേവ്സോട് കൂടി നമ്മൾ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ വേഗം നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളും എന്ത് ചെയ്യുക? പെട്ടെന്നൊന്നും എന്ത് ചെയ്യുക? റിവൈസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോവാൻ. റൈറ്റ്? ഓക്കെ, നോക്കൂ മക്കളെ, എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എന്താ? A wave is represented by the equation y of x is equal to a sin kx plus omega t. ഞാൻ കൂടി പറഞ്ഞിട്ടുണ്ട്, സൈൻ്റെ കൂടെ അല്ലെങ്കിൽ കോസിന്റെ കൂടെ kx-ഉം വരണം, ഒമേഗ ടിയും വരണം. അവർക്കിടയിൽ പ്ലസ് ആവാം, മൈനസ് ആവാം, കുഴപ്പമില്ല. ഒരു ആംപ്ലിറ്റ്യൂഡ് ടേമും ഉണ്ടാവും. അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ടേം സൈനോ കോസോ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ എക്സ് വന്നാൽ അത് ഒരു ട്രാവലിംഗ് വേവ് ആയിരിക്കും. അപ്പൊ ഇത് ട്രാവലിംഗ് വേവ് ആണോ അല്ലേ ചോദിച്ചാൽ ഇതെന്താണ്? ട്രാവലിംഗ് വേവ് ആണ്. കാരണം കെ എക്സ് ഉണ്ട്, ഒമേഗ ടി ഉണ്ട്, ഇടയിൽ പ്ലസ് ഉള്ളത്. പ്ലസ് ആണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് എക്സിലേക്ക് പോകുന്ന വേവും, മൈനസ് ആണ് വരുന്നതെങ്കിൽ അത് പോസിറ്റീവ് എക്സിലേക്ക് പോകുന്ന വേവും ആയിരിക്കും. സോ ഓക്കെ ആണ്. അപ്പോൾ ട്രാവലിംഗ് വേവ് എന്നുള്ളത് മനസ്സിലായി. വാട്ട് ഡസ് ഒമേഗ ആൻഡ് കെ? ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയാം. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വേവ് നമ്പർ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്നും പറയാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു? നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് ഫ്രം ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വേവ് ലെങ്ത് കാണണം മക്കളെ. ഈ ഇക്വേഷൻ പഠിച്ചോ. കെ എന്ന് പറഞ്ഞാൽ 2π/λ ആണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്. ഓക്കെ അല്ലേ? സോ കെയിൽ നിന്നാണ് ലാംഡ കിട്ടുക, ഒമേഗയിൽ നിന്നാണ് ടൈം പീരിയഡും ഫ്രീക്വൻസിയും ഒക്കെ കിട്ടുക. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് ലാംഡ ഇസ് ഈക്വൽ ടു 2π/k എന്ന ഇക്വേഷൻ എഴുതിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. അപ്പൊ മക്കൾ ഓർത്ത് വെക്കേണ്ടത് എക്സിന്റെ ഒപ്പം കെ ഉണ്ടാവും, കെന്റെ ഉള്ളിൽ ലാംഡ ഉണ്ടാവും, ടീന്റെ ഒപ്പം ഒമേഗ ഉണ്ടാവും, ഒമേഗന്റെ ഉള്ളിൽ ടൈം പീരീഡ് ടി ഉണ്ടാവും. ദാറ്റ്സ് ഓൾ.
ടൈം പീരീഡ് ആണെങ്കിൽ ഫ്രീക്വൻസി പറയാം. ഓക്കെ ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. എ വയർ 0.72 meter long. So 0.72 meter length ഉണ്ട് വയറിന്. Has a mass എത്ര? 5 into 10 raised to minus 3 kilogram. If the wire is under a tension of, so the tension of 60 Newton. What is the speed of transverse wave on the string? Transverse wave in the speed through a stretched string, root of T by mu on equation. T by mu is equal to root of T എത്ര? Tension 60. Mu എന്ന് പറഞ്ഞാൽ എന്താ? Mass per unit length of string ആണ്. Mass per unit length എങ്ങനെ കാണാം? Mass by length. ഇത് by L. So mass by L. Mass by L വരുമ്പോൾ L മുകളിൽ കയറും. So into L. Root of 60 into length 0.72 divided by mass 5 10 raised to minus 3. ഇത് സോൾവ് ചെയ്യാം. അത്രയും എന്ത് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ചെയ്താൽ മതി. റൈറ്റ്? സിമ്പിൾ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. അടുത്ത്. A transverse harmonic wave on a string is described by y of xt is equal to മക്കളെ എന്താ? 3 sin 36t plus 0.018x plus pi by 4. Okay, അപ്പോൾ ഇനീഷ്യൽ ഫേസ് ആംഗിൾ ഉണ്ട്. Is this a traveling wave or stationary wave? Traveling wave കാരണം kxും ഒമേഗ ടി ഉണ്ട്. Okay, what are its amplitude and frequency? Amplitude and frequency. അപ്പോൾ ഇവിടെ എക്സും വൈയും സെന്റിമീറ്ററിലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വൈ സെന്റിമീറ്ററിലായതുകൊണ്ട് ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ഈ സൈൻ്റെ മുമ്പുള്ള ആംപ്ലിറ്റ്യൂഡ്. സോ ആംപ്ലിറ്റ്യൂഡ് ബിക്കംസ് എത്ര മക്കളെ? 3 സെന്റിമീറ്റർ എന്നായതുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. ഇനി അടുത്ത എന്താ വേണ്ടേ? ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ മക്കൾ ശ്രദ്ധിക്കുക. ഫ്രീക്വൻസി ആരെടുത്തുള്ള? ഒമേഗന്റെ അടുത്ത്. ഒമേഗ ആരെപ്പോൾ? ടീൻ്റെ ഒപ്പം. സോ ടീൻ്റെ ഒപ്പം ഉള്ള ഒമേഗ. സോ ഒമേഗ എത്ര? 36. എത്ര? 36 റേഡിയൻ പെർ സെക്കൻഡ് വരിക. നൗ ഒമേഗ പറഞ്ഞാൽ എന്താ? 2π ന്യൂ. 2π ന്യൂ ഇസ് ഈക്വൽ ടു 36. സോ ന്യൂ ഇസ് ഈക്വൽ ടു 36/2π എന്നുണ്ടാകും. അത്രയും ഹെഡ്സ്. ഇത് സോൾവ് ചെയ്യണേ. ഹെഡ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും പറഞ്ഞു. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് കണ്ടു, ഫ്രീക്വൻസിയും കണ്ടു. ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ ഇനീഷ്യൽ ഫേസ് അറ്റ് ദ ഒറിജിൻ? ഈ പ്ലസ് ഇട്ട് എഴുതുന്ന ഈ മൂന്നാമത്തെ ടേമാണ്. കെ എക്സ് ഒമേഗ ടി കഴിഞ്ഞ് പിന്നെ വരുന്ന ആളാണ് ഇനീഷ്യൽ ഫേസ് ആംഗിൾ. സോ ഇനീഷ്യൽ ഫേസ് ആംഗിൾ എത്ര മക്കളെ? ഒറിജിനിലുള്ള അത് π/4 ആണ്. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ് ഇൻ ദ വേവ്? ആ വേവിന്റെ അടുത്തടുത്ത ക്രസ്റ്റുകൾ തമ്മിലുള്ള ലീസ്റ്റ് ഡിസ്റ്റൻസ് ഇതാ. ഇതും തമ്മിലുള്ള അകലം. അതല്ലേ മക്കളെ വേവ് ലെങ്ത്? വേവ് ലെങ്ത് ആരെ ഉള്ളിലാണ്ടാവുക? അത് കെന്റെ ഉള്ളിലാണ് വേവ് ലെങ്ത് ഉള്ളത്. കെ ആരപ്പ? എക്സിന്റെ ഒപ്പം. സോ എക്സിന്റെ ഒപ്പമുള്ള കെ എന്ന് എഴുതാം. കെ ഇസ് ഈക്വൽ ടു 0.018. കെ എന്ന് പറഞ്ഞാൽ എന്താ? 2π/λ ഇസ് ഈക്വൽ ടു 0.018. ശരിയല്ലേ മക്കളെ? എക്സ് സെന്റിമീറ്ററിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കെയിലുള്ള എക്സ് സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ എക്സ് സെന്റിമീറ്റർ ആകുമ്പോൾ ഈ കെയിലുള്ള ലാംഡ എന്തിലാ? സെന്റിമീറ്ററിലേക്ക് ഉണ്ടാവുക. അപ്പൊ ലാംഡ അവിടെ നിങ്ങൾക്ക് കിട്ടും. ലാംഡ ഇസ് ഈക്വൽ എന്തെഴുതാം? 2π ഡിവൈഡഡ് ബൈ 0.018 സെന്റിമീറ്റർ എന്നാണ് ആൻസർ വരിക. ക്ലിയർ? മനസ്സിലാക്കി വെക്കുക. യൂണിറ്റ് മാറി പോകരുതേ. കഴിഞ്ഞു. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാത്തിനെയും ഒരു വേവിന്റെ ഇക്വേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഇനി ഈസി ആയിട്ട് ആൻസർ ചെയ്യണം. എഴുതിയേ പറ്റൂ. കാരണം എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞു ഇൻ സിമ്പിൾ വേ. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത്, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ റെപ്രസെന്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇത് ശരിക്കും ഓസിലേഷനിലെ ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ എങ്ങനെ മക്കളെ പറ? സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി SHM ലാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എക്സ് ആക്കി എടുക്കാം. എക്സ് വേഗം ഇവിടുന്ന് വെലോസിറ്റി കാണാം. എങ്ങനെ? dx/dt. dx/dt ചെയ്യുമ്പോൾ എന്താ മക്കളെ ഉണ്ടാവുക? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സൈൻ എന്താവും? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ. പിന്നെ കോസ് എന്താകും? മൈനസ് സൈൻ ഒമേഗ ടി ആകും ഇൻറ്റു ഒരു ഒമേഗ ഉണ്ടാവും. സോ ആൻസർ ഈസ് ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ഈസ് ആക്സലറേഷൻ? അത് dv/dt ആണ്. വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്താ? ഒമേഗ ഇൻറ്റു കോസിന്റെ എന്താ? മൈനസ് സൈൻ ഒമേഗ ടി ആകും ഇൻറ്റു ഒരു ഒമേഗ ഉണ്ടാകും പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്താകും? കോസ് ഒമേഗ ടി ആകും ഇൻറ്റു ഒരു ഒമേഗ ഉണ്ടാവും. That is equal to minus omega square sin omega t plus omega square cos omega t എന്ന് വരും. ശരിയല്ലേ?
that becomes equal to ഞാൻ ഇവിടുന്നും ഒരു മൈനസ് ഒമേഗ സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു പിന്നെ ബാക്കി ഉണ്ടാവും ഇവിടെ സൈൻ ഒമേഗ ടി ഉണ്ടാവും പിന്നെ ഇവിടുന്ന് മൈനസ് ഒമേഗ സ്ക്വയർ ഉണ്ട് മൈനസ് ഉണ്ടാവും അല്ലേ മൈനസ് എന്തുണ്ടാകും കോസ് ഒമേഗ ടി എന്നുണ്ടാവും ക്ലിയർ ഇതാണ് എന്ത് എ സോ എ ഇസ് ഈക്വൽ ടു എന്ത് വരും മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് ദിസ് എക്സ് ആണ് സോ ഇൻറ്റു എക്സ് സോ ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ള പ്രൂവ് ആയി എ പ്രപ്പോർഷണൽ ടു മൈനസ് എക്സ് ആണ് സെറ്റ് ഓക്കെ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട മെത്തേഡ് റൈറ്റ് ഓക്കെ നെക്സ്റ്റ് എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 12 സെന്റിമീറ്റർ 12 meter and mass 2.1 kilogram. What is the tension in the wire if speed of a transverse wave on wire is അപ്പോൾ സ്പീഡ് അറിയാം 343 കാണേണ്ടത് ടെൻഷൻ ആ കാണേണ്ടത് സോ വാട്ട് ഈസ് ഇക്വേഷൻ v is equal to root of t by mu that is equal to root of t by mu പറഞ്ഞാൽ എന്താ mass by length so mass by length മുകളിൽ കയറും സോ കാണേണ്ടത് എന്താ t അല്ലേ മക്കളെ യെസ് അപ്പോൾ സ്ക്വയർ ചെയ്യാം സോ v square is equal to TL by m എന്ന് വരും സോ ഫ്രം ഹിയർ എന്താ മക്കളെ വരും നോക്ക് ഇവിടെ എന്ത് വരും നമുക്ക് കാണേണ്ടത് ടി ആ ടി is equal എന്താ v square m by l അല്ലേ v square m by l വിന്റെ വാല്യൂ കൊടുക്കുക p സ്ക്വയർ ചെയ്യുക m ന്റെ വാല്യൂ കൊടുക്കുക ബൈ l ഉം കൊടുത്ത ആൻസർ ആയി ഞാൻ ആൻസർ ഇല്ല ഫൈനൽ ആൻസർ ചെയ്തൊന്നുമില്ല ചെയ്യേണ്ട മെത്തേഡ്സ് പറഞ്ഞു കേട്ടോ സോ ഈ രീതിയിലേക്ക് നിങ്ങൾ സോൾവ് ചെയ്തേ മതിയാവൂ യെസ് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ While conducting a resonance column experiment in the laboratory, you can hear the maximum sound at a certain height. അപ്പോൾ ഒരു പ്രത്യേക ഹൈറ്റിൽ റെസണൻസ് കോളം എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബീക്കറിൽ വെള്ളം ഉണ്ടാവും അതിലേക്ക് നിങ്ങൾ ഒരു പൈപ്പ് ഡിപ്പ് ചെയ്യും പൈപ്പിലും കുറച്ച് വെള്ളം കയറും സോ ഇതിനുള്ളിൽ ട്യൂണിംഗ് ഫോർക്ക് വെച്ച് നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഹൈറ്റിൽ എത്തുമ്പോൾ മാക്സിമം സൗണ്ട് കേൾക്കാൻ പറ്റും ഓക്കെ അതാണ് റെസണൻസ് കോളം എക്സ്പെരിമെന്റ് ഓക്കെ വിച്ച് ഫിനോമിനൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് റെസണൻസ് ഓക്കെ Is resonance column apparatus an open pipe or a closed pipe? Closed pipe കാരണം പൈപ്പിന്റെ ഒരു ഭാഗം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗവും ഓപ്പൺ ആയിരിക്കണം ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോൾ ഒരു ഭാഗം എന്താവും ക്ലോസ്ഡ് ആവും അപ്പോൾ അതാണ് ക്ലോസ്ഡ് പൈപ്പ് ആണ് ഓക്കെ യെസ് അപ്പോൾ ഇത് ക്ലോസ്ഡ് പൈപ്പ് ആണെന്നുള്ളത് മനസ്സിലായി അടുത്ത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ദി ഫസ്റ്റ് 3 ഹാർമോണിക്സ് ഇൻ ദ റെസണൻസ് കോളം അപ്പാരറ്റസ് റെസണൻസ് കോളം അപ്പാരറ്റസിന്റെ ആദ്യത്തെ 3 ഹാർമോണിക്കിന്റെ എന്ത് പറയണം ഫ്രീക്വൻസികളുടെ റേഷ്യോ പറഞ്ഞു അപ്പൊ എന്താ മക്കളെ പറ അപ്പൊ ഞാൻ അങ്ങനെ ഇതാണ് സോ ഇതാണ് ഫസ്റ്റ് മോഡ് ഇതാണ് ലിസൺ സെക്കൻഡ് മോഡ് ഇതാണ് ഓക്കെ ആൻഡ് തേർഡ് മോഡ് വിൽ ബി തേർഡ് മോഡ് നൗ ലിസൺ ഇത് നോഡ് ഇത് ആന്റി നോഡ് okay next one ഇത് നോഡ് ഇത് ആന്റി നോഡ് ഇത് നോഡ് ഇത് ആന്റി നോഡ് നോഡ് ആന്റി നോഡ് നോഡ് ആന്റി നോഡ് നോഡ് ആന്റി നോഡ് ലെങ്ത് L ആണ് ലെങ്ത് എത്ര L so from here lambda 1 is equal to L by 4 ആയിരിക്കും okay ഒരു നോഡും ഒരു ആന്റിയും അടുത്തടുത്ത നോഡും ആന്റിനോടും തമ്മിലുള്ള അകലം lambda by 4 ആണ് അടുത്തടുത്ത നോഡുകൾ തമ്മിലുള്ള അകലം lambda by 2 ആണ് അടുത്തടുത്ത ആന്റിനോട് തമ്മിലുള്ള അകലവും ലാംഡ ബൈ 2 ആണ് സോ ദിസ് ഇസ് ലാംഡ ബൈ 4 ഉണ്ടാവുക സോ ലാംഡ 1 ഇസ് ഈക്വൽ ടു ഉണ്ടാവും ഈ കേസിൽ ലാംഡ ഉണ്ടാവും L by 4 ഉണ്ടാവും സോ L is equal to 4 ലാംഡ 1 എഴുതാം സോ നിങ്ങൾക്ക് എന്ത് കാണണം ഇവിടെ നമുക്ക് എന്ത് കാണണം മക്കളെ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി കാണണം ന്യൂ 1 is equal to V by എന്താ വരിക V by ലാംഡ 1 V is equal to ന്യൂ ലാംഡ നമുക്കറിയാം സോ ന്യൂ is equal to V by ലാംഡ that is equal to V by എന്ത് വരും V by L by 4 എന്ന് വരും ഓക്കെ അല്ലേ കാരണം ലാംഡ 1 L by 4 ആണ് സോ 4 മുകളിൽ കയറുമ്പോൾ 4 V by L എന്ന് വേണമെങ്കിൽ എഴുതാം ഓക്കെ 4 V by L എന്ന് എഴുതാം നെക്സ്റ്റ് അപ്പോൾ ഇത് എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളെ സെറ്റ് ഇനി രണ്ടാമത്തെ കേസിലേക്ക് പോകുമ്പോൾ ലാംഡ 2 എന്താ ലാംഡ ബൈ 4 ലാംഡ ബൈ 4 ലാംഡ ബൈ 4 ഉണ്ടാവും ഓക്കെ അപ്പോൾ ലാംഡ ബൈ 4 എത്ര 3 ലാംഡ by 4 ആണ് L ശരിയല്ലേ ഇതിപ്പോ ഏരിയ മാർക്കടാ വൺ സെക്കൻഡ് ലിസൺ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ലിസൺ ഏരിയ മാറിപ്പോയി സോ ഇവിടെ L is equal to എന്താണ് ലാംഡ 1 by 4 ലാംഡ 1 എന്താണ് 4L ഓക്കെ അല്ലേ സോ ഫ്രം ഹിയർ ന്യൂ 1 is equal to എന്താ V by ലാംഡ 1 is equal to V by 4L സോറി ട്ടാ ഓക്കെ ഇനി അടുത്ത സെക്കൻഡ് കേസിലേക്ക് L ആണ് ലെങ്ത് L ആണ് L is equal to നമുക്ക് എന്ത് എഴുതാം
1 2 3 അപ്പോൾ 3 ലാംഡ 2/4 എന്നുണ്ടാവും. സോ ഫ്രം ഹിയർ ലാംഡ 2 എന്താ 4l/3 ഉണ്ടാകും. ന്യൂട്ടൺ എന്താ വരിക v by lambda 2 is equal to v by 4l/3, that is 3v by 4l, that is equal to v by 4l ന്യൂ 1 ആണ്. അപ്പോൾ 3v by 4l എന്താ വരിക 3 ന്യൂ 1 ഉണ്ടാവും. ശരിയല്ലേ? യെസ്. ഇനി അടുത്ത് ലാസ്റ്റ് കേസ് ഇവന്റ് L പറഞ്ഞാൽ ലാംഡ ബൈ 4 ലാംഡ ബൈ 4 ലാംഡ ബൈ 4 ലാംഡ ബൈ 4. അപ്പോൾ എത്ര 1 2 3 4 5 ലാംഡ ബൈ 4 ഉണ്ടാവും. അപ്പോൾ എന്താവും L is equal to 5 ലാംഡ 3/4 എന്നുണ്ടാവും. സോ ഫ്രം ഹിയർ ലാംഡ 3 എന്താ 4l/5 എന്നുണ്ടാവും. ക്ലിയർ അല്ലേ? 4l/5 എന്നുണ്ടാവും. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് ന്യൂ 3 എന്ന് പറഞ്ഞാൽ v by ലാംഡ 3 ആണ്. ദാറ്റ് ഈസ് v by 4l/5. സോ ആൻസർ ഈസ് 5v/4l എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി എത്ര ഉണ്ടാവും മക്കളെ? ന്യൂ 3 is equal to 5 ന്യൂ 1 ഉണ്ടാവും. അപ്പോൾ ന്യൂ 1 is to ന്യൂ 2 is to ന്യൂ 3 എന്താ ന്യൂ 1 is to ന്യൂ 2 is to ന്യൂ 3 എന്താ വരിക ന്യൂ 1 is to ഇത് ന്യൂ 1 ഓക്കെ is to ഇവിടെ എന്താ 3 ന്യൂ 1 is to അടുത്തോ 5 ന്യൂ 1. സോ ന്യൂ 1 കട്ടാകുമ്പോൾ എത്ര 1 is to 3 is to 5 is the ratio. ക്ലിയർ? ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. മക്കൾ പഠിച്ചു വെക്കുക. റെഡി ഓക്കെ ആണോ മക്കളെ? യെസ്. അപ്പൊ റേഷ്യോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ വേവ് ട്രാവലിംഗ് along a string is described by equation in which the numerical constants are in SI unit. Calculate the wavelength and frequency of the wave. So wavelength കാണണം, ലാംഡ കാണണം. ലാംഡ എങ്ങനെ കാണും മക്കളെ? ലാംഡ k ന്റെ അടുത്താണ്ടാവുക അല്ലേ? ലാംഡ k ന്റെ അടുത്താണ്ടാവുക അല്ലേ? ലാംഡ എന്താ 2π/k ആണ് is equal to 2π/k ആരപ്പാണ്ടാവുക x ന്റെ ഒപ്പം. സോ നോക്കണം ഇത് സെന്റിമീറ്റർ SI യൂണിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ x ഒക്കെ എന്തിലാ മീറ്ററില്ല, അപ്പോൾ y എന്തിലാ മീറ്ററില്ല, അപ്പോൾ എല്ലാം മീറ്ററിലുണ്ടാവും കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം x ന്റെ ഒപ്പമുള്ള k ആയിരിക്കും. സോ 2π/80 ഉണ്ടാവും. ഇത് ചെയ്യുക അത്രയും മീറ്റർ ആയിരിക്കും മക്കളെ എന്ത് ലാംഡ. ഓക്കെ യെസ്. പിന്നെ ഫ്രീക്വൻസി ആണ് പറഞ്ഞിട്ടുണ്ട്. ഫ്രീക്വൻസി എങ്ങനെ കിട്ടുക? ഒമേഗന്റെ അടുത്ത് നിന്നല്ലേ ഫ്രീക്വൻസി കിട്ടുക അല്ലേ? ന്യൂ is equal to ω/2π. ഒമേഗയുടെ അടുത്ത് ഉണ്ടാവുക ടീന്റെ ഒപ്പം. സോ 3/2π ഹെഡ്സ് എന്നുണ്ടാവും. ഓക്കെ നെക്സ്റ്റ്. Draw the diagram showing the first and third harmonic producer in a closed pipe. Listen. സംഭവം ക്ലോസ്ഡ് പൈപ്പിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്. Write the equation for the fundamental frequency in terms of length of the pipe. The fundamental frequency in terms of length of the pipe പറഞ്ഞു. ഇത് ഫസ്റ്റ് കേസ്. ഓക്കെ ഇത് പറയാനാ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ഓക്കെ നെക്സ്റ്റ്. ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഓൺ എ സ്ട്രിംഗ് ഡിസ്ക്രൈബ്ഡ് ബൈ ഓക്കെ ഈസ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. ഓക്കെ നെക്സ്റ്റ്. ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ചഡ് സ്ട്രിംഗ് ഈസ് ഷോൺ ബിലോ. ഡ്രോ ദ സെക്കൻഡ് ആൻഡ് അപ്പോൾ ഇതിലൊരു ഫണ്ടമെന്റൽ മോഡ് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. എങ്ങനെ? ലൈക്ക് ദിസ്. ഇത് ഫണ്ടമെന്റൽ മോഡ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ എന്താ കേട്ടോ? ഓക്കെ ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഹാർമോണിക്സ് ആണ്. ഓക്കെ സെക്കൻഡ് ഹാർമോണിക് വരക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും മക്കളെ? നോക്ക് സെക്കൻഡ് ആവുമ്പോൾ യെസ് നോഡ് ആൻറ്റി നോഡ് ലൈക്ക് ദിസ് ഇങ്ങനെയാണ്. രണ്ടുണ്ടാ, ഇതൊരുണ്ട അത് രണ്ടുണ്ടാ. ഓക്കെ ഇനി അടുത്ത തേർഡ് ഹാർമോണിക്കിലേക്ക് പോകുമ്പോൾ 3 ഉണ്ടകൾ ഉണ്ടാവും. ഓക്കെ ഒരുണ്ട, രണ്ടുണ്ട, 3 ഉണ്ട. ഓക്കെ അല്ലേ? ഏതാ 3 ഉണ്ടകൾ. ഓക്കെ 3 ഉണ്ടകൾ ഇത് വരക്കാൻ പറഞ്ഞു, നമ്മൾ വരച്ചു. നെക്സ്റ്റ്. Prove that frequencies produced in the strings are in the ratio 1:2:3. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ 1:2:3 എന്ന് പ്രൂവ് ചെയ്യണം. സോ ഇത് നോഡ് ആൻറ്റി നോഡ് ആൻറ്റി നോഡ്. സോ ഇവിടെ ഒന്നാമത്തെ കേസ് ലെങ്ത് L ആണ്. സോ L is equal to നോഡും തമ്മിൽ λ/2 ഡിഫറൻസ്. സോ λ1/2 എന്ന് എഴുതുന്നു. ഓക്കെ ഫ്രം ഹിയർ λ1 is equal to 2L ആണ്. അതുകൊണ്ട് ന്യൂ 1 എന്ന് പറയുന്നത് v/λ1 ആണ്. ദാറ്റ് ഈസ് v/2L ആണ്. ക്ലിയർ? ഒന്നാമത്തെ കേസ് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് വരുമ്പോൾ L is equal to λ2. രണ്ടാമത്തെ കേസ് ലാംഡയാണ്, കാരണം ഇത് λ/2 അത് എത്ര λ. അപ്പോൾ λ2 എന്ന് എഴുതി.
So from here, what is nu 2? Nu 2 എന്ന് പറഞ്ഞാൽ v by lambda 2 അല്ലേ വരണ്ടേ? So v by lambda 2 എന്ന് പറഞ്ഞാൽ അത് L ആണ്. L ആണ്. So ഒരു കാര്യം ചെയ്യാൻ 2L എന്ന് എഴുതി മുകളിൽ 2 ഉം കൊടുത്തു. അപ്പോൾ കുഴപ്പമില്ലല്ലോ? ഇല്ല. ശരിക്കും v by L എന്നാ വരണ്ടേ? ഇത് കുഴപ്പമില്ലല്ലോ? ഇല്ല. So 2 times v by 2L. v by 2L പറഞ്ഞാൽ എന്താ? nu 1. So 2 times nu 1 എന്ന് എഴുതാം. കഴിഞ്ഞു. അടുത്ത് തേർഡിലേക്ക് വരുമ്പോൾ L is equal to, ഈ ലെങ്ത് is equal to lambda by 2, lambda by 2, lambda by 2. 3 lambda by 2 ഉണ്ടാവും. So L is equal to എന്താ? Lambda by 2, lambda 3 by 2 ഇതാണ് കേട്ടോ. Okay. So from here എന്താ മക്കളെ വരിക? From here what is nu 3? Nu 3 is equal to v by lambda 3 എന്നുണ്ടാകും. That is v by lambda 3 എന്താ? 12 by 3 ആ. So 2L by 3. ആ 3 മുകളിൽ കയറും. So 3 times v by 2L. v by 2L എന്താ? nu 1 ആ. So 3 times nu 1 ഉണ്ടാവും. So nu 3 എത്ര ഉണ്ടാവുക? nu 3 is equal to 3 nu 1 എന്നുണ്ടാവും. So nu 1 is to nu 2 is to nu 3 എന്ന് പറയുന്നത് nu 1 is to 2 nu 1 is to 3 nu 1 എന്ന് എഴുതാം. nu 1 ക്യാൻസൽ ചെയ്യുമ്പോൾ 1 is to 2 is to 3 എന്ന് എഴുതാൻ പറ്റും. That is the right answer. Okay. So 1 is to 2 is to 3 എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്ത് let the fundamental frequency is 45 Hz. അപ്പോൾ nu 1 എത്ര? 45 Hz ആണ്. And the length of wire 87.5 centimeter മീറ്ററിലേക്ക് മാറ്റാൻ 10⁻² മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ലീനിയർ ഡെൻസിറ്റി ഓഫ് വയർ ഈസ് ഇത്രയും കിലോഗ്രാം പെർ മീറ്റർ ആണ്. ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. ടെൻഷൻ കാണണം. അപ്പം നിങ്ങൾ ഇവിടുന്ന് ഈ ഇക്വേഷൻ പോവാം. nu 1 is equal to v by 2L. nu 1 വാല്യൂ നമുക്ക് അറിയാം കേട്ടോ മക്കളെ. സോ nu 1 is equal to v 1 by 2L into v എത്ര? root of t by mu ആണ്. v root of t by mu അല്ലേ? സ്ട്രെച്ച് സ്ട്രിംഗ് കൂടുള്ള വെലോസിറ്റി എത്ര? root of t by mu പഠിച്ചതാണ്. root of t by mu. സോ അത് കൊടുക്കുമ്പോൾ ഇവിടെ മക്കളെ nu 1 നമുക്കറിയാം എത്ര? 45 Hz. L നമുക്കറിയാം എത്ര? 87.5 0.875 മീറ്റർ എന്ന് എഴുതിയാൽ മതി. ഇനി ടി നമുക്കറിയോ? ടി ആണ് കാണാൻ പറഞ്ഞത്. സോ ടി കാണണം. മ്യൂ നമുക്കറിയാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ അപ്പോൾ ഇത് സ്ക്വയർ ചെയ്യാം, റൂട്ട് പോയിക്കോളൂ, അതൊന്ന് ടി ഫൈൻഡ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, ആ രീതിയിലേക്ക് നിങ്ങൾ ആൻസർ ചെയ്യാട്ടോ. റെഡി മക്കളെ? സെറ്റ്. അടുത്ത് a transverse harmonic wave is described by y is equal to ആ സംഭവം. ഓക്കെ, amplitude of the wave is, amplitude കാണാൻ പറഞ്ഞു 3 centimeter ഉണ്ടാവും കേട്ടോ. Figure below show the fundamental mode of harmonic standing wave. Okay, draw the figure that shows the second harmonic in the string. Okay, അപ്പോൾ ഇതാ വരക്കാൻ പറഞ്ഞു. സെക്കൻഡ് രണ്ടാമത്തെ. ഓക്കെ, ഇനി അടുത്ത് if L is length of string and V is speed of wave in the string, what are the equations of first and second harmonic frequencies? ഇതാണ് എഴുതാൻ പറഞ്ഞത്. സെക്കൻഡ് ഹാർമോണിക്കിന്റെ ഫ്രീക്വൻസി എഴുതണം, പിന്നെ ഫസ്റ്റിന്റെയും ഇതും എഴുതണം, ഇതും എഴുതണം. റെഡി? ഓക്കെ. നെക്സ്റ്റ്, എ വുമൺ ഈസ് ട്രാവലിംഗ് ഇൻ എ കാർ അറ്റ് എ സ്പീഡ് 25 മീറ്റർ പെർ സെക്കൻഡ്. ഒരു വുമൺ 25 മീറ്റർ പെർ സെക്കൻഡിൽ എന്ത് ചെയ്യുക? ഒരു കാറിൽ പോവാണ്. ഷീ ഈസ് മൂവിങ് എവേ ഫ്രം എ സോഴ്സ് പ്രൊഡ്യൂസിങ് എ സൗണ്ട്. സോ അവൾ ഇങ്ങോട്ട് പോവാണ്. അപ്പോൾ വുമൺ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, കാറിൽ പോവാണ്. റെഡി? ഓക്കെ. നൗ അപ്പോൾ ഇതൊരു സൗണ്ട് സോഴ്സ് ആണ്, ഇവിടുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സൗണ്ട് സോഴ്സിൽ നിന്ന് വുമൺ എവേ ആയിട്ട് ട്രാവൽ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സോഴ്സ്, ഇതാണ് ലിസണർ അല്ലെങ്കിൽ ഒബ്സർവർ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി she is moving away from source producing a sound of 512 Hz frequency. So ഇവിടുത്തെ ഫ്രീക്വൻസി എത്ര? സൗണ്ട് ഫ്രീക്വൻസി 512 Hz ആണ്. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഹേർഡ് ബൈ ഹർ. അപ്പൊ ഈ ലിസണർ കേൾക്കുന്ന സൗണ്ട് ഫ്രീക്വൻസി കാണണം. സോ ഇത് ഡോപ്ലർ എഫക്റ്റിന്റെ കേസ് ആണ്. സോ ന്യൂ ഡാഷ് ബൈ ന്യൂ ഇക്വേഷൻ എന്താ? വി മൈനസ് വി ലിസണർ ബൈ വി മൈനസ് വി എന്താണ്? സോഴ്സ്. അതാണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഫ്രം ഹിയർ nu dash is equal to nu into v minus vl by v minus vs. That is equal. nu എത്ര? സൗണ്ടിന്റെ ഒറിജിനൽ ഫ്രീക്വൻസി എത്ര? 512. ഇത് അവൾ കേൾക്കുന്ന ഫ്രീക്വൻസി ഇൻറ്റു 512 ഇൻറ്റു v എന്താ? സൗണ്ടിന്റെ വെലോസിറ്റി എത്ര? സൗണ്ടിന്റെ വെലോസിറ്റി നമുക്ക് 340 എടുക്കാം. 340 മൈനസ് vl ലിസണറിന്റെ വെലോസിറ്റി 25, റൈറ്റിലേക്ക് ആയതുകൊണ്ട് +25 എടുത്താൽ മതി. സോ +25 ഡിവൈഡഡ് ബൈ v മൈനസ് വി എസ് ഉണ്ടാവും. സോഴ്സ് വെലോസിറ്റി 0 ആണ്. സോ വി എസ് എന്താ? 0. v എന്താ? 340 ഉണ്ടാവും. സോ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾ ആൻസർ ആയി. ഇനി പറയായിരുന്നു ഈ ലേഡി സോഴ്സിന്റെ അടുത്തേക്ക് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ 25 ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇവിടെ വെലോസിറ്റി വി എൽ എന്നുള്ളത് എന്താക്കണം? പ്ലസ് ആക്കി മാറ്റും. ഇവിടെ മൈനസ് വരും.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ പഠിച്ചു വെക്കുക. അപ്പം മൂവിങ് എവേ ഫ്രം സോഴ്സ്, പിന്നെ സോഴ്സ് ആണെങ്കിൽ എവേ ഇങ്ങനെ കാണിക്കാം, എലോങ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് കാണിക്കാതെ, ലൈക്ക് ദാറ്റ്. ഓക്കെ അല്ലേ? ഈ രീതിയിലേക്കാണ് നിങ്ങൾ ഡോപ്ലർ എഫക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നെയിം ദ ഫിനോമിനൻ that explains this variation in frequency. എന്താ മക്കളെ ഫിനോമിനൻ? ഡോപ്ലർ എഫക്റ്റ്. എന്താ ഡോപ്ലർ എഫക്റ്റ്? It is the phenomenon of an apparent change in frequency heard by a listener when there is relative motion between sound source and listener. സൗണ്ട് സോഴ്സും ലിസണറും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാവുന്ന സമയത്ത് ആ സൗണ്ട് കേൾക്കുന്ന ലിസണർക്ക് ഉണ്ടാകുന്ന ഫ്രീക്വൻസിയിലുള്ള അപ്പാരന്റ് ചേഞ്ച് ആണ്, അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ഡോപ്ലർ എഫക്റ്റ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. ഡ്രോ ദ സെക്കൻഡ് ഹാർമോണിക് ഓഫ് എൻ ഓപ്പൺ പൈപ്പ് ബോത്ത് എൻഡ് ഓപ്പൺ പൈപ്പ് ആണ്. മാർക്ക് നോഡ് ആൻഡ് ആന്റിനോഡിന്റെ ഫിഗർ നമ്മൾ വരച്ചാലേ, ഓപ്പൺ പൈപ്പ് വരച്ചില്ല അല്ലേ? ഓക്കെ, സെക്കൻഡ് ഹാർമോണിക് അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്പൺ പൈപ്പിന്റെ സെക്കൻഡ് ഹാർമോണിക് ഉണ്ടാവുക മക്കളെ നോക്ക് ഇങ്ങനെ ഉണ്ടാവുക. ഫസ്റ്റ് ഹാർമോണിക് ഉണ്ടാവുക എങ്ങനെ നിങ്ങൾക്ക്? ശരിക്കും ഫസ്റ്റ് ഹാർമോണിക് ഉണ്ടാവുക ഇത് ഫസ്റ്റ് ഹാർമോണിക്ക ഓപ്പൺ പൈപ്പിന്റെ. ഇനി സെക്കൻഡ് ഹാർമോണിക് നമ്മോട് ചോദിച്ചു അല്ലേ? സെക്കൻഡ് ചോദിക്കുമ്പോൾ എങ്ങനെ വരക്കാം? ഇതാണ് സെക്കൻഡ് ഹാർമോണിക്. ഓക്കെ, എങ്ങനെ വരക്കാം? അപ്പൊ ഇത് ഫസ്റ്റ് ഹാർമോണിക്, ഇത് സെക്കൻഡ് ഹാർമോണിക്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, വരക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? എന്താ പറഞ്ഞത്? നോഡും ആന്റിനോഡും ഒക്കെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് ആന്റിനോഡ്, ദ നോഡ്, ദ ആന്റിനോഡ്, ദ നോഡ്, ദ ആന്റിനോഡ്. കഴിഞ്ഞു, സിമ്പിൾ. In resonance column experiment, we can hear maximum sound at a certain height. This is due to phenomenon of resonance. Okay, സമ്മതിച്ചു. Show that for a pipe closed at 1 and closed pipe frequencies are in the ratio 1:3:5 എന്നുള്ള പ്രൂവ് ചെയ്യണം. പിന്നെ ഓപ്പൺ പൈപ്പ് are preferred to closed pipe in musical instruments. Why? അപ്പോൾ ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ ചെയ്തതാണ്. രണ്ടാമത്തെ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ ഓപ്പൺ പൈപ്പാണ് പ്രിഫർ ചെയ്യുക ഏതിനേക്കാളും, ക്ലോസ്ഡ് പൈപ്പിനേക്കാളും. ഈ ഫ്ലൂട്ടൊക്കെ അല്ലേ, അതൊക്കെ ഓപ്പൺ പൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. എന്താ കാരണം ചോദിച്ചാൽ, ഓപ്പൺ പൈപ്പില് എല്ലാ മോഡ്സ് ഓഫ് ഫ്രീക്വൻസി നമുക്ക് കിട്ടും. അതായത് ന്യൂ 1 കിട്ടുന്നുണ്ട്, ഫണ്ടമെന്റൽ മോഡ് ഓഫ് ഫ്രീക്വൻസി, പിന്നെ 2 ന്യൂ 1 ഉണ്ട്, പിന്നെ 3 ന്യൂ 1 കിട്ടും, പിന്നെ 4 ന്യൂ 1 കിട്ടും. അങ്ങനെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ എല്ലാ മൾട്ടിപ്പിൾസ് ഫ്രീക്വൻസിയും നമുക്ക് അവൈലബിൾ ആ. ഏതില്? എല്ലാ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഫ്രീക്വൻസിയും നമുക്ക് അവൈലബിൾ ആ. ഏതില്? ഓപ്പൺ പൈപ്പിൽ. എന്നാൽ ക്ലോസ്ഡ് പൈപ്പിൽ നമുക്ക് ലഭിക്കുന്ന ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഏതൊക്കെ ആയിരിക്കും? ഒന്ന് ന്യൂ 1 ആണെങ്കിൽ പിന്നെ കിട്ടുക 3 ന്യൂ 1 ആ കിട്ടുക, പിന്നെ നമുക്ക് 5 ന്യൂ 1 ആ കിട്ടുക. അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ ഓഡ് മൾട്ടിപ്പിൾസ് മാത്രമേ നമുക്ക് ഫ്രീക്വൻസിയായി ലഭിക്കൂ. ഏതില്? ക്ലോസ്ഡ് പൈപ്പിൽ. അതുകൊണ്ട് ക്ലോസ്ഡ് പൈപ്പിനേക്കാൾ കൂടുതൽ ടൈപ്സ് ഓഫ് സൗണ്ട് നമ്മൾ ലഭിക്കയിലായിരിക്കും ഓപ്പൺ പൈപ്പിലായിരിക്കും. അപ്പോൾ അതാണ് നിങ്ങൾ പറയേണ്ട ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് ആണോ? റെഡി ആണോ? എവ്രിബഡി ക്ലിയർ? ഓക്കെ ആണോ മക്കളെ? റെസൊണൻസ് ഡെഫിനിഷൻ വേണോ? ഓക്കെ, റെസൊണൻസ് ഡെഫിനിഷൻ ഇതാണ്. if the natural frequency of a body and the frequency of influencing body are same, then the oscillation or vibration of the body will be maximum. അതൊന്നുമില്ല മക്കളെ, ഒരു ബോഡിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷനും ആ ബോഡിയിലേക്ക് നമ്മൾ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസി എന്താവുക? ഈക്വൽ ആയി കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യുന്ന ബോഡി മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് റെസൊണൻസ്. ക്ലിയർ? ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, if the natural frequency and എന്താ പറയുക driving frequency of a body are equal, then the body will vibrate with the maximum frequency, maximum amplitude. This phenomenon is known as resonance എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സിമ്പിൾ ആയിട്ട് എന്താ പറയേണ്ടത്? if MRYM അല്ലേ ചോദിച്ചത്? എടാ, if the natural frequency and driving frequency of a body are the same, then the body will vibrate with the maximum amplitude. This phenomenon is known as resonance. Right? Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ കവർ ചെയ്തു. അതിന് മുൻപ് ഒരു സെറ്റ് ഓഫ് റിവിഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിന്നുമാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഐഡിയൽ ഫ്ലൂയിഡ്സിന്റെ കണ്ടീഷൻ പറയൂ. ഓക്കെ, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിനെ
ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കണമെങ്കിൽ ആ ഫ്ലൂയിഡ് നോൺ വിസ്കസ് ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ആയിരിക്കണം. ഒരു ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്യാൻ പറ്റരുത്. അതുപോലെ ആ ഫ്ലൂയിഡിൽ വിസ്കോസിറ്റി ഉണ്ടാവരുത്. വിസ്കോസിറ്റി പറഞ്ഞാൽ എന്താ? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണ്. ഈ രണ്ട് സംഭവം ഒബേ ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്ലൂയിഡ് എന്തായിരിക്കും? ഐഡിയൽ ഫ്ലൂയിഡ് ആയിരിക്കും. റൈറ്റ്? ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ സെറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, നല്ലോണം ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാമിന് പോവാം. ഇനിയുള്ള സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക വേണം. ടെൻഷൻ വേണ്ട. നിങ്ങൾ പഠിച്ച കാര്യങ്ങളും നമ്മൾ പറഞ്ഞ കാര്യങ്ങളും മാത്രമേ എക്സാമിന് ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ക്ലാസ്. മക്കൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലേക്ക് എക്സാം എഴുതാൻ പറ്റത്തെന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നല്ല സൂപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? എക്സാമിന് പോവാ. എന്റെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും. സൂപ്പർ ആയിട്ട് പോവാ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒന്ന് കമന്റ് ചെയ്യുക. എളുപ്പമായിരുന്നോ, ടഫ് ആയിരുന്നോ, ആവറേജ് ആയിരുന്നോ എന്നുള്ള കാര്യം ഒന്ന് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക കേട്ടോ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം മക്കളെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.